തുടങ്ങാം. Yes, you are audible. Okay. Audible. Okay, good evening all. So, നമ്മളിവിടെ ഗ്യാദർ ചെയ്തിട്ടുള്ളത് BA-FPC സൈക്കോളജി എടുത്തിട്ടുള്ള ഇഗ്നോയിലെ ഡിസ്റ്റൻസിൽ സൈക്കോളജി BA-FPC എന്ന് പറയുന്ന പ്രോഗ്രാം എടുത്തിട്ടുള്ളവർക്കുള്ള ഒരു ഓറിയന്റേഷൻ സെഷന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ആദ്യമായിട്ട് ഇഗ്നോയിൽ ഡിഗ്രി എടുക്കുന്നവർക്ക് ജസ്റ്റ് ഒരു ചെറിയ ഔട്ട്ലുക്ക്, ഡിഗ്രീനെ കുറിച്ചിട്ട്, ഇഗ്നോ ഡിഗ്രീനെ കുറിച്ചിട്ട് ഒരു ചെറിയ ഔട്ട്ലുക്ക്. അതുപോലെ തന്നെ ഈ BA-FPCയുടെ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സിൽ ഞങ്ങൾ എന്തൊക്കെയാണ് അതിൽ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നത്, ആ പ്രോഗ്രാമിലൂടെ ഞങ്ങൾ എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് എത്തിച്ചേരലും കൂടെയാണ്. ഓക്കെ, അപ്പോ ആദ്യമായിട്ട് നിങ്ങൾ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഇനി നമ്മളുടെ പരിപാടിക്ക് വേണ്ടിയിട്ട് പരിപാടിയിൽ നമ്മൾക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫാക്കൽറ്റി ആയിട്ടുള്ള നമ്മൾ ക്ഷണിക്കണം. ഓക്കെ, എന്റെ വോയിസ് കേൾക്കുന്നുണ്ട് നിങ്ങൾ? Am I audible to you? ഓക്കെ, ശരി. അപ്പോ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ രജിസ്റ്റർ ചെയ്ത മക്കളാണ്, സ്റ്റുഡൻസ് ആണ് നിങ്ങൾ അല്ലേ? ആണെന്ന് മനസ്സിലാക്കണം. യെസ്. ഇഗ്നോ എന്ന യൂണിവേഴ്സിറ്റിയെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് അറിയാം? പറഞ്ഞോളൂ. അറിയുന്നവരുണ്ടെങ്കിൽ പറഞ്ഞോളൂ. പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂട്ട് ചെയ്യാം. വെരി ഗുഡ്, എക്സലന്റ്. ഇന്ത്യയിലുള്ള യൂണിവേഴ്സിറ്റി ആണെന്ന് അറിയാം. വെരി ഗുഡ്. പിന്നെ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയാണ് ഇഗ്നോ. ലോകത്ത്, ഇന്ത്യയിലല്ല, ലോകത്ത് തന്നെ ഏറ്റവും കുട്ടികൾ പഠിക്കുന്ന, ഡിസ്റ്റൻസ് ആയിട്ടും ഓപ്പൺ ആയിട്ടും ഏറ്റവും കൂടുതൽ കോഴ്സുകളുള്ള ലാർജസ്റ്റ് യൂണിവേഴ്സിറ്റിയാണ് ഇഗ്നോ. മനസ്സിലായോ? അപ്പൊ ആ ഒരു വലിയ യൂണിവേഴ്സിറ്റിയിലെ പഠിതാക്കളാണ്, സ്റ്റുഡൻസ് ആണ് നമ്മൾ. ആ ഒരു പ്രൈഡ് നമുക്കുണ്ടായിരിക്കണം, ആ അഭിമാനം ഉണ്ടായിരിക്കണം. അതേസമയം ഡിസ്റ്റൻസ് ആണ് എന്നുകൊണ്ടുള്ള ചെറിയൊരു പോരായ്മ ഉണ്ട്. നമ്മളിപ്പോ ഇതിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. എന്തായിരുന്നാലും നമ്മൾ ഇഗ്നോയിൽ ധാരാളം കോഴ്സുകൾ ഉണ്ടെങ്കിലും അതിലെ ഒരു സ്പെസിഫിക് ആവശ്യമില്ലാത്തൊരു മ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സൗകര്യമായിരിക്കും, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവും. ഒരു സ്പെസിഫിക് പ്രോഗ്രാം ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്, അതിലവിടെ പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. എന്താ നമ്മളെ പ്രോഗ്രാമിന്റെ പേരെന്നറിയോ? പ്രോഗ്രാമിന്റെ പേര് വെരി ഗുഡ്. ഇത് ഡിഗ്രി ലെവലിലെ കോഴ്സ്. ഇഗ്നോ സർട്ടിഫിക്കറ്റ് കോഴ്സ് എടുക്കുന്നുണ്ട്. സർട്ടിഫിക്കറ്റ് കോഴ്സ് എന്ന് പറയുമ്പോൾ ഒരു വർഷമൊക്കെ പഠിച്ചാൽ കിട്ടുന്നുണ്ട്. ഓക്കെ, ഒരു 6 months പഠിച്ചാലും കിട്ടും. അത് വർഷം നമ്മൾ ഇഗ്നോയിലേക്ക് വരുമ്പോൾ നമുക്കത് അങ്ങനെ പറയാം. അതുപോലെ തന്നെ ഡിപ്ലോമ കോഴ്സ് കൊടുക്കുന്നുണ്ട്, ഡിഗ്രി കോഴ്സ് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ PG എന്ന് പറയും, പോസ്റ്റ് ഗ്രാജുവേഷൻ. ഡിഗ്രിക്ക് നമ്മൾ ഗ്രാജുവേഷൻ എന്ന് പറയാം, പോസ്റ്റ് ഗ്രാജുവേഷൻ PG MA അത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ മേലെ വരുന്നതാണ് PhD, അതിന്റെ ഇടയിൽ വരുന്നതാണ് MPhil. അപ്പൊ വിശാലമായ ഒരു പ്ലാറ്റ്ഫോമാണ് ഇഗ്നോ. മ്യൂട്ട് ചെയ്താൽ ഒന്നുകൂടി നന്നാവും കേട്ടോ, ആവശ്യമില്ലാത്തവര്. അതില് സോഷ്യൽ സയൻസ് ഉണ്ട്, മറ്റുള്ള മേഖലകളുണ്ട്. സോഷ്യൽ സയൻസിന്റെ ആ ഒരു സ്കൂളിന്റെ പേര് SSO എന്നാണ് ഇഗ്നോ വിളിക്കുക. ആ സോഷ്യൽ സയൻസിന്റെ ആ സ്കൂൾ ഓഫ് തോട്ട് അല്ലെങ്കിൽ ആ കാറ്റഗറിയിലുള്ള ധാരാളം കോഴ്സുകൾപ്പെട്ട ഒരു കോഴ്സാണ് സൈക്കോളജി. സൈക്കോളജി ഉണ്ട്, പൊളിറ്റിക്സ് ഉണ്ട്, എക്കണോമിക്സ് ഉണ്ട്, സോഷ്യോളജി ഉണ്ട്, ആന്ത്രോപോളജി ഉണ്ട്, ഇങ്ങനെ തുടങ്ങുന്ന ധാരാളം ഉണ്ട്. അതിൽപ്പെട്ട ഒരു കോഴ്സാണ് സൈക്കോളജി. സൈക്കോളജി തന്നെ ഇഗ്നോ 2 രീതിയിൽ കൊടുക്കുന്നുണ്ട്. BA-PCH തോന്നുന്നു, BA-PCH. ഓക്കെ, മറ്റൊന്ന് BA-FPC. നിങ്ങൾ അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന അല്ലെങ്കിൽ പഠിക്കുന്ന പ്രോഗ്രാം BA-FPC ആണ്. വേറൊന്നുണ്ട് BA-PCH. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം അറിയുന്നവരുണ്ടോ ഗ്രൂപ്പിൽ ആരെങ്കിലും? എന്താണ് BA-PCHും BA-FPCയും? നിങ്ങൾ പഠിക്കുന്ന കോഴ്സും അപ്പുറത്തുള്ള ഇഗ്നോയുടെ മറ്റു കോഴ്സും തമ്മിലുള്ള വ്യത്യാസം ആർക്കെങ്കിലും അറിയോ?
ഓണേഴ്സും ആർട്സുള്ള വ്യത്യാസം മനസ്സിലാക്കി കൊടുത്ത് ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് തോന്നുന്നു. ഏതായാലും ആൻസർ അടിപൊളി. എന്തായിരുന്നു ഓണേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളെ ഇന്ത്യയിലൊക്കെ സിസ്റ്റം NEP എന്ന് പറഞ്ഞ സിസ്റ്റങ്ങൾ കിട്ടുന്നത്. NEP നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഈയിടെയായിട്ട് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ അല്ലേ? NEPക്ക് ശേഷമാണ് ഇന്ത്യയിൽ പ്രധാനമായിട്ടും സെൻട്രൽ യൂണിവേഴ്സിറ്റികളല്ല മറ്റുള്ള യൂണിവേഴ്സിറ്റികളൊക്കെ 4 വർഷം ഡിഗ്രി കൊടുക്കാൻ തുടങ്ങിയത്. അതിന്റെ മുമ്പ് നമുക്ക് 3 വർഷം ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് BA BCom 3 വർഷം, അത് കഴിഞ്ഞാൽ PG 2 വർഷം. ഇപ്പൊ അങ്ങനെയല്ല, ഡിഗ്രി 3 വർഷം കൊണ്ട് ചെയ്യാം, 4 വർഷം കൊണ്ട് ചെയ്യാം. 4 വർഷത്തിലേക്ക് പോകുമ്പോൾ അത് ഓണേഴ്സ് എന്ന് പറയാം. BA ഓണേഴ്സ് എന്ന് പറഞ്ഞാൽ 4 വർഷം പൂർത്തിയാക്കിയാൽ, BA ഡിഗ്രി എന്ന് പറയുമ്പോൾ 3 വർഷം പൂർത്തിയാക്കിയാൽ, ഡിപ്ലോമ എന്ന് പറയും 2 വർഷം പൂർത്തിയാക്കിയാൽ, 1 വർഷം പൂർത്തിയാക്കിയ സർട്ടിഫിക്കറ്റ് വരും. അതാണ് നമ്മുടെ ഈ കോഴ്സിന്റെ പ്രത്യേകത. നമ്മുടെ ഈ കോഴ്സിന്റെ പ്രത്യേകത BA FPC എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന NEP ആ പ്രോഗ്രാം അനുസരിച്ചാണ് ഇതിനെ ഡിസൈൻ ചെയ്തത്. അതായത് 2024 ശേഷം ഈ കോഴ്സ് നടപ്പിലായിട്ടുള്ളൂ. ഒന്ന് മ്യൂട്ട് ചെയ്ത് വന്നതാണ്. 2024 അവിടുന്ന് അങ്ങോട്ട് തുടങ്ങിയതാണ്. അതിന് മുമ്പൊന്നുമില്ല. അതിന് മുമ്പുള്ളത് BA PCH ആണ്. BA PCH പറയുമ്പോൾ പഴയ കോഴ്സാണ്. 2020-21 അവിടുന്ന് അങ്ങോട്ട് തുടങ്ങിയതാണ്. പണ്ടേ ഉള്ള 4 വർഷം വരെ പോകാം, 3 വർഷമൊക്കെ പോകാം. പക്ഷെ നമ്മുടെ ഈ കോഴ്സിന്റെ പ്രത്യേകത പറഞ്ഞാല് സൈക്കോളജി പ്ലസ് മറ്റു കുറെ വിഷയം കൂടി പഠിക്കാൻ പറ്റുന്ന കുറച്ചുകൂടി ഓപ്ഷൻ ആയിട്ട് കൂടുതൽ സാധനങ്ങൾ. അതായത് സൈക്കോളജി എന്നത് നമ്മുടെ മെയിൻ കോഴ്സാണ്, മെയിൻ പ്രോഗ്രാമാണ്. അതിന്റെ ഇടയിൽ അതിനോട് കൂടെ മൈനർ ആയിട്ട് വേറൊന്നുണ്ട്, ഇന്റർ ഡിസിപ്ലിനറി വേറൊന്നുണ്ട്, സ്കിൽ ബേസ്ഡ് വേറൊന്നുണ്ട്. ഇങ്ങനെ പലതും പല ബാസ്ക്കറ്റിൽ നിന്നും ആവശ്യമുള്ളതൊക്കെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് വേണ്ട രീതിയിൽ പോകാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ഈ കോഴ്സിന്റെ പ്രത്യേകത. അപ്പൊ ഇത് ഇഗ്നോയിൽ തന്നെ തുടങ്ങിയിട്ട് 1-2 വർഷം ആയിട്ടുള്ളൂ. നിങ്ങൾ ഒരു പക്ഷേ ഇതിന്റെ 2ാമത്തെ ബാച്ചായിരിക്കും, അല്ലെങ്കിൽ 3ാമത്തെ ബാച്ചായിരിക്കും. ഞാൻ ഇപ്പൊ ഇതിങ്ങനെ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് എനിക്കിങ്ങനെ സാഹചര്യം വന്നു. ഇങ്ങനെ ഇതിനെ കുറിച്ചൊന്ന് പറഞ്ഞുതരോ, ഞാൻ ഒരു വലിയ അവ്യക്തത ഉണ്ട്, എന്താ ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ കുറച്ച് ആൾക്കാരോട് ചോദിച്ചപ്പോൾ എനിക്കൊരു പൂർണ്ണമായിട്ടൊന്നും കിട്ടിയില്ല. അപ്പൊ ഞാൻ ഇതിന്റെ പ്രോഗ്രാം അതൊന്ന് ഡൗൺലോഡ് ചെയ്ത് കംപ്ലീറ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ എന്നോട് ചോദിച്ച ആൾക്ക് നമ്മളുമായി ബന്ധപ്പെട്ടവർക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കുക എന്ന് എഴുതി. അപ്പൊ ഞാൻ പറഞ്ഞു ഏതായാലും ഇരിക്കുകയാണ്, അപ്പൊ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിൽ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ കുറെ ആൾക്കാർക്ക് ഇത് കാര്യമാകും. കാരണം ഇഗ്നോ ഞങ്ങളൊക്കെ PG ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു പ്രയാസം ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഇയർ MA സൈക്കോളജി കഴിഞ്ഞു. MA സൈക്കോളജി ഫസ്റ്റ് ഇയറിന്റെ സമയത്ത് ആകെ ഹറിവറിയായിരുന്നു. മെറ്റീരിയൽ കിട്ടാൻ വൈകി, കിട്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല, അസൈൻമെന്റ് എങ്ങനെയാണ് അറിയില്ല, ഇന്റേൺഷിപ്പ് ഉണ്ട് അതെന്താ അറിയില്ല, പിന്നെ പ്രൊജക്ട് ഉണ്ട് അതെന്താണെന്ന് അറിയില്ല. അങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ആയിരുന്നു. അങ്ങനെ പല ഏജൻസിയൊക്കെ സമീപിക്കേണ്ടി വന്നു. എന്തായിരുന്നാലും ഞങ്ങളത് കഴിഞ്ഞു. അപ്പോ എന്റെ ഈ പരിചയപ്പെട്ട അവർക്കും എന്റെ മക്കൾക്കും അങ്ങനെ ഒരു പ്രയാസം ഉണ്ടായിരുന്നു എന്ന് എഴുതിയിട്ടാണ് ഇതൊന്ന് ഒരു ഓറിയന്റേഷൻ വെക്കാം, എനിക്കറിയുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യാം, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഗ്രൂപ്പായിട്ട് പഠിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാം. ഒരു പക്ഷേ നിങ്ങളൊക്കെ പല ഏജൻസികളും പല സ്ഥാപനങ്ങളും പഠിക്കുന്നവരേക്കും അവരങ്ങനെ തന്നെ പോട്ടെ, അങ്ങനെ ഇല്ലാതെ ഒറ്റയ്ക്ക് ജോയിൻ ചെയ്തവർക്ക് ഉണ്ടാവുമല്ലോ, അവർക്കൊരു സഹായം തുണ എന്ന രീതിയിലാണ് ഞാനിത് ഇങ്ങനെ ഒരു പ്രോഗ്രാം പ്ലാൻ ചെയ്തത്. ബാക്ക്ഗ്രൗണ്ട് ഓക്കെ. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഓക്കെ അല്ലേ? നിങ്ങൾ കേൾക്കുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ. അപ്പൊ ഇത് ഞാൻ പറഞ്ഞു, ഇതൊരു ഡിഗ്രി പ്രോഗ്രാം ആണ്. ഇത് നിങ്ങൾക്ക് 3 വർഷം കൊണ്ട് പൂർത്തീകരിക്കാം, 4 വർഷം കൊണ്ട് പൂർത്തീകരിക്കാം. 4 വർഷം നിങ്ങൾ പൂർത്തീകരിച്ചാൽ നിങ്ങൾക്ക് BA ഓണേഴ്സ് കിട്ടും. ഇപ്പൊ നിങ്ങളുടെ ഈ ഒരു പ്രോഗ്രാം ഗൈഡിൽ 4ാമത്തെ വർഷത്തെ കുറിച്ച് ഒന്നും പറയുന്നില്ല. 3 വർഷത്തെ സ്ട്രക്ചർ പറഞ്ഞു, പിന്നെ ഇതിന് ശേഷം പറയുന്നത് 4ാമത്തത് പിന്നീട് അപ്ഡേറ്റ് എന്നുള്ള, അതായത് അടുത്ത വർഷം 2026 ജനുവരിയിൽ പുതിയ പ്രോസ്പെക്ടസ് വരും. അപ്പൊ അന്ന് ജോയിൻ ചെയ്യുന്ന അഥവാ ജനുവരിയിൽ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് ഒരു പക്ഷേ അതിനെ കുറിച്ച് അപ്ഡേഷൻ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ സെക്കൻഡ് ഇയർ ആയി. നിങ്ങളിപ്പോ കഴിഞ്ഞ ജൂലൈയിൽ രജിസ്റ്റർ ചെയ്തവരല്ലേ? ആണോ? 2025 ജൂലൈ അല്ലേ? അതെ. അപ്പൊ നിങ്ങൾ 2025 ജൂലൈ ആവുമ്പോൾ നിങ്ങൾക്ക് 1 വർഷം പൂർത്തിയാകും. അഥവാ ജൂണിൽ നിങ്ങൾക്ക് എക്സാം എഴുതാം. നിങ്ങളിപ്പോ ചെയ്യുന്ന കോഴ്സ് സെമസ്റ്റർ ആണ്. ഡിഗ്രി ആണെങ്കിലും സെമസ്റ്റർ ആണ്. ആദ്യത്തെ 6 മാസത്തെ നമ്മൾ സെമസ്റ്റർ 1 എന്ന് പറയും, പിന്നീടുള്ള 6 മാസത്തെ നമ്മൾ സെമസ്റ്റർ 2 എന്ന് പറയും. ഇപ്പൊ 2025 ജൂലൈയിൽ രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്ക് അവിടെ നിന്ന് അങ്ങോട്ട് ഡിസംബർ ആയപ്പോഴേക്ക് ഫസ്റ്റ് സെമസ്റ്റർ നിങ്ങൾ കഴിഞ്ഞു. പഠിച്ചോയിട്ട് എന്നുള്ള വേറൊരു ചെയ്യുന്ന സിസ്റ്റം അതാണ്. അപ്പോ റെഗുലർ കോളേജിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ 6 മന്തിന്റെ പോർഷൻസ് ഒക്കെ കവർ ചെയ്യേണ്ട സമയമായി. പിന്നീട് ഇനി ജനുവരി മുതൽ അടുത്ത ജൂൺ വരെയുള്ള 6 മാസം, അതാണ് സെക്കൻഡ് സെമസ്റ്റർ എന്നുള്ളത്. ഓക്കെ. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് സെമസ്റ്ററിൽ പരീക്ഷ എഴുതലൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ ജൂലൈയിൽ രജിസ്റ്റർ ചെയ്യുന്നു. ജൂലൈ രജിസ്റ്റർ ചെയ്ത് ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ വരെ നീണ്ടുപോകുന്നത്. എന്തായിരുന്നാലും
ഡിസംബറിലാണ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ മറ്റൊക്കെ വരിക. വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുക, അസൈൻമെന്റുകളെ കുറിച്ചുള്ള ധാരണ ഉണ്ടാക്കുക. ഒരു പക്ഷേ അസൈൻമെന്റ് ഇന്ന് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ നാളെ ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ എങ്ങനെ എനിക്കറിയില്ല, നമ്മൾ ഇതിനോട് ചെയ്യുന്നത്. അതായത് അസൈൻമെന്റുകളെ കുറിച്ച് ധാരണ കിട്ടിയതൊക്കെ. എന്തായിരുന്നാലും ഫസ്റ്റ് സെമസ്റ്ററിൽ നിങ്ങൾ എക്സാം എഴുതുക. നിങ്ങൾക്ക് ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിക്കേണ്ട കുറച്ച് പേപ്പറുകളുണ്ട്, സെക്കൻഡ് സെമസ്റ്ററിൽ പഠിക്കേണ്ട പേപ്പറുകളുണ്ട്. ഇത് എല്ലാം കൂടി കമ്പൈൻ ചെയ്ത് നിങ്ങൾക്ക് അടുത്ത ജൂണില് പരീക്ഷ എഴുതാം. ജൂണിൽ പരീക്ഷ എഴുതാൻ ആപ്ലിക്കേഷൻ വിളിക്കൽ ജനുവരിയിലായിരിക്കും. ജനുവരി, ഫെബ്രുവരി, മാർച്ച് വരെ സമയം ഉണ്ടാകും. അതിന്റെ മുന്നേ നിങ്ങൾ അപ്ലൈ ചെയ്യണം. ഇപ്പൊ ഞാൻ അതിനെ കുറിച്ച് പറയാൻ വന്നല്ല, പക്ഷെ സാമർഥ്യം പറയട്ടെ, എക്സാമിന് ആപ്ലിക്കേഷൻ വിളിച്ചു കഴിഞ്ഞാൽ നേരത്തെ അപ്ലൈ ചെയ്യൽ ബുദ്ധിയാണ്. കാരണം അപ്ലൈ ചെയ്യുമ്പോൾ എവിടെയാണോ സീറ്റ്, ഏത് സ്കൂളിലാണോ ഒഴിവുണ്ടെങ്കിൽ അവിടെയാണ് നിങ്ങൾക്ക് എഴുതാൻ പറ്റുള്ളൂ. ഒരു സെന്റർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു സെന്റർ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ 6 പേപ്പർ എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ 6 കിട്ടുന്ന ഒരു സെന്ററാണ് ആദ്യമേ സെലക്ട് ചെയ്യേണ്ടത്. അത് എക്സാമിന്റെ സമയത്ത് പറയേണ്ടതാണ്, പക്ഷെ ജസ്റ്റ് പറഞ്ഞുള്ളൂ. അതുമായി ബന്ധപ്പെട്ട് കുറച്ച് വിവരങ്ങൾ അറിയെങ്കിൽ ചിലപ്പോൾ വട്ടം കറങ്ങും. അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ഇപ്പൊ നിങ്ങൾ കോഴ്സിലേക്ക് വരില്ലേ. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് സെമസ്റ്ററിന്റെ സമയം കഴിഞ്ഞു, പഠിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. ചില കുട്ടികളെ ഇപ്പോൾ പല ഏജൻസിയിലും, ഉദാഹരണം പേര് കേട്ട കുറെ ഏജൻസികളുണ്ട്, ഞാൻ പേരും പറയുന്നില്ല, അവിടെ ചേർന്നവരാണെങ്കിൽ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാകും. അല്ലാത്തവർക്ക്, എന്നോട് ബന്ധപ്പെട്ടവർക്കൊന്നും ക്ലാസ്സും കിട്ടിയില്ല, അപ്പോൾ എന്താ ചെയ്യാൻ പറ്റും, ക്ലാസ് നമുക്ക് എടുക്കുക. നമുക്ക് അത്യാവശ്യ കാര്യങ്ങൾ ക്ലാസ് എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാം. ബാക്കിയുള്ള നിങ്ങൾ സ്വന്തം, കാരണം ഇഗ്നോയുടെ രീതി തന്നെ സ്വന്തം പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് പോവാം. അപ്പോൾ BFPC എന്ന പ്രോഗ്രാം ഇത് ഇഗ്നോയുടെ 2 വർഷത്തെ പ്രോഗ്രാം, 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ കൊണ്ടുവന്ന 4 വർഷം കൊണ്ട് പൂർത്തീകരിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. അതായത് 3 വർഷത്തെ ഡിഗ്രിയാണ്. 4ാമത്തെ വർഷം നിങ്ങൾക്ക് ഓണേഴ്സ് എന്ന രീതിയിൽ അങ്ങനെ ചേരാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 3 വർഷം കഴിഞ്ഞ് പൂർത്തീകരിക്കാം. അപ്പോ ഡിഗ്രി കിട്ടണമെങ്കിൽ മിനിമം 3 വർഷം വേണം. എന്നാൽ നിങ്ങൾക്ക് പല കാരണം കൊണ്ട് സമയത്ത് എക്സാം എഴുതാൻ പറ്റിയില്ലെങ്കിൽ ഇതിനെങ്ങനെ നീട്ടി 6 വർഷം വരെ പോകാം. 6 വർഷത്തിന്റെ അപ്പുറം പോയാൽ നിന്റെ ഇൻവാലിഡ് ആവും. അപ്പൊ നിങ്ങൾ ജൂലൈ 2025 രജിസ്റ്റർ ചെയ്തുകൊണ്ട് 2026 ജൂലൈ 1 വർഷം അങ്ങനെ പോയിട്ട് 6 വർഷം വരെ പോകാം എന്നേ പറഞ്ഞിട്ടുള്ളൂ, പോകണം എന്നല്ല. മനസ്സിലായോ? 3 വർഷം കൊണ്ട് നിങ്ങൾക്ക് ഡിഗ്രി പൂർത്തീകരിക്കാം. അതിന്റെ മുമ്പ് പൂർത്തീകരിക്കാൻ വകയില്ല. എന്നാൽ 4ാമത്തെ വർഷത്തേക്ക് തള്ളിവിടാം, 5ാമത്തെ വർഷത്തേക്ക് തള്ളിവിടാം, 6ാമത്തെ വർഷത്തേക്ക് പൂർത്തീകരിച്ചില്ലെങ്കിൽ 2ാമതും പിന്നും കാശ് അടച്ചിട്ട് പോകണ്ട. അപ്പൊ അതുകൊണ്ടെല്ലാം ശ്രദ്ധിക്കണം. ഇലാസ്റ്റിസിറ്റി ഉണ്ട് എന്ന് എഴുതിയിട്ട് ഡ്രാഗ് ചെയ്ത് പോകുന്നത് അത് വലിയൊരു അപകടമാണ്, പലപ്പോഴും ഇഗ്നോയിൽ സംഭവിക്കുന്നതാണ്. പിന്നെ പറഞ്ഞു ഇഗ്നോയിൽ ധാരാളം സ്കീമുകളുണ്ട്. അതിൽപ്പെട്ടൊരു സ്കീമാണത് സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസസ്. അതിന്റെ കീഴിൽ വരുന്നതാണ് നമ്മുടെ ഈ പറഞ്ഞ BFPC എന്നത്. ഇനി ആ പ്രോഗ്രാമിനെ കുറിച്ചൊന്ന് നമുക്ക് ജസ്റ്റ് മനസ്സിലാക്കാം എന്താണെന്നുള്ളത്. പറഞ്ഞു, യൂണിവേഴ്സിറ്റി ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ പഠിക്കുന്ന ഏറ്റവും ലാർജസ്റ്റ് യൂണിവേഴ്സിറ്റിയാണ്. ഇന്ത്യയിലെ പാർലമെന്റ് ആക്ട് അനുസരിച്ച് 1985 പാർലമെന്റിൽ ഇങ്ങനെ ഒരു ആക്ട് കൊണ്ടുവന്നു, ഇഗ്നോ എന്നൊരു ആക്ട്. അതിന്റെ കീഴിലാണ് ഈ സാധനം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ UGCയുടെ ചില നിയമങ്ങളൊന്നും ഇതിന് ബാധകമല്ല. ഇത് UGCന്റെ മേലെയാണെന്ന് വെച്ചാൽ അല്ല, താഴെയാണെന്ന് വെച്ചാൽ അല്ല. ഇത് രണ്ട് വൈക്കാണ്. പക്ഷെ UGC പോലുള്ള ഒരു വലിയൊരു ബോഡിയാണ്. അപ്പൊ ആ ചർച്ച നമുക്ക് ഇവിടെ ഉണ്ടാകും, വലിയ ചോദ്യങ്ങൾ വരാൻ സാധ്യതകളാണ്. ഇപ്പൊ തൽക്കാലം ഇവിടെ വെക്കാം. കാരണം ഡിസ്റ്റൻസ് ആയിട്ട് ഇപ്പോ സൈക്കോളജി ചെയ്യാൻ പാടില്ല, പിന്നെ എങ്ങനെ ഇഗ്നോ ചെയ്യുന്ന വെച്ചാൽ അതെ, സൈക്കോളജി ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞൊരു ബോഡി അതുണ്ട്, നാഷണൽ കൗൺസിൽ ബോഡി. അതനുസരിച്ച് UGC സർക്കുലർ കൊണ്ടുവന്നു. അത് എല്ലാവർക്കും ബാധകമാണ് എക്സെപ്റ്റ് ഇഗ്നോക്ക് അത് ബാധകമാണ്. ഇഗ്നോ ഒരു വേറെ കുട്ടിയാണ്. പിന്നെ ഇഗ്നോയുടെ പ്രോഗ്രാമുകളൊക്കെ ഓപ്പൺ ഡിസ്റ്റൻസ് മോഡിലാണ് നടക്കുന്നത്. ഓപ്പൺ ആയിട്ട് ആർക്കും എഴുതാം. ഒരു ജസ്റ്റ് അതിന്റെ ക്വാളിഫിക്കേഷൻ ഉണ്ടായാൽ മതി. ഉദാഹരണം ഡിഗ്രി ചെയ്തെങ്കിൽ +2 പാസ്സായത്, അത് നിങ്ങൾ സയൻസ് പാസ്സായോ, ഹ്യൂമാനിറ്റീസ് പാസ്സായോ, കൊമേഴ്സ് പാസ്സായോ, കേരളയോ, അതല്ല ഓപ്പൺ ആണോ, അതൊന്നും നോക്കൂല. ജസ്റ്റ് അങ്ങനെ ഓപ്പൺ ആയിട്ട് ആർക്കും. 21 സ്കൂൾസ് ഓഫ് സ്റ്റഡീസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ സോഷ്യൽ സൈറ്റ് സ്റ്റഡീസിലാന്ന് പറഞ്ഞു, അതുപോലെ പലതുമായിട്ട് 21 ഉണ്ട്. 69 റീജിയണൽ സെന്ററുകളുണ്ട്. ഇപ്പൊ കേരളത്തിൽ തന്നെ വടകര ഒരു റീജിയണൽ സെന്റർ ആണ്, കൊച്ചിൻ മറ്റൊരു റീജിയണൽ സെന്റർ ആണ്, ട്രിവാൻഡ്രം വേറെ റീജിയണൽ സെന്റർ ആണ്. ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മംഗലാപുരം കേരളത്തിൽ വേണമെന്നല്ല, ഏതായാലും 4 നമുക്ക് സമീപിക്കാൻ പറ്റും. നിങ്ങളൊക്കെ മിക്കവാറും കാലിക്കറ്റ് ആയിരിക്കും, വടകര ആയിരിക്കും റീജിയണൽ സെന്റർ, അല്ലേ? അതെ. കൊച്ചിനുള്ളവരാരെങ്കിലും ഉണ്ടോ? ട്രിവാൻഡ്രം ഇല്ല, പോട്ടെ. അപ്പൊ നിങ്ങളൊക്കെ വടകരയാണ് റീജിയണൽ സെന്റർ എങ്കിലും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ മിക്കവാറും തീരുമാനിക്കപ്പെടുന്നത് JDT എന്നായിരിക്കും. അതാണ് സ്റ്റഡി സെന്റർ. റീജിയണൽ സെന്റർ വേറെ, സ്റ്റഡി സെന്റർ വേറെ. റീജിയണൽ സെന്റർ എന്ന് പറഞ്ഞാൽ ഇഗ്നോയുടെ മൊത്തം ഡൽഹിയിലുള്ള കേന്ദ്രത്തിൽ നിന്നും അവർ ഡയറക്റ്റ് കണക്ഷൻ ഉണ്ടാകുക റീജിയണൽ സെന്റർ. അവിടെ ആയിരിക്കും നിങ്ങൾ ഇന്റേൺഷിപ്പും മറ്റു കാര്യങ്ങളും ഉണ്ടാകുക. എന്നാൽ നിങ്ങളുടെ പഠനവും നിങ്ങൾ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നതും അവിടെ JDTയുടെ സൗകര്യത്തിനും JDTയുടെ ഇതിനനുസരിച്ചായിരിക്കും. അപ്പൊ സ്റ്റഡി സെന്റർ JDT, റീജിയണൽ സെന്റർ
വടകര. ക്ലിയർ അല്ലേ? ഈ സ്റ്റഡി സെന്റർ എന്നാണ് നിങ്ങളുടെ പ്രാക്ടിക്കലിന്റെയും നിങ്ങളുടെ മറ്റു കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അസൈൻമെന്റ് കൊണ്ടേ കൊടുക്കേണ്ടതും ഇവിടെ തന്നെ JDT യിലായി. അപ്പൊ JDT ഒരു കണക്ഷൻ ഉണ്ടാകുന്ന നല്ലതാണ്. നിങ്ങളുടെ ഗ്രൂപ്പിൽ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ നന്നാവും. ഓക്കെ. പിന്നെ മറ്റൊരു വിഷയമുള്ളത്, ഈ കോഴ്സ് 2 ലാംഗ്വേജിലാണ്, ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ നിങ്ങൾക്ക് പഠിക്കാം എന്നതാണ് ഈ ഒരു കോഴ്സിന്റെ പ്രത്യേകത. പിന്നെ ഇങ്ങനെ ഒരു കോഴ്സ് എന്തിനാണ് ഇഗ്നോ ഡിസൈൻ ചെയ്തത്, അല്ലെങ്കിൽ ഇതിന്റെ പർപ്പസ് എന്ന് വെച്ചാൽ അത് ഹ്യൂമൻ ബിഹേവിയറിനെ കുറിച്ച് പഠിക്കുക. സൈക്കോളജി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. മനുഷ്യ മനസ്സിനെ കുറിച്ച് പഠിക്കലാണ്, മനുഷ്യന്റെ അകതൊക്കെ പഠിക്കൽ. ലാസ്റ്റ് അവസാനത്തേത് എന്താണ്? മനുഷ്യന്റെ പെരുമാറ്റങ്ങളെ കുറിച്ച് പഠിക്കലാണ്. അപ്പൊ പെരുമാറ്റങ്ങളെ കുറിച്ച് പഠിക്കാനുള്ള ഒരു സയൻസ് ആണ് സൈക്കോളജി. അതിന്റെ പല രൂപങ്ങളിൽപ്പെട്ട ഒരു രൂപമാണ് നമുക്കിവിടെ പഠിക്കുന്നത്. എങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ എന്താണ്ടാകുക? ഒരു സൈക്കോളജിസ്റ്റ് ആയിട്ട്, കൗൺസിലർ ആയിട്ട് വർക്ക് ചെയ്യാനുള്ള കുറെ പ്രൊഫഷണൽ സ്കില്ലുകൾ നമ്മൾ പഠിക്കും. അതായത് ഇതുമായി ബന്ധപ്പെട്ട കുറെ തിയറീസും കുറെ കോൺസെപ്റ്റുകളും കുറെ പ്രോഗ്രാമുകളും ചില ടൂളുകളും അത് അഡ്മിനിസ്റ്റർ ചെയ്യേണ്ട രീതിയും കൗൺസിലിംഗ് നടത്തണമെന്നും അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കും. പെട്ടെന്നല്ല ഇന്നാണ് രജിസ്റ്റർ ചെയ്തത് നാളെ സൈക്കോളജിസ്റ്റ് ആകുന്നില്ല. കോഴ്സ് കഴിഞ്ഞു എന്നതുകൊണ്ട് സൈക്കോളജിസ്റ്റ് ആകില്ല, പക്ഷെ അതൊരു സർട്ടിഫിക്കറ്റ് ആണ്. തിയററ്റിക്കലി നിങ്ങൾക്ക് ഇത് പഠിച്ചു കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ അറിയാം. പിന്നെ അതോടുകൂടെ പ്രാക്ടീസ് ചെയ്യാനുണ്ട്. PG ഒക്കെ ആകുമ്പോൾ ഇന്റേൺഷിപ്പ് എന്ന സാധനമുണ്ട്. ഡിഗ്രിക്ക് അതുമായി ബന്ധപ്പെട്ട് കുറെ ട്യൂട്ടോറിയൽസ് പ്രാക്ടീസ് ഒക്കെ ചെയ്യാനുണ്ട്. അതൊക്കെ കമ്പൈൻ ചെയ്ത് വരുമ്പോൾ റെഗുലർ കുട്ടികൾ ഫറൂഖ് കോളേജിൽ പോയിട്ട് അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ കോളേജിൽ പോയിട്ട് അതല്ലെങ്കിൽ വേറെ കോളേജിൽ പോയി പഠിക്കുന്നത് പോലെ ഏകദേശം സമാനമായ ക്വാളിറ്റി ഉള്ള കുട്ടികളാവും നിങ്ങൾ ഈ പറഞ്ഞ മെറ്റീരിയൽ ശരിക്കും പഠിക്കുകയും ഇന്റേൺഷിപ്പും പ്രാക്ടിക്കലും ചെയ്യുകയാണ്. അതില്ലെങ്കിലോ കേവലം തിയറി മാത്രം പഠിച്ചവരായിരിക്കും. അതുകൊണ്ടാണ് ഇഗ്നോയെ ചെറുതായിട്ടും തട്ടുന്നത് പലരും. പക്ഷെ നമ്മൾ വിഷയമാക്കണ്ടല്ല, നമുക്ക് ഇങ്ങനെ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഇങ്ങനെ പോകും. ഇത് കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ എന്താ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്? നിങ്ങൾക്ക് ഹ്യൂമൻ ബിഹേവിയറിന്റെ വ്യത്യസ്തമായ ഡൊമൈനുകൾ മനസ്സിലാക്കാം. അങ്ങനെ പറഞ്ഞാൽ ഞാനിപ്പോ സംസാരിക്കുന്നുണ്ട് അല്ലേ, ഞാൻ സംസാരിക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ ചിന്തിക്കണമെങ്കിൽ എന്റെ ബ്രെയിന് വർക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ബ്രെയിനിനെ കുറിച്ചും ചിന്തയെക്കുറിച്ചും സംസാരത്തെക്കുറിച്ചും, ബ്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ ഫംഗ്ഷൻ എന്താണ്, സ്ട്രക്ചർ എന്താണെന്ന് പഠിക്കും. ആ ബ്രെയിനിലെ ഏത് ഭാഗമാണ് സംസാരത്തിന് സഹായിക്കുന്നതെന്ന് പഠിക്കും. സംസാരവും ചിന്തയും എങ്ങനെ കണക്ട് ചെയ്ത്, ഇങ്ങനെ കുറെ സാധനങ്ങൾ. അതാണ് കൊഗ്നിറ്റീവ് സൈക്കോളജി. നിങ്ങൾ പഠിച്ചു വരുമ്പോൾ ഒരു പേപ്പർ പഠിക്കും കൊഗ്നിറ്റീവ് സൈക്കോളജി. അതായത് കൊഗ്നീഷൻ എന്ന ചിന്ത. എങ്ങനെയാണ് ചിന്ത നടക്കുന്നത്? ചിന്തിക്കുന്നത് നമ്മൾ ആലോചിച്ചിട്ടാണോ? ചിന്തയിലെ തകരാറുകൾ എങ്ങനെ പരിഹരിക്കാം? ചിന്തിച്ച് രോഗിയാവും. പല രോഗികളും അങ്ങനെയല്ല, പല ചിന്ത. അപ്പൊ ആ ചിന്തയെ എങ്ങനെ മാറ്റിമറിക്കാം എന്നൊക്കെ പറഞ്ഞുള്ള കുറെ പറഞ്ഞിട്ട് അത് കൊഗ്നിറ്റീവ് സൈക്കോളജി. ഒന്ന്. രണ്ട്, പലപ്പോഴും ഓന്റെ സ്വഭാവം ശരിയില്ല, ആള് പേഴ്സണാലിറ്റി ശരിയില്ല. എന്തായി പേഴ്സണാലിറ്റി? അതിനെ കുറിച്ച് പഠിക്കുമ്പോൾ പേഴ്സണാലിറ്റി സൈക്കോളജി. ഇങ്ങനെ കുറെ പഠിക്കും. ഒരു ഗ്രൂപ്പിനെ കുറിച്ച് ഒരു ക്ലാസ്, ആ ക്ലാസ് തീരെ ശരിയില്ല, അവര് ഭയങ്കര അങ്ങനെ, ആ കമ്മ്യൂണിറ്റിനെ ശരിയാക്കാറ്. അപ്പൊ കമ്മ്യൂണിറ്റിയെ കുറിച്ച് പഠിക്കുമ്പോൾ, സൊസൈറ്റിയെ കുറിച്ച് പഠിക്കുമ്പോൾ അത് സോഷ്യൽ സൈക്കോളജി. മനസ്സിലായി? ഈ നമ്മൾ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ ഹോസ്പിറ്റൽ സൈക്കോളജി, സ്പോർട്സ് സൈക്കോളജി, ഇങ്ങനെ ഇഷ്ടംപോലെ കാണാൻ പറ്റും. അപ്പൊ ഓരോന്നിലേക്ക് നമുക്ക് പോകാം. അപ്പൊ മനുഷ്യന്റെ ഹ്യൂമൻ ബിഹേവിയറിന്റെ വ്യത്യസ്ത ഡൊമൈനുകൾ മനസ്സിലാക്കാൻ സഹായിക്കുന്നുള്ള മാത്രമല്ല, സൈക്കോളജിയുടെ വ്യത്യസ്തമായ സബ്സൈഡുകൾ. ഉദാഹരണം സോഷ്യൽ സൈക്കോളജി. ഞാൻ പറഞ്ഞു സൊസൈറ്റിയെ കുറിച്ചും, സൊസൈറ്റി എന്തുകൊണ്ട് ഇങ്ങനെ പെരുമാറും. ഉദാഹരണം, കേരളക്കാരാണ് നമ്മളെല്ലാവരും അല്ലേ, നമ്മുടെ ഒരു കൾച്ചർ അല്ല തമിഴ്നാട്ടുകാർക്കുള്ളത്. എന്നാൽ ഈ രണ്ട് കൾച്ചറുമല്ല നോർത്ത് ഇന്ത്യയിലേക്ക് പോയാണ്. അപ്പൊ സൗത്ത് ഇന്ത്യൻ കൾച്ചർ വേറെ, നോർത്ത് ഇന്ത്യൻ കൾച്ചർ വേറെ. അവിടുത്തെ ആൾക്കാരുടെ മെന്റാലിറ്റി അല്ല ഇവിടുത്തെ ആൾക്കാരുടെ മെന്റാലിറ്റി. ഇനി കേരളം തന്നെ എടുത്തു കഴിഞ്ഞാൽ ട്രിവാൻഡ്രത്തുള്ള ആൾക്കാരെ പോലെയല്ല മലപ്പുറത്തുള്ള ആൾക്കാർ, മലപ്പുറത്തെ ആൾക്കാരെ പോലെയല്ല കാസർഗോഡ്. ഇതൊക്കെ എന്തുകൊണ്ട് ഇങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? എന്തുകൊണ്ട് ആൾക്കാർ ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യുന്നു? എന്താണ് അതിന്റെ പിന്നെ? ഇങ്ങനെ സമൂഹത്തെ കുറിച്ച് പഠിക്കുന്ന സോഷ്യൽ സൈക്കോളജി. മറ്റൊന്ന് ഡെവലപ്മെന്റൽ സൈക്കോളജി. ഡെവലപ്മെന്റൽ സൈക്കോളജി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾക്ക് മനുഷ്യന്മാരാണ്. എനിക്കൊരു 10-15 വയസ്സായി, നിങ്ങൾ ഓരോരുത്തരും ഓരോ വയസ്സുകാരാണ്. 15 ഉണ്ടാവും, 20 ഉണ്ടാവും, 21 ഉണ്ടാവും, അങ്ങനെ പോയിട്ട്. അപ്പൊ ഒരു കുഞ്ഞ് ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെയുള്ള ഘട്ടങ്ങൾ ഇങ്ങനെ പഠിച്ച് ആ സമയത്തുണ്ടാവുന്ന ശാരീരിക മാറ്റങ്ങൾ, മാനസിക മാറ്റങ്ങൾ, വൈകാരിക മാറ്റങ്ങൾ, ചിന്തയിലുണ്ടാകുന്ന മാറ്റങ്ങൾ, പെരുമാറ്റത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ഇതൊക്കെ അനലൈസ് ചെയ്ത് പഠിക്കുന്നതാണ് ഡെവലപ്മെന്റൽ സൈക്കോളജി. ജനിക്കണമെന്നില്ല, ജനിക്കുന്നതിന്റെ മുമ്പ് തന്നെ ഇപ്പൊ എഗ്ഗും സ്പേമും ചേർന്ന് സൈഗോട്ടായി ഗർഭപാത്രത്തിലൂടെ ഓരോ മാസവും ഇങ്ങനെ കഴിഞ്ഞു 9 മാസം 10 ദിവസം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ആ കുട്ടി നിയോനാറ്റൽ, പോസ്റ്റ്നാറ്റൽ, പിന്നെ അവിടെ നിന്ന് ചൈൽഡ്ഹുഡ്, ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വന്ന് അഡോളസൻസ്, അഡൾട്ട്ഹുഡ്, ഇങ്ങനെ ഘട്ടമായി പഠിക്കും. നല്ല രസമാണ് പേപ്പർ പഠിക്കാൻ. അതാണ് ഡെവലപ്മെന്റൽ സൈക്കോളജി. മറ്റൊന്ന് ഫോറൻസിക്. മനുഷ്യന്മാർ അത്ര വലിയ മലക്കുകളൊന്നുമല്ല, ചെറിയ തെറ്റുകളും കുറ്റങ്ങളും പോരായ്മകളൊക്കെ ഉണ്ടാവും, ക്രിമിനാലിറ്റി ഉണ്ടാവും. അപ്പൊ അതിനെ കുറിച്ച് പഠിക്കണം. എന്തുകൊണ്ട് ഇവർക്ക് ഇങ്ങനെ സ്വഭാവം ഉണ്ടായി, എന്തുകൊണ്ട് ആ സമുദായം ഇങ്ങനെ ക്രിമിനൽ സ്വഭാവം ഉണ്ടായി, മറ്റുള്ളവർക്ക് എന്താ ഇല്ലാത്തത്, ഇത് എങ്ങനെ പരിഹരിക്കണം എന്നുള്ള
മറ്റൊന്ന് എൻവയോൺമെന്റൽ സൈക്കോളജി, നമ്മുടെ ചുറ്റുപാട് നമ്മളെ എങ്ങനെ സ്വാധീനിക്കുന്നു, എൻവയോൺമെന്റ് വ്യക്തിത്വത്തെ എങ്ങനെ ബാധിക്കുന്നു, എൻവയോൺമെന്റിലെ മാറ്റങ്ങൾ എങ്ങനെ നിയന്ത്രിക്കാൻ പറ്റും, നമ്മളെ എൻവയോൺമെന്റ് നമ്മൾ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യണം, അങ്ങനെ തുടങ്ങുന്ന കുറെ കാര്യങ്ങൾ. മറ്റൊന്ന് ക്ലിനിക്കൽ സൈക്കോളജി, രസകരമായ സാധനം. ഇതിൽ സൈക്കോളജിയിലെ കോർ കിടക്കുന്നത് അവിടെയാണ്, ക്ലിനിക്കൽ സൈക്കോളജി. അതായത് മാനസിക രോഗങ്ങളും മാനസിക വൈകല്യങ്ങളും മാനസിക പിരിമുറുക്കങ്ങളും പ്രയാസങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുന്നത്. അപ്പോ സ്വഭാവത്തെ കുറിച്ച് പഠിക്കുന്നെങ്കിലും എന്താണ് ഈ സ്വഭാവം, ഏതാ സ്വീകാര്യമായ സ്വഭാവം? സ്വീകാര്യമായ കുറെ കാര്യങ്ങളുണ്ടെങ്കിൽ പറ്റാത്തുണ്ടാവില്ല. അപ്പൊ അതൊരു അബ്നോർമൽ ബിഹേവിയർ, അപ്പൊ അതിനെ കുറിച്ച് പഠിക്കണം, അബ്നോർമൽ സൈക്കോളജി. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ മനുഷ്യരുടെ സ്വഭാവം, ഉദാഹരണം എടുത്ത് നോക്കുക, നമ്മൾ പ്രശ്നങ്ങൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉണ്ടാവും. ആൾക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ പെരുമാറ്റ സുഖം ഉണ്ടാവില്ല. അത് ചെറിയ കുറ്റവും ഉണ്ടാകാം. അപ്പൊ അത് ഇങ്ങനെയാണ് ചൈൽഡ്ഹുഡ് ഡിസോർഡേഴ്സ് ഉണ്ടാകും, ADHD, ധാരാളം കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇപ്പൊ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് എടുക്കുകയാണെങ്കിൽ തന്നെ മാനസിക വൈകല്യങ്ങളിലേക്ക് പോകുന്ന സ്കീസോഫ്രീനിയ, സ്കീസോയിഡ്, സ്കീസോടൈപ്പൽ, പാരനോയിഡ്, ഇങ്ങനെ തുടങ്ങുന്ന കുറെ സാധനങ്ങൾ നമുക്ക് പഠിക്കാണ്ട്. ഇനി അതല്ല, അത്ര കണ്ട് പോയിട്ടില്ല, കുറച്ചൊരു ചെറിയ ഇങ്ങനെ ചില സംശയം ഇതൊക്കെ ഉണ്ടാവില്ലേ, എന്താ പറയാ, വൈകാരികമായിട്ടുണ്ടാകുന്ന ന്യൂറോട്ടിക്, പെട്ടെന്ന് ദേഷ്യം പിടിക്കുക, പെട്ടെന്ന് തണുക്കുക, പെട്ടെന്ന് ആൾ കോലം മാറുക, പെരുമാറുക, ഇതെന്താ ഇവനെ നമുക്ക് നമ്പാൻ പറ്റൂലല്ലോ എന്നൊക്കെ പറഞ്ഞ് അതിനെ നമ്മൾ പറയുന്നതാണ് എന്താ പറയാ, ഈ പെട്ടെന്ന് ബൈപോളാർ ഡിസോർഡർ എന്ന് പറയും. കൂട്ടത്തിൽ ഇങ്ങനെ സംസാരിച്ച് പെട്ടെന്ന് ദേഷ്യം പിടിച്ചിട്ട് ആകെ ഇതാവില്ലേ, ബൈപോളാർ എന്ന് പറയാം. ആള് ഭയങ്കര അഗ്രസീവ് ആവും, ചില സമയത്ത് തണുത്തവിടെ കിടക്കും, ഡിപ്രസീവ് ആവും, ഭയങ്കര അഗ്രസീവ് ആവുമ്പോൾ ഭയങ്കര മാനിയാക്കി പലതും അവൻ ചെയ്തുകൊണ്ടിരിക്കും. തണുത്തു കഴിഞ്ഞാലോ ഡിപ്രസീവ് ആയിരിക്കും, എന്ത് പറഞ്ഞാലും കുന്നു വിളിക്കാലും കുഞ്ഞാത്തുലിമുല പറഞ്ഞാൽ ഇങ്ങനെ ഒതുങ്ങിക്കും. അപ്പൊ ഇങ്ങനെ ആള് മാറും. എന്തുകൊണ്ട് ഇത് മാറും, എങ്ങനെ ഉണ്ടായി, ഇതെങ്ങനെ പരിഹരിക്കാം, ബൈപോളാർ. അങ്ങനെ തുടങ്ങുന്ന ധാരാളം കാര്യങ്ങൾ. രോഗങ്ങളെ കുറിച്ച് പഠിക്കുന്നതാണ്. OCD എന്ന് കേട്ടില്ലേ, ആള് ഭയങ്കര വിശ്വാസം എന്നൊക്കെ പറയും നമ്മൾ മുസ്ലിംസ് ഒക്കെ ആണെങ്കിൽ. OCD എന്താണ്? OCD ഉള്ള ആൾക്കാർ വ്യക്തിത്വത്തിൽ ഉണ്ടാവും. അപ്പൊ OCPD അങ്ങനെ തുടങ്ങുന്ന ഇതൊക്കെ പഠിക്കും. കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ അത്ര സ്ട്രോങ് അല്ല, എന്നാലും നല്ല രസകരമായ സാധനം. കൗൺസിലിംഗ് കേട്ടിട്ടുണ്ടാവില്ലേ? എവിടെ പോയാൽ ഞാൻ ഡോക്ടറെ കാണാൻ വരുന്നതിന് മരുന്ന് വാങ്ങാൻ, ആ ഡോക്ടറെ കണ്ട് സംസാരിക്കുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടാവും. അതൊരു കൗൺസിലിംഗ് ആണ്. മെഡിസിൻ തരുന്നു എന്ന് പറയുമ്പോഴേക്കും ലെവല് മാറി. അത് സൈക്യാട്രിസ്റ്റ് ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾ അതായിരിക്കില്ല, കാരണം നിങ്ങൾ MBBS കഴിഞ്ഞിട്ട് പോകുമ്പോഴാണ്, MBBS കഴിഞ്ഞ് സൈക്കോളജി ഒക്കെ പഠിക്കുമ്പോൾ അവർ സൈക്യാട്രി ആവും. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. മാനസിക രോഗങ്ങൾ കൂടുതൽ ക്ലിനിക്കൽ വിഭാഗം നല്ലോണം പഠിച്ച് MPhilഉം PhDയും RCA എന്നൊരു ബോഡി ഉണ്ട്, റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ, അവരുടെ ലൈസൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആവും. മനസ്സിലായി? അതല്ലാതെ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ആകുമ്പോൾ നിങ്ങൾ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്, നമുക്കതേ പറ്റുള്ളൂ. നമ്മൾ എത്ര വലുതായാലും കൺസൾട്ടന്റ് അല്ലെങ്കിൽ കൗൺസിലിംഗ്, അതിന്റെ അപ്പുറത്തേക്ക് പോകില്ല. ക്ലിനിക്കിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾ ഈ കോഴ്സ് കഴിഞ്ഞ് ഇതിൽ PG ചെയ്ത് പിന്നെ MPhil ചെയ്ത് ഒന്നെങ്കിൽ RCയുടെ ലൈസൻസ് അല്ലെങ്കിൽ IGNO തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന മറ്റൊരു സാധനം പിന്നീട് ചെയ്തിരിക്കേണ്ട, 5 വർഷം കഴിഞ്ഞ് എടുക്കേണ്ടതാണ്. അങ്ങനെ ആകുമ്പോഴാണ് നിങ്ങൾ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആവും. എന്നാൽ മെഡിസിൻ ഒക്കെ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ പോകുമ്പോൾ അത് സൈക്യാട്രി ആവും. അപ്പൊ MBBS കഴിഞ്ഞിട്ട് പോകും, അതല്ല ക്ലിനിക്കൽ. കൗൺസിലിംഗ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ ചെറിയ വിഷയം. ഉദാഹരണം, നിങ്ങൾക്ക് ഇപ്പോ ആകെ ടെൻസ്ഡ് ആണ്, എന്താ ചെയ്യുക, IGNOക്ക് രജിസ്റ്റർ ചെയ്ത് മെറ്റീരിയൽ വന്നിട്ടില്ല, അസൈൻമെന്റ് വന്നിട്ടില്ല, ഇനി എപ്പോ പരീക്ഷയാണ്, അങ്ങനെ കൺഫ്യൂഷൻ ആയിരിക്കുന്ന അവസ്ഥ ഉണ്ടാവില്ല. അവിടെ ഒന്ന് കൗൺസിലിംഗ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല, അത്ര പേടിക്കേണ്ട കേസൊന്നുമില്ല. എന്താ സംഭവിക്കുക, ഏറി വന്ന് നമുക്ക് പരീക്ഷ എഴുതാൻ പറ്റൂല എന്നല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഭൂമി മറിയുന്നില്ലല്ലോ. ഒരു കാര്യം ചെയ്യാം, നീ എല്ലാം കൂടി പഠിക്കണ്ട, ഒരു 3 മാത്രം പഠിച്ചോ, ബാക്കി പിന്നെ നമുക്ക് പിന്നീട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ആളെ സമാധാനിപ്പിച്ച് അയാൾക്കൊരു ശ്വാസം നൽകി, ഒരു ആശ്വാസമൊക്കെ നൽകി, അങ്ങനെ തണുപ്പിച്ചു കൊണ്ടുള്ള പരിപാടിയിൽ കൗൺസിലിംഗ്. അത് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മളെ വീട്ടിലെ ഉമ്മമാരും 1-ാം നമ്പർ കൗൺസിലേഴ്സ് ആണ്. അതല്ലാത്തതുകൊണ്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഓക്കെ, അടുത്തത് ഓർഗനൈസേഷണൽ സൈക്കോളജി അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ബിഹേവിയർ. ഒരു കമ്പനി എടുത്തു കഴിഞ്ഞാൽ പല ആൾക്കാരുണ്ടാവും. ഒരു സ്കൂൾ എടുത്തു കഴിഞ്ഞാൽ പല ആൾക്കാരുണ്ടാവും. സ്കൂളിലേക്ക് പോയി കഴിഞ്ഞാൽ +2 ആകുമ്പോൾ പ്രിൻസിപ്പാൾ ഉണ്ടാവും, അതിന് കീഴ്പോട്ട് വരുമ്പോൾ ഹെഡ് മാസ്റ്റർ ഉണ്ടാവും, പിന്നെ ഹെഡ് ഓഫ് സെക്ഷൻ ഉണ്ടാകും, പിന്നെ ക്ലാസ് ടീച്ചേഴ്സ് ഉണ്ടാവും, ധാരാളം ടീച്ചേഴ്സ് ഉണ്ടാവും, സ്റ്റുഡൻസ് ഉണ്ടാകും. അതല്ലാത്ത പല കാറ്റഗറികൾ ഈ ആൾക്കാരുടെ അടിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ പരിഹരിക്കാൻ നല്ല കഴിവുള്ള ഒരു ബിഹേവിയർ സൈക്കോളജി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ സൈക്കോളജി കഴിഞ്ഞാൽ ഒരാൾക്ക് അടിപൊളിയായിട്ട് നടത്താൻ പറ്റും. വലിയൊരു കമ്പനി എടുത്തു കഴിഞ്ഞാൽ CEO കഴിഞ്ഞാൽ അതിന്റെ CTO, CPO, CFO എന്ന് പറഞ്ഞ പല കാറ്റഗറി ഉണ്ടാവും. ഈ കമ്പനിയിലെ പല പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ ഓർഗനൈസേഷൻ സൈക്കോളജി അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സൈക്കോളജി കഴിഞ്ഞ ആൾക്കാർക്ക് അടിപൊളി ചെയ്യാൻ പറ്റും.
ഇതൊക്കെയാണ് നമ്മൾ ഇതിൽ പഠിക്കാൻ പോകുക. അപ്പൊ ഈ BFPC എന്ന് പറഞ്ഞാൽ വിശാലമായ വലിയൊരു കടലാണ്. അതിന്റെ ഒരു കരയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകണം കേട്ടോ. എന്തായിരുന്നാലും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ കുറിച്ച് മനസ്സിലാക്കാം, നിങ്ങളുടെ സ്വഭാവത്തെ കുറിച്ച് മനസ്സിലാക്കാം, നിങ്ങളുടെ വിചാരങ്ങളെ കുറിച്ച് മനസ്സിലാക്കാം, വീട്ടിലുള്ളവരുടെ പെരുമാറ്റത്തെ കുറിച്ച് മനസ്സിലാക്കാം, ക്ലാസ്സിൽ ഒപ്പം പഠിക്കുന്നവരെ കുറിച്ച് മനസ്സിലാക്കാം, അയൽവാസികളെ കുറിച്ച് മനസ്സിലാക്കാം, മറ്റു സമുദായത്തെയും സമൂഹത്തെയും കുറിച്ച് മനസ്സിലാക്കാം. അങ്ങനെ മനസ്സിലാക്കി തിരുത്തേണ്ടത് അറിഞ്ഞുകൊണ്ട് തിരുത്താം. അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു വലിയൊരു ഫീൽഡാണ് സൈക്കോളജി. അതിലെ ഒരു പുതിയൊരു പ്രൊജക്റ്റിലാണ്, പ്രോഗ്രാമിലാണ് നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിനെ കുറിച്ചൊന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ 4 വർഷത്തെ ഈ കോഴ്സിന്റെ പ്രത്യേകത, അതായത് ഇപ്പൊ നമ്മൾ 2020 NAP അനുസരിച്ച് കൊണ്ടുവന്ന നിങ്ങളിപ്പോ ചെയ്യാൻ പോകുന്ന ഈ പ്രോഗ്രാമിന്റെ പ്രത്യേകതയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒന്ന്, ഈ പ്രോഗ്രാമിന്റെ പ്രത്യേകത വെച്ചാൽ മറ്റുള്ള കോഴ്സിന് വ്യത്യാസമായിട്ട് ഒന്ന് ലേണർ സെന്റേഡ് അപ്രോച്ചാണ്. ലേണർ സെന്റേഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ B.Ed ഒക്കെ ചെയ്തവരാണെങ്കിൽ അറിയാൻ പറ്റും. സ്റ്റുഡന്റ് സെന്റേഡ് എന്ന് പറയും. സ്റ്റുഡന്റ് സെന്റേഡ്, കുട്ടികൾക്കാണ് ഇവിടെ പ്രാധാന്യം. ഇഗ്നോയിൽ പഠിക്കുന്ന കുട്ടിക്ക് പ്രാധാന്യം. അതായത് കുട്ടിയാണ് തീരുമാനിക്കേണ്ടത് ഞാൻ എന്തെല്ലാം പഠിക്കണം. നിങ്ങൾക്ക് ഇപ്പൊ ഈ വർഷം 8 പേപ്പർ ഉണ്ടെന്ന് വിചാരിക്കുക. 8ഉം എഴുതണോ എഴുതണ്ടേ, ഏത് എപ്പോ എഴുതണം, എങ്ങനെ എഴുതണം, എന്ത് പഠിക്കണം, ഏത് രീതിയിൽ പഠിക്കണം ഒക്കെ തീരുമാനിക്കുന്നത് നിങ്ങളാണ്. സ്റ്റുഡന്റിനാണ് പ്രാധാന്യം. ഓൻ ഇഷ്ടമുള്ള സാധനം തിരഞ്ഞെടുക്കാനും ഇഷ്ടമുള്ള സമയത്ത് പഠിക്കാനും ഇഷ്ടമുള്ള സമയത്ത് ചെയ്യാനൊക്കെയുള്ള ഭയങ്കര അധികാരം ടീച്ചേഴ്സ് ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും, നിങ്ങൾ ഇങ്ങനെ സ്റ്റുഡൻസ്. അപ്പൊ അതിന്റെ വേഗതയും സ്പീഡും എങ്ങനെ ഏത് രീതിയൊക്കെ നിങ്ങളെ തീരുമാനിക്കുന്നു. രണ്ടാമത്തെ ഇതിന്റെ പ്രത്യേകത ഈ ഒരു സിസ്റ്റം, ക്രെഡിറ്റ് സിസ്റ്റം. ക്രെഡിറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇത്ര മണിക്കൂർ പഠിക്കുമ്പോൾ അതൊരു ക്രെഡിറ്റ് ആവും. മനസ്സിലായി? അതായത് ഒരു 30 മണിക്കൂർ പഠിക്കുമ്പോൾ ഒരു ക്രെഡിറ്റ് ആണ്. ഇപ്പൊ നിങ്ങൾ പഠിച്ചില്ല എന്ന് വിചാരിച്ചാൽ ഇതൊക്കെ ഒരു പഠനമായിട്ട് കൂട്ടും. ഇഗ്നോയിൽ ചേർന്ന് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളും ഈ പുസ്തകം വായിക്കലും യൂട്യൂബ് വീഡിയോസ് കാണലും പ്രാക്ടിക്കലിന് പോലും ഇന്റേൺഷിപ്പ് ചെയ്യലൊക്കെ മണിക്കൂറുകളാണ്. അങ്ങനെ ഒരു 30 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഒരു ക്രെഡിറ്റ് ആണ്. ജസ്റ്റ് കോൺസെപ്റ്റ് മനസ്സിലാക്കി അതൊന്നും പരീക്ഷയ്ക്കുള്ളല്ല, ഒരു ക്രെഡിറ്റ് ആണ്. അങ്ങനെ പറഞ്ഞാൽ നിങ്ങളിപ്പോ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന 101 എന്നൊരു പേപ്പർ ഉണ്ട്, ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി എന്ന് പറയും, BPCC 101. അതിന് നിങ്ങൾക്ക് 4 ക്രെഡിറ്റ് ആണ്. 4 ക്രെഡിറ്റ് പ്ലസ് 2 ക്രെഡിറ്റ്. 2 ക്രെഡിറ്റ് പ്രാക്ടിക്കലാണ്. അത് JDT എന്ന് പറയുന്ന സമയത്താണ് ചെയ്യാനുള്ളത്. അതേ പ്ലസ് 4 ക്രെഡിറ്റ് നിങ്ങൾ തിയറി ആയിട്ട് പഠിക്കണം. അതായത് ആ മെറ്റീരിയൽ ഡൗൺലോഡ് ചെയ്തു അത് വായിച്ചു മനസ്സിലാക്കി അതുമായി ബന്ധപ്പെട്ട യൂട്യൂബ് വീഡിയോസ്, ഇപ്പൊ നമ്മളെ ക്ലാസ്സാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്തെങ്കിൽ ആ ക്ലാസ്സുകളൊക്കെ കേട്ടു പോകും. അങ്ങനെ ആകുമ്പോൾ എന്തായി, നിങ്ങൾ ആ ക്രെഡിറ്റ് പൂർത്തീകരിച്ചു. ഒരു പേപ്പറിന്റെ അറിഞ്ഞിട്ടോ. അതേമാതിരി ഓരോ പേപ്പറിനും അവർ വെച്ച് ടോട്ടൽ ഇത്ര ക്രെഡിറ്റ് എന്ന് പറയും. അപ്പൊ ക്രെഡിറ്റ് സിസ്റ്റത്തിൽ അത് പോകുന്നത്. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ 3 വർഷം കൊണ്ട് 180 ഒരു സ്റ്റഡി അവേഴ്സ് നിങ്ങൾ പഠിക്കണം. അതൊക്കെയാണ് അതിന്റെ രൂപങ്ങൾ. ഒരു വർഷത്തേക്ക് കിട്ടും നമുക്ക് മനസ്സിലാക്കാം. പിന്നെ അതിന്റെ മറ്റൊരു പ്രത്യേകത ഡ്യൂറേഷൻ. ഈ ഒരു കോഴ്സിന്റെ പ്രത്യേകത പറഞ്ഞാൽ ഡ്യൂറേഷൻ. അതായത് 3 വർഷത്തെ കോഴ്സാന്ന് പറഞ്ഞല്ലോ. 1 വർഷം കൊണ്ട് നിങ്ങൾക്ക് നിർത്താം. ഇത് ശരിയാവില്ല, നമ്മൾ കരുതിയ മാതിരിയൊന്നുമല്ല. അപ്പൊ പപ്പടം പോലെയല്ല പഴം എന്ന് പറഞ്ഞാൽ ഇത് കരുതിയമല്ല, ഭയങ്കര റിസ്ക് ആണ്. അങ്ങനെയൊക്കെ തോന്നി 1 വർഷം കൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് എക്സിറ്റ് അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ട്. പക്ഷെ കണ്ടീഷൻ, 1 വർഷത്തിലെ ഫസ്റ്റ് സെമസ്റ്ററിൽ പേപ്പർ ഇതും പിന്നെ ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിർത്താം. ഫസ്റ്റ് സെമസ്റ്റർ, സെക്കൻഡ് സെമസ്റ്റർ, 2 സെമസ്റ്റർ കൂടി കൂട്ടിയിട്ട് 120 മണിക്കൂർ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതും അതിനോടനുബന്ധിച്ച് ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ വെച്ച് നിർത്തിയാൽ നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് ഇൻ സൈക്കോളജി. എന്നാൽ അവിടെ നിർത്താതെ 2 വർഷം, ഫസ്റ്റ് ഇയർ അതിലെ ഫസ്റ്റ് സെമസ്റ്ററും സെക്കൻഡ് സെമസ്റ്ററും, സെക്കൻഡ് ഇയറിലെ 3rd സെമസ്റ്ററും 4th സെമസ്റ്ററും, ഇതിന്റെ പേപ്പറുകളും അതിനോടനുബന്ധ പേപ്പറുകളൊക്കെ പൂർത്തീകരിച്ച് അത്രയും മണിക്കൂറുകൾ, അത്രയും ക്രെഡിറ്റ് നിങ്ങൾ പൂർത്തീകരിച്ചാൽ പിന്നെ നിർത്താം. കല്യാണം കഴിഞ്ഞു അല്ലെങ്കിൽ വേറെ എന്തൊക്കെ ഗൾഫിൽ പോയി ഇതിന്റെ കണക്ഷൻ വിട്ട് നിർത്താൻ തീരുമാനിച്ചാൽ നിങ്ങൾക്ക് അപ്പ് എക്സിറ്റ് ആകാം. അപ്പൊ നിങ്ങൾക്ക് കിട്ടുക ഡിപ്ലോമ. 2 വർഷം പൂർത്തീകരിച്ച് ഡിപ്ലോമ ഇൻ BFPC കിട്ടും. 3 വർഷം പൂർത്തീകരിച്ചാൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും. ഇതാണ് അതിന്റെ രീതി. അപ്പം നിങ്ങൾക്ക് 3 വർഷം കൊണ്ട് പൂർത്തീകരിക്കേണ്ടതാണ്. പക്ഷെ എത്ര വരെ പോകാം? 6 വർഷം വരെ പോകാം. പിന്നെ ഇതിലെ മറ്റൊരു പ്രത്യേകത വെച്ചാല് മേജർ എന്ന് പറഞ്ഞൊരു ഉണ്ട്. ഇപ്പൊ നിങ്ങൾ പഠിച്ച BFPC ആകുമ്പോൾ മേജർ നിങ്ങളുടെ സൈക്കോളജിയാണ്. ഓക്കെ, അതിൽ നിങ്ങൾക്ക് ഇൻഡെപ്ത് നോളജ് ഉണ്ടായിരിക്കും. ഹലോ,
സോറി, നെറ്റ് ഒന്ന് ഡിസ്കണക്ട് ആയി പോയതാട്ടോ. ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നില്ല, നെറ്റ് കട്ടായതെന്ന് തോന്നുന്നു. റിയലി സോറി, എന്തോ സംഭവിച്ചാണ്, നെറ്റ് ഡിസ്കണക്ട് ആയെന്ന് തോന്നുന്നുണ്ട്. ഏതായാലും കേൾക്കുന്നുണ്ടല്ലേ? ഇപ്പോ നമ്മളിവിടെ ഒരു ഇതിലൂടെ ഒന്ന് കാണിച്ചിരുന്നില്ലേ? ഓക്കെ, ഒരു മിനിറ്റ് കേട്ടോ, ഞാൻ മറ്റേ അപ്പൊ നിങ്ങൾക്ക് വീഡിയോ കാണിക്കാൻ പറ്റില്ല, നെറ്റ് കണക്ട് ആകുന്നില്ല. ഓക്കെ, നോക്കട്ടെ, ഇവിടെയും കൂടി ജോയിൻ ചെയ്യാൻ പറ്റും. ഇപ്പൊ കാണുന്നുണ്ടോ? ഓക്കെ. അപ്പോ നിങ്ങൾക്ക് ഇതില് ഈ സബ്ജക്ട്, നിങ്ങളുടെ മെയിൻ സബ്ജക്റ്റ് ആയ സൈക്കോളജി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ സൈക്കോളജി അല്ലാത്ത കുറച്ച് വിഷയം കൂടി പഠിക്കാൻ പറ്റും എന്നാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ അല്ലേ? കേൾക്കുന്നുണ്ടോ? ഓക്കെ, യെസ്, വെരി ഗുഡ്. ഇൻഡെപ്ത് നോളജ് ഉണ്ടാകുന്നതിൽ നിങ്ങൾ ഏതാണോ എടുത്തത്, ഇപ്പൊ നിങ്ങൾ സൈക്കോളജി ആയതുകൊണ്ട് സൈക്കോളജിയിൽ നിങ്ങൾക്ക് മറ്റു കുട്ടികൾ പഠിക്കുന്നത് പോലെ ഏകദേശം അതിന് സമാനമായ ഇൻഡെപ്ത് നോളജ് ഉണ്ടാകും. ഓക്കെ, അതോടുകൂടെ നിങ്ങൾ പ്രാക്ടിക്കലും ചെയ്യേണ്ടതുണ്ട്. ട്യൂട്ടോറിയൽ പ്രാക്ടിക്കൽസ് എന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്ക് സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഒക്കെ ആകുന്ന സമയത്ത് JDT നിർദ്ദേശങ്ങൾ കിട്ടുന്നതനുസരിച്ച് നിങ്ങൾ പങ്കെടുത്ത് ചെയ്യേണ്ടതാണ്. അതിന് ഇത്ര മണിക്കൂർ ചെലവഴിക്കാനുണ്ടാകും, ക്ലാസ് കേൾക്കാനുണ്ടാകും, അവർ ചില കാര്യങ്ങൾ പറഞ്ഞുതരും, അത് അതേമാതിരി ചെയ്യേണ്ടതുണ്ട്. പിന്നെ ഗ്രൂപ്പായിട്ട് നിങ്ങൾക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് പ്രത്യേകിച്ചും പഠിപ്പിക്കാനുണ്ടാവും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഓപ്ഷൻസ് ആണ്. ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് 40 ക്രെഡിറ്റ്, ഒരു ക്രെഡിറ്റ് പറഞ്ഞാൽ 30 മണിക്കൂറാണ്. അങ്ങനെ വരുമ്പോൾ ഒരു 40 ക്രെഡിറ്റ് 120 മണിക്കൂറോളം നിങ്ങൾ പഠിക്കാനുണ്ട്. പേടിക്കാനൊന്നുമില്ല. നമുക്കത് 1 മണിക്കൂർ കൊണ്ട് ഒരു യൂണിറ്റ് എന്ന രീതിയിൽ നിങ്ങൾക്ക് ഇപ്പൊ ഫസ്റ്റ് പേപ്പർ 101 ഒരു 10 യൂണിറ്റ് ആണെന്ന് വിചാരിക്കുക, 10 ചാപ്റ്റർ ആണെന്ന് വിചാരിക്കുക, 10 മണിക്കൂർ കൊണ്ട് പഠിക്കാവുന്നതാണ്. അതായത് ഞാനിപ്പോ MA സൈക്കോളജി കഴിഞ്ഞതുകൊണ്ട് തന്നെ അതിലെ പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് പ്രധാനപ്പെട്ട പോയിന്റുകളും അതിൽ അറിയേണ്ട കാര്യങ്ങളും തിയറിയൊക്കെ എനിക്ക് ശരിക്കും ഭംഗിയായിട്ട് പറഞ്ഞുതരാം. സൈക്കോളജിന്റെ കാര്യം അങ്ങനെ നിങ്ങൾ ആ ക്ലാസ് കേട്ട് നിങ്ങൾ ആ മെറ്റീരിയലുടെ പ്രധാനപ്പെട്ട ഭാഗം നോക്കി, ക്ലാസ് കേൾക്കാൻ പറ്റാത്തവർക്ക് യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ട് അതൊന്നും ഒരു ഏകദേശം ഐഡിയ ഉണ്ടാക്കി എക്സാം സമയത്ത് പോയിന്റുകൾ മാത്രം മനസ്സിലാക്കണം. ഒന്നാകെ പഠിച്ച പരീക്ഷ എഴുതാൻ കഴിയില്ല, അനുഭവിച്ച് പറയാണ്. മൊത്തത്തിൽ നിങ്ങൾ ക്ലാസ് കേട്ട് വിഷയത്തെ കുറിച്ച് നല്ല ധാരണ ഉണ്ടാവണം. ക്ലാസ് മാത്രമല്ല, സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് എന്തുണ്ടെങ്കിൽ അതൊക്കെ വായിച്ചു മനസ്സിലാക്കുന്ന നന്നാകും. യൂട്യൂബിൽ ഇഷ്ടം പോലെ വീഡിയോസ് ഉണ്ടാകും, അതൊക്കെ മനസ്സിലാക്കാം. പക്ഷെ അതൊന്നും നിങ്ങളെ പരീക്ഷയിൽ സഹായിക്കില്ല. പരീക്ഷയ്ക്ക് എന്ത് ചെയ്യണം? പോയിന്റുകൾ തന്നെ പഠിക്കണം. കാരണം പിൻ പോയിന്റ് ആയിട്ട് എഴുതാൻ കഴിഞ്ഞാൽ മാത്രമേ മാർക്ക് കിട്ടുള്ളൂ. എന്നാൽ മാർക്ക് കിട്ടണമെങ്കിൽ നമുക്ക് ഇതിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാവും. അപ്പോൾ ക്ലാസ് നിങ്ങൾ ഏതെങ്കിലും ഒരു ട്യൂട്ടോറിയൽ ഇതിൽ സ്ഥാപനത്തിൽ ചേർന്നവരാണെങ്കിൽ അങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. ഒന്നും ചേർന്നിട്ടില്ലെങ്കിൽ നമുക്ക് എന്റെ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതിന്റെ ഡീറ്റെയിൽ നമുക്ക് പറയാം. ക്ലാസ് നല്ലോണം കേൾക്കുക, 2-3 പ്രാവശ്യം കേൾക്കുക. കാരണം നിങ്ങൾക്ക് സൈക്കോളജി ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവരാണ്, കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും. പക്ഷെ കോൺസെപ്റ്റ് മനസ്സിലായി ക്ലാരിറ്റി ഉണ്ടെങ്കിൽ സെക്കൻഡ് ഇയറും തേർഡ് ഇയറും നിങ്ങൾ എൻജോയ് ചെയ്ത് പഠിക്കും. ഇല്ലാണ്ടെങ്കിലോ വണ്ടി എങ്ങനെ ഞാൻ ഈ വണ്ടി കയറി എന്നൊക്കെ തോന്നും. അപ്പൊ അതില്ലായിരിക്കാൻ വേണ്ടിയാണ് തുടക്കത്തിലേ പറയുന്നത്. ഓൾറെഡി നമ്മൾ 6 മന്ത് ഡിലേ ആണ്. നിങ്ങളല്ല, എല്ലാവരും, ഒരാൾ മാത്രമല്ല, എല്ലാവരും. ഇതിനൊരു സിസ്റ്റം അതാണ്. അപ്പൊ നിങ്ങൾക്ക് ഫസ്റ്റ് സെമസ്റ്ററിൽ ഫസ്റ്റ് ഇയറിൽ 2 സെമസ്റ്റർ ഉള്ളത് 20 ക്രെഡിറ്റ് വീതം 40 ക്രെഡിറ്റ് ആണ്. അതോടൊപ്പം വേറെ ഒരു ഇതുണ്ട്, വൊക്കേഷണൽ സബ്ജക്ട്, അത് 4 ക്രെഡിറ്റ്. അതെല്ലാം കൂടി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും. അതായത് ആ സമയത്ത് നിങ്ങൾ 40+4 44 ക്രെഡിറ്റുകൾ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും. എന്നാൽ സെക്കൻഡ് ഇയറിലേക്ക് വന്നാൽ സെമസ്റ്റർ 3ഉം 4ഉം ആണ്. അങ്ങനെ വരുമ്പോ നേരത്തെ 40, പിന്നെ ഈ വർഷത്തെ 40, 80 ക്രെഡിറ്റ് ആയി. പ്ലസ് ഇതിൽ തന്നെ ഒരു വൊക്കേഷണൽ കോഴ്സ് ഉണ്ടായിരിക്കും.
ഓക്കെ, അതൊരു 4 ക്രെഡിറ്റ് ആണ്. ഇതെല്ലാം കൂടി 2 വർഷം നിങ്ങൾ അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വെറും പഠിച്ചാൽ പോരാ, അസൈൻമെന്റ് ചെയ്താണ്ട് പ്രാക്ടിക്കൽസ് ചെയ്യാണ്ട് അഥവാ ട്യൂട്ടോറിയൽ പങ്കെടുക്കാണ്ട് അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് നിങ്ങൾക്ക് നിർത്തി പോകാൻ തോന്നുകയാണെങ്കിൽ ഒരു ഡിപ്ലോമ കിട്ടും. 3-ാമത്തെ വർഷം, അതായത് സെമസ്റ്റർ 5ഉം 6ഉം അതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നേരത്തെ ആദ്യത്തെ 40ഉം പിറ്റത്തെ 40ഉം പിന്നെ ഒരു 40 ഇവിടെ, അപ്പൊ 120 ക്രെഡിറ്റ് ആയി ടോട്ടൽ. 120 ക്രെഡിറ്റ് പൂർത്തീകരിച്ചു. 120 ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ അത്രയും തിയറി പേപ്പറും അതിന്റെ പ്രാക്ടിക്കൽസും അതിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഡിഗ്രി കിട്ടും. നിങ്ങളുടെ മേജർ സൈക്കോളജിയാണ്, BA FPC ആയതുകൊണ്ട് മേജർ സൈക്കോളജിയാണ്. അപ്പൊ സൈക്കോളജി മേജർ ആയിട്ട് അതിന്റെ കൂട്ടത്തിൽ കുറെ അധിക സാധനങ്ങളൊക്കെ പഠിച്ചുകൊണ്ട് അതിന്റെ ഒരു ഡിഗ്രി കിട്ടും. ഇപ്പൊ നിങ്ങളിപ്പോ കയ്യിലുള്ള പ്രോഗ്രാം ഗൈഡൻസ് അത്രേ പറയുന്നുള്ളൂ. അതിന് ശേഷം ഇതിനെ കുറിച്ച് പിന്നെ പറയും. അതായത് ഈ പിന്നീട് ഒരു 4 വർഷം കൂടി നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ ടോട്ടൽ 160 മണിക്കൂർ ക്രെഡിറ്റ്, അതായത് 160 ക്രെഡിറ്റ് പൂർത്തീകരിച്ചു. 160 ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ അതേ 30 മണിക്കൂറാണ്. അത്രയും മണിക്കൂർ നിങ്ങൾ ഈ വിഷയം പഠിച്ചു. അതുകൊണ്ട് ഡിഗ്രി വിത്ത് ഓണേഴ്സ് സൈക്കോളജി നിങ്ങൾക്ക് കിട്ടും. ഇതാണ് ഇതിന്റെ ഒരു ഹിസ്റ്ററി അല്ലെങ്കിൽ ഇതിന്റെ ക്രോണോളജി. ഇത് ക്ലിയർ ആയിട്ടുണ്ടോ? ഓക്കെ, 4-ാമത്തെ വർഷത്തെ കുറിച്ച് നിങ്ങളുടെ ഈ പ്രോഗ്രാം ഗൈഡിൽ പറയുന്നില്ല. എമക്കും ഐഡിയ അല്ല. ഞാൻ പലവരോട് അന്വേഷിച്ചു, അവരൊക്കെ പറഞ്ഞത് തുടങ്ങിയിട്ടുള്ളതിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ തന്നെ വെക്കേണ്ടുള്ളൂ. ഇപ്പൊ അതിനെ കുറിച്ച് വലിയ പറയണ്ട. നിങ്ങൾ ഇപ്പോൾ പഠിക്കേണ്ടത് ഈ കഴിഞ്ഞ 6 മന്തിലുള്ളതും ഇനി അങ്ങോട്ട് 6 മന്തിലുമുള്ള ഫസ്റ്റ് ഇയറിന്റെ പേപ്പറിനെ കുറിച്ച് മാത്രം ചിന്തിക്കുക. അതിൽ നിങ്ങൾക്ക് എല്ലാം കൂടി എഴുതാൻ പറ്റുന്നില്ലെങ്കിൽ അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട. 8ഉം കൂടി എങ്ങനെ എഴുതി തീർക്കുന്നൊന്നും വേണ്ട. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചെയ്തു തീർക്കാൻ പറ്റുമെന്ന് ഉറപ്പുള്ള സാധനം മാത്രം സെലക്ട് ചെയ്യുക. ഏതാണോ പഠിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിന്റെ അസൈൻമെന്റ് നിർബന്ധമായിട്ട് എഴുതിയിരിക്കണം. അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്ത പേപ്പറിന് മാത്രമേ പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ. ക്ലിയർ ആയി പറയാം. 8 പേപ്പറാണ് നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ ഉള്ളത് എന്ന് വിചാരിച്ചോളൂ. ഫസ്റ്റ് സെമസ്റ്റർ, സെക്കൻഡ് സെമസ്റ്റർ 8. അപ്പൊ 8 പേപ്പറിന്റെയും അസൈൻമെന്റ് എഴുതിയാൽ മാത്രമേ ആ പരീക്ഷയ്ക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അസൈൻമെന്റ് ചിലപ്പോൾ വന്നിട്ടുണ്ടാവും, വെബ്സൈറ്റ് നോക്കി അറിയാൻ പറ്റുന്നില്ലെങ്കിൽ വരും. വന്നു കഴിഞ്ഞാൽ 1-ാമത്തെ അസൈൻമെന്റ് നിങ്ങൾ എഴുതണം. അതിന്റെ ടൈമിൽ സബ്മിറ്റ് ചെയ്യണം. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ എക്സാം അപ്ലൈ ചെയ്യാം. അപ്പൊ നിങ്ങൾ 8 കൂടി പഠിക്കാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ സെലക്ട് ചെയ്തപ്പോ 1, 4, 6, 7, 1, 4, 6, 7 ഇത് മാത്രമേ ചെയ്തു. അതിന്റെ അസൈൻമെന്റ് മാത്രമേ എഴുതിയാൽ മതി. അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തിട്ട് അതിന് മാത്രം എക്സാമിന് അപ്ലൈ ചെയ്യുക, എന്നിട്ട് പരീക്ഷ എഴുതാം. കേട്ടോ, ഫസ്റ്റ് പ്രാവശ്യം ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാം കൂടി കഴിയില്ലെങ്കിൽ വേണമെങ്കിൽ 1-2 പേപ്പർ സ്കിപ്പ് ചെയ്യാം. നിങ്ങളെ ഇഷ്ടമാണ്, ഞാൻ ഒന്നും പറയുന്നില്ല. അങ്ങനെ സ്കിപ്പ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ വീണ്ടും സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവസാനം എല്ലാം കൂടി എടുക്കാൻ പോകാത്താരി 5-ാം വർഷത്തേക്കും 6-ാം വർഷം കഴിഞ്ഞ് 7ഉം 8ലേക്കൊക്കെ പോകും. അപ്പം കഴിയില്ല, പൂർത്തീകരിക്കാൻ പറ്റാതെ. അതുകൊണ്ട് പരമാവധി നേരത്തെ തന്നെ പറയാം. ഈ കോഴ്സിനെ കുറിച്ച് പറയുന്നത് നിങ്ങൾ ഡെയിലി 5 മണിക്കൂറും ചെലവഴിക്കണം എന്നുള്ളതാണ്. ഈ പ്രോഗ്രാമിൽ കാണാം 5 മണിക്കൂർ നിങ്ങൾ ചെലവഴിക്കുന്നതാണ്. അതായത് അസൈൻമെന്റ് ചെയ്തലും വീഡിയോ കാണലും ക്ലാസ് നോട്ട്സ് ചെയ്തലും ഇതൊക്കെ പാടെ കൂട്ടിയിട്ട്. ഓക്കെ, ഇങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്താ പറയാ, കോഴ്സ് കാറ്റഗറിയെ കുറിച്ച് അടുത്തില്ലേ. ഇനി നമ്മൾ ഈ പ്രോഗ്രാമിന്റെ സ്ട്രക്ചർ ഒന്ന് മനസ്സിലാക്കാം. നമ്മൾ പറഞ്ഞല്ലോ 3 വർഷം കൊണ്ട് 120 ക്രെഡിറ്റ് എന്ന് പറഞ്ഞു. അതെങ്ങനെയാണ് വരുന്നത്? നിങ്ങൾക്ക് പഠിക്കാനുള്ള പേപ്പർ ഡിസിപ്ലിൻ സ്പെസിഫിക് കോർ എന്ന് പറയും. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സബ്ജക്ട് അതിന്റെ സ്പെസിഫിക് ആയി പഠിക്കണം. അതായത് സൈക്കോളജി. അതിൽ തന്നെ നിങ്ങൾക്ക് 60 ക്രെഡിറ്റ് ഉണ്ടാവും 3 വർഷത്തിനിടയിൽ. 20 60. അതായത് നിങ്ങൾ അതിൽ പഠിക്കുന്ന ഇൻഡെപ്ത് സ്റ്റഡി ഓഫ് സൈക്കോളജിയാണ്. സൈക്കോളജി പേപ്പേഴ്സ് മാത്രമാണ് പഠിക്കുന്നത്. നേരത്തെ പറഞ്ഞ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി എന്ന പേപ്പർ ഉണ്ടാകും ഫസ്റ്റ് സെമസ്റ്ററിൽ. സെക്കൻഡ് സെമസ്റ്ററിൽ 106 സോഷ്യൽ സൈക്കോളജി എന്ന പേപ്പർ പഠിക്കാണ്ടാവും, 2 ഓക്കെ. അങ്ങനെ മൊത്തത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, 6 പേപ്പർ പഠിക്കാം. നിങ്ങൾക്ക് PPT കാണാൻ പറ്റുന്നില്ല. PPT അല്ല വേർഡ് ഫയൽ. ഓ സോറി, ഞാനൊന്നും കൂടി ഷെയർ ചെയ്യാം. എന്തോ സംഭവിച്ചിട്ടുണ്ട്. എനിക്കത് കാണാൻ പറ്റുന്നുണ്ട്. അത് മെസ്സേജ് ഇട്ടവളായി കണ്ടത്. ചെറിയ അസൗകര്യങ്ങൾ ക്ഷമിക്കണേ. ഇപ്പൊ കാണുന്നുണ്ടോ? ഞാൻ ഒന്നുകൂടി എക്സിറ്റ് ചെയ്തിട്ട് വേണം. അതിന്റെ ആവശ്യമുണ്ടോ? ഞാൻ മെറ്റീരിയൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ അയച്ചെന്നാ പോരെ? അതാണ് വെറുതെ സമയം. ഓക്കെ, വെരി നമുക്ക് അങ്ങനെ പോകാം. അപ്പൊ നിങ്ങൾ ഇതിലൂടെ നിങ്ങൾ ആദ്യം 3 വർഷം കൊണ്ട് എന്ത് പറഞ്ഞു,
ഇല്ല. കോർ സബ്ജക്റ്റ് ആയിട്ട് 60 ക്രെഡിറ്റ് നിങ്ങൾ പഠിക്കാനുണ്ട്. 60 മണിക്കൂർ മെറ്റീരിയൽ വായിച്ച് പഠിക്കാനുണ്ട്. പേടിക്കാനൊന്നുമില്ല, അതൊക്കെ നമുക്ക് മാനേജബിൾ ആണ്. അതാണ് ഇഗ്നോയുടെ പ്രത്യേകത. അതായത് സൈക്കോളജി റിലേറ്റഡ് ആയ വിഷയങ്ങൾ മാത്രം. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വരുന്ന മൈനർ. ഈ സൈക്കോളജി എടുക്കുമ്പോൾ അതല്ലാത്ത വേറെ കുറെ ടോപ്പിക്കുകളിൽ നിന്ന് നിങ്ങൾ സെലക്ട് ചെയ്ത കുറെ സാധനങ്ങൾ, അതാണ് മൈനർ. അത് നിങ്ങൾക്ക് 24 ക്രെഡിറ്റ് പഠിക്കാനുണ്ട്. അതായത് 24 മണിക്കൂർ. ഉദാഹരണം, ചിലവർ എൻവയോൺമെന്റൽ സയൻസ് ആയിരിക്കും എടുത്തിട്ടുണ്ടാകുക, ചിലവർ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും എടുത്തിട്ടുണ്ടാകുക, ചിലവർ ഇംഗ്ലീഷ് ലാംഗ്വേജ് എടുത്തിട്ടുണ്ടാവും, ചിലവർ അങ്ങനെ അത് നിങ്ങൾ പേപ്പർ നോക്കിയാൽ പറയും. അതായത് സിംഗിൾ ഡിസിപ്ലിൻ ആയ സൈക്കോളജിന്റെ പുറത്ത് മറ്റു ടോപ്പിക്. ഉദാഹരണം, ചിലപ്പോൾ എന്റർപ്രണർഷിപ്പ് പറഞ്ഞ ഒരാൾ എടുത്തിട്ടുണ്ടാവും. അത് ബികോമിലും മറ്റിലൊക്കെ പഠിക്കാനുള്ള, BBA പഠിക്കാനുള്ള സാധനം. എന്താണ് ബിസിനസ്, എന്റർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞത്. വേറെ ആൾ പഠിക്കുന്നുണ്ട് ലോജിസ്റ്റിക് മാനേജ്മെന്റ് ആയിരിക്കും. ലോജിസ്റ്റിക് എന്നൊക്കെ പറയുമ്പോൾ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് വരുന്നതാണ്. ബികോമിലും അല്ലെങ്കിൽ മറ്റുള്ളതിലേക്ക് വരുന്ന ബിസിനസ് സ്റ്റഡീസിലൊക്കെ വരുന്നതാണ്. ഒരു നമുക്ക് ഡീറ്റെയിലേക്ക് പോകണ്ട. അങ്ങനെ മറ്റൊന്ന് എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സസ് എന്ന സാധനമാണ്. നിങ്ങളെ കോഴ്സിന്റെ പ്രത്യേകത എബിലിറ്റി എൻഹാൻസ്മെന്റ് എന്ന് പറഞ്ഞ ഒരു ഇതിൽ സ്ട്രീമിൽ പറയുന്നു. അതിലൊരു 8-10 പേപ്പർ ഉണ്ട്. അതിൽപ്പെട്ട ഏതെങ്കിലും 2 അഥവാ 4 ക്രെഡിറ്റ് നിങ്ങൾ പഠിക്കാണ്ട്. അതായത് എൻവയോൺമെന്റൽ സ്റ്റഡീസ് പോലത്തെ ചില ടോപ്പിക്കുകളിൽ പഠിക്കാം. അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മളതിലേക്ക് പോകേണ്ട ആവശ്യമില്ല. പേപ്പറുകൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഓക്കെ. അതോടൊപ്പം തന്നെ ഇന്റർ ഡിസിപ്ലിനറി എന്ന ഒരു സാധനം പഠിക്കാണ്ട്. അതായത് സൈക്കോളജി, മൈനർ, എബിലിറ്റി എൻഹാൻസ്മെന്റ്, ഇന്റർ ഡിസിപ്ലിൻ. അതിൽ 6 ക്രെഡിറ്റ് ഉണ്ട്. 6 ക്രെഡിറ്റ് പറയുമ്പോൾ ഒരു തിയറി പേപ്പറും പിന്നെ ഒരു പ്രാക്ടിക്കലും, അങ്ങനെ 6 ക്രെഡിറ്റ് ഉണ്ടാവും. ലൈക്ക് എക്സാമ്പിൾ വെച്ചാല് നമ്മളെ മേജറിന്റെ മൈനറിന് പുറത്ത്, മേജർ സൈക്കോളജിയാണ്, മൈനർ നമ്മൾ എടുത്ത സബ്ജക്ട്, അതിന്റെ അപ്പുറത്തുള്ള ഏതെങ്കിലും ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം ലൈഫ് സ്കിൽ ഒരു എക്സാമ്പിൾ പറയും. ലൈഫ് സ്കിൽ അതായിരിക്കാം ഒരു എക്സാമ്പിൾ. അത് നമ്മൾ നോക്കിയിട്ട് വേണം. പിന്നെയുള്ള കോമൺ വാല്യൂ അഡീഷൻ. ഇപ്പൊ ഉദാഹരണം, വാല്യൂ ലൈഫിൽ ഉണ്ടായിരിക്കേണ്ട കുറെ വാല്യൂസ്. എത്തിയത് എമ്പതി എന്നതൊരു വാല്യൂ ആണ്. പ്രോബ്ലം സോൾവിംഗ് ഒരു വാല്യൂ അഡിക്ഷൻ കോഴ്സുകൾ, വാല്യൂ എഡ്യൂക്കേഷൻ പോലത്തെ. പിന്നെ സ്കിൽ എൻഹാൻസ്മെന്റ്, സ്കില്ലുകൾ, കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്, ക്രിറ്റിക്കൽ തിങ്കിങ് ഒരു സ്കില്ലാണ്. അങ്ങനെയുള്ള ചില ടോപ്പിക്കുകൾ. ഇതൊക്കെ നിങ്ങൾ ഓരോ വർഷവും രജിസ്റ്റർ ചെയ്യുമ്പോൾ ഓപ്ഷൻസ് ഇങ്ങനെ കാണും. അതിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇങ്ങനെ ടിക്ക് ചെയ്യലാണ്. കുറെ എടുക്കണ്ട, ആ ക്രെഡിറ്റ് പൂർത്തീകരിക്കാൻ മാത്രം എടുത്താൽ മതി. അതായത് സ്കിൽ എൻഹാൻസ്മെന്റ് പറഞ്ഞ സാധനത്തിൽ, സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സിൽ 16 ക്രെഡിറ്റ് ആണ്. 16 ക്രെഡിറ്റ് വരുമ്പോൾ 3 പേപ്പർ എടുക്കാണ്ടോ. ഫസ്റ്റും സെക്കൻഡും 3 ഫസ്റ്റ് സെമസ്റ്ററിൽ 1, രണ്ടാമത്തേൽ 1, ഏതിലാണെന്നുള്ളത് നിങ്ങൾ ഇത് നോക്കണം. രജിസ്റ്റർ ചെയ്യുമ്പോൾ നോക്കിയാൽ മതി. ഇപ്പൊ നിങ്ങൾ ആകെ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് ഇയർ അഥവാ നിങ്ങൾ രജിസ്റ്റർ ചെയ്തപ്പോൾ എടുത്ത 8 ടോപ്പിക്കിനെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. അടുത്തത് ശരിക്കും ആലോചിച്ചിട്ട് അടുത്ത വർഷം ആലോചിക്കാം. ഓക്കെ, ആലോചിച്ചിട്ട് രജിസ്റ്റർ ചെയ്താൽ മതി അടുത്ത വർഷം. ഇപ്പൊ ഏതായാലും ഒന്നും അറിയാതെ രജിസ്റ്റർ ചെയ്തത്. അങ്ങനെ പറയാൻ പറ്റില്ല. സെക്കൻഡ് ഇയറിൽ നമുക്ക് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. ഞാൻ പറയുന്നത് കൃത്യമായി പറയാൻ പറ്റില്ല. ഞാൻ ഇതിനെ കുറിച്ച് പഠിച്ചു വരുന്നേ ഉള്ളൂ. നിങ്ങൾ ഇപ്പം പറയാകണ്ട. ഏതായാലും ഫസ്റ്റ് ഇയറിൽ എടുത്തത് മാറ്റാൻ പറ്റില്ല. ഇതിങ്ങനെ തന്നെ പോകണം. ഇതിൽ എക്സാം എഴുതണം. സെക്കൻഡ് ഇയറിന്റെ ആപ്ലിക്കേഷൻ വിളിക്കുമ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻസ് വരുമ്പോൾ അവിടെ നിങ്ങൾ ആലോചിച്ച് ചെയ്യുക. അതായത് നിങ്ങൾ ഒരു ഗ്രൂപ്പായി ഉണ്ടാവും. ഗ്രൂപ്പിന് ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ളതും പിന്നെ നിങ്ങളുടെ ഇൻട്രസ്റ്റും പാഷനും ഉണ്ടാവും. നിങ്ങൾക്ക് കുറച്ച് രസകരമായി തോന്നുന്നതും പഠിച്ചെടുക്കാൻ എളുപ്പമുള്ളതും അങ്ങനത്തെ ടോപ്പിക്കുകൾ മാത്രം സെലക്ട് ചെയ്യുക. കാരണം എല്ലാത്തിനും ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത് പ്രായോഗികമായി നടന്നോളുന്നില്ല. നമ്മൾ മെയിൻ കാര്യങ്ങൾ പിന്നെ ജനറേറ്റ് എടുക്കാൻ പറ്റുന്നൊക്കെയാണ്. ഞാൻ എന്റെ കാര്യം, വേറെ ഏജൻസികൾ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. അത് കുറച്ച്. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ സ്ട്രക്ചർ കിടക്കുന്നത്. അതായത് നിങ്ങൾ ഈ 3 വർഷത്തിൽ കോറായ ഡിസിപ്ലിൻ സ്പെസിഫിക് സബ്ജക്റ്റിൽ 60 ക്രെഡിറ്റ്, അത്രയും മണിക്കൂറുകൾ പഠിക്കണം. പിന്നെ മൈനറിൽ 24 ക്രെഡിറ്റ്, പിന്നെ എബിലിറ്റി എൻഹാൻസ്മെന്റ് 8 ക്രെഡിറ്റ്, ഇന്റർ ഡിസിപ്ലിനിൽ 6 ക്രെഡിറ്റ്, കോമൺ വാല്യൂ അഡീഷൻ സബ്ജക്റ്റുകളായിട്ട് 6 ക്രെഡിറ്റ്, പിന്നെ സ്കിൽ എൻഹാൻസ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള ഏരിയയിൽ 16 ക്രെഡിറ്റ്. ഇങ്ങനെ വ്യത്യസ്തമായ ഏരിയയിൽ നിന്നും വ്യത്യസ്തമായ പേപ്പറുകൾ, വ്യത്യസ്തമായ സെമസ്റ്ററുകൾ സെലക്ട് ചെയ്യാം. ഉദാഹരണം സ്കില്ല്, അത് ഫസ്റ്റ് സെമസ്റ്ററിൽ ഉണ്ടായിക്കൊള്ളുന്നില്ല. ചിലപ്പോൾ 1-ൽ, 2-ൽ ഉണ്ടായിക്കൊള്ളുന്നില്ല, 4-ൽ ഉണ്ടാകും. അതാ ഓപ്ഷൻസ് ഒന്നും. ഇങ്ങനെ നിങ്ങൾ 120 ക്രെഡിറ്റ് ടോട്ടലി കംപ്ലീറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് ഡിഗ്രി കിട്ടും. 120 ക്രെഡിറ്റ് പറയുമ്പോൾ 3 വർഷം കൊണ്ട് ഇങ്ങനെ ഈ പറഞ്ഞ സാധനത്തിലൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് ഡിഗ്രി കിട്ടും. ഇത് നിങ്ങളുടെ പ്രോഗ്രാം ഗൈഡിൽ നിന്ന് ഞാൻ കോപ്പി ചെയ്ത സാധനമാണ്. അതും കഴിഞ്ഞ് വീണ്ടും നിങ്ങൾ ഒരു വർഷം കൂടി പഠിക്കുമ്പോൾ ഓണേഴ്സ് കിട്ടും. അതിനെ കുറിച്ച് ഇതിൽ പ്രത്യേകം പറയണമെന്നില്ല. അതിൽ പറഞ്ഞു വെച്ചാല് ദ സ്പെസിഫിക് കോഴ്സ് പ്രൊവൈഡ്. അപ്പൊ ഇതിൽ പറഞ്ഞ കുറെ കോഴ്സുകൾ ഉണ്ടല്ലോ ആ പ്രോഗ്രാമിൽ കാണും. അത് ഓരോ വർഷവും മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ഇപ്പൊ നിങ്ങൾ കഴിഞ്ഞ ജൂലൈയിൽ രജിസ്റ്റർ ചെയ്തപ്പോൾ അന്ന് ഉണ്ടായിരുന്ന സാധനങ്ങളാണ് നിങ്ങൾക്കുള്ളത്.
അടുത്ത ജനുവരിയിൽ പ്രോഗ്രാമിന്റെ ഗൈഡ് മാറും, പ്രോസ്പെക്ടസ് മാറും. അപ്പൊ ചിലപ്പോൾ പുതിയ 2-3 കോഴ്സുകൾ ആഡ് ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ നിലവിലുള്ളതിനെ മാറ്റിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിച്ചു വേണം കൈകാര്യം ചെയ്യാമെന്ന് പ്രത്യേകം പറയുന്നുണ്ട് പ്രോഗ്രാം. ഒന്നുകൂടി പറഞ്ഞുതരാം. നിങ്ങൾ രജിസ്റ്റർ ചെയ്തപ്പോൾ അന്നുണ്ടായിരുന്ന അതേ സാധനം തന്നെ ആയിക്കോണമെന്നില്ല. അടുത്ത ജനുവരിയിലും പിറ്റത്തെ ജൂലൈയിലും മാറിക്കൊണ്ടിരിക്കും. അപ്പോ ഓരോ സമയത്ത് രജിസ്റ്റർ ചെയ്യുമ്പോൾ ആ പ്രോഗ്രാം ഗൈഡ് നോക്കിയിട്ട് അതിനനുസരിച്ച് സെലക്ട് ചെയ്ത് എഴുതണം. നേരത്തെ ചോദ്യത്തിന് മറുപടിയാണ്. നിങ്ങൾ ഈ വർഷം തന്നെ അടുത്തെടുക്കണമെന്ന് വെച്ചാൽ പറയാൻ പറ്റില്ല. പ്രോഗ്രാം ഗൈഡിൽ എന്താണെങ്കിൽ അവൈലബിൾ ആയ സാധനം സെലക്ട് ചെയ്യണം. കോർ സബ്ജക്റ്റിൽ മാറ്റൊന്നുമില്ല. കോർ സൈക്കോളജി, അതിൽ കുറെ പേപ്പറുകൾ ഉണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്ന BA FPC അല്ലാത്ത വേറൊരു ചാനലുണ്ട്. ആ ചാനൽ പ്യൂർലി സൈക്കോളജി. അതിലെ കുറച്ച് പേപ്പർ എടുക്കുക. ഉദാഹരണം 101, 102, 103, 106, 108, 110, 111 ഇതൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകും. മറ്റൊരുക്കോ അതല്ലാത്ത കുറെ ഉണ്ടായിരിക്കും സൈക്കോളജി. നിങ്ങൾ അതേ പ്ലസ് അതല്ലാത്ത മൈനർ, ഇന്റർ ഡിസിപ്ലിനറി, ലൈഫ് സ്കിൽഡ്, വാല്യൂ, ഇത് ഈ പല കൊട്ടയൊന്നും സെലക്ട് ചെയ്യണം. അത് നിങ്ങൾ ഇഷ്ടം എന്ന് വെച്ചാൽ ആ പ്രോസ്പെക്ടസിലുള്ള പ്രോഗ്രാം ഗൈഡിലുള്ള അതിൽ നിന്നും നിങ്ങൾക്ക് പറ്റിയ സെലക്ട് ചെയ്യണം. പ്രോഗ്രാം ഗൈഡ് ഓരോ 6 മന്തിലും മാറ്റിക്കൊണ്ടിരിക്കുക. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഇപ്പൊ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കറക്റ്റ് ആണ്. ഇനി അടുത്ത ജനുവരിയിൽ നിങ്ങൾ സെക്കൻഡ് ഇയറിലേക്ക് പോകും. അടുത്ത ജൂലൈയിൽ സെക്കൻഡ് ഇയറിന് രജിസ്റ്റർ ചെയ്യുമ്പോൾ പ്രോഗ്രാം ഗൈഡ് നോക്കിയിട്ട് അവൈലബിൾ ആയ സാധനം സെലക്ട് ചെയ്തെന്ന് പ്രത്യേകം പറയുന്നു. അപ്പോ നിങ്ങളുടെ മെയിൻ ആണ് നമ്മൾ പറഞ്ഞ ഡിസിപ്ലിൻ സ്പെസിഫിക് കോർ. അതിൽ 60 ക്രെഡിറ്റ് ആണ് നിങ്ങൾ ചെയ്യാനുള്ളത്. അതായത് ഒന്നാമത് നിങ്ങൾ പഠിക്കുന്നത് ഇൻട്രൊഡക്ഷൻ സൈക്കോളജി ആണ്, പിന്നെ സോഷ്യൽ സൈക്കോളജി ആണ്, പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടാകും, ഡെവലപ്മെന്റ് സൈക്കോളജി ഉണ്ടായിരിക്കും. ഇങ്ങനെ സൈക്കോളജി റിലേറ്റഡ് ടോപ്പിക്കുകൾ മാത്രം നിങ്ങൾ 60 ക്രെഡിറ്റ് ഈ 3 വർഷത്തിൽ പഠിക്കണം. രണ്ടാമത്തെ പോയി കഴിഞ്ഞാൽ മൈനർ ആണ്, 24 ക്രെഡിറ്റ് ആണ്. അതായത് 3 കോഴ്സുകളായിട്ട്, അതായത് ചിലപ്പോൾ ഫസ്റ്റ് സെമസ്റ്ററിൽ ഒന്നുണ്ടാവും, പിന്നെ 3ാമത്തെ സെമസ്റ്ററിൽ ഒന്നുണ്ടാവും, പിന്നെ 5ാമത്തെ സെമസ്റ്ററിൽ 2 ഉണ്ടാവും. എന്തായാലും ഈ പറഞ്ഞ 24 ക്രെഡിറ്റ് നിങ്ങൾ പൂർത്തീകരിക്കണം. 24 × 30 മണിക്കൂർ പഠിക്കണമെന്നർത്ഥം. ഓക്കെ, അത് നിങ്ങൾക്ക് അവിടെ കൊടുത്തിരിക്കുന്ന സൈക്കോളജിന്റെ പുറത്ത് കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണം. പിന്നെ ഇന്റർ ഡിസിപ്ലിനറി 6 ക്രെഡിറ്റ് ആണ്. ഈ ഇന്റർ ഡിസിപ്ലിനറി എന്ന് പറഞ്ഞ സാധനം ഫസ്റ്റ് ഇയറിൽ ഫസ്റ്റ് സെമസ്റ്ററും സെക്കൻഡ് സെമസ്റ്ററിനുള്ളിൽ പൂർത്തീകരിച്ചാൽ മാത്രമേ, കോറിനോട് കൂടെ ഇതും കൂടി പൂർത്തീകരിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. ഇത് മിസ്സാൻ പാടില്ല. പിന്നെ സ്കില്ല്, ഇതൊക്കെയാണ് മെറ്റീരിയൽ നോക്കിയാൽ അറിയാം. ഏതായിരുന്നാലും മെറ്റീരിയൽ പ്രത്യേകം പറയുന്നുണ്ട്, പ്രോഗ്രാം ഗൈഡിൽ പ്രത്യേകം പറയുന്നുണ്ട്. IDC അഥവാ ഇന്റർ ഡിസിപ്ലിനറി സ്കില്ലും, പിന്നെ എബിലിറ്റി എൻഹാൻസ്മെന്റും, വൊക്കേഷണലും, പിന്നെ അതുപോലെ തന്നെ കോർ വാല്യൂ, ഇങ്ങനെ സാധനങ്ങളൊക്കെ ഇൻഡിക്കേറ്റീവ് ആണ്. ഇൻഡിക്കേറ്റീവ് എന്ന് പറഞ്ഞാൽ കേവലം സൂചനകളും ചെറിയ ഒരു ഇതേ ഉള്ളൂ. അത് ബാക്കി നിങ്ങൾ ശ്രദ്ധിച്ച് സെലക്ട് ചെയ്ത് പോകണം എന്നുള്ള പ്രത്യേകമുണ്ട്. ഓരോ സൈക്കിളിലും അഥവാ ഓരോ വർഷവും ഇത് മാറാൻ സാധ്യതയുണ്ട്. കാരണം തുടങ്ങിയിട്ടല്ലോ, അപ്പൊ ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഇനി നിങ്ങൾ ഫസ്റ്റ് സെമസ്റ്റർ ഈ വർഷം ഞാൻ മനസ്സിലാക്കുന്നത് ഈ വർഷം അഥവാ ഫസ്റ്റ് സെമസ്റ്ററും സെക്കൻഡ് സെമസ്റ്ററായിട്ട് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് സൈക്കോളജിയിലെ പ്രധാനമായിട്ട് BPCC 101 BPCC 107 പഠിക്കുക. പ്രോഗ്രാം ഗൈഡിൽ അങ്ങനെ കാണുക. അത് തന്നെയാണോ നിങ്ങൾ സെലക്ട് ചെയ്തത്? അതല്ലാതെ ടോപ്പിക് എടുത്തവരുണ്ടോ സൈക്കോളജിയിൽ? മറ്റേത് ചിലവർ എന്താ ഇന്റർ ഡിസിപ്ലിനറിയോ ഇത് മൈനോറിറ്റി ഉണ്ടോ, പക്ഷെ അത് ഇതിലേക്ക് കൂട്ടാൻ പാടില്ല എന്നുള്ളത്. ഇത് തന്നെയല്ലേ 107, 101 അല്ലേ നിങ്ങളെ പേപ്പറിലുള്ളത്? നിങ്ങളെ രജിസ്ട്രേഷന്റെ അതിൽ കോപ്പി ആർത്തിലുണ്ടോ? നിങ്ങളുടെ രജിസ്ട്രേഷൻ സമയത്തുള്ള ഇല്ലേ? നമുക്ക് ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാം. ഇതാണ് നിങ്ങൾക്ക് ഇത് രണ്ടുമാണ് സൈക്കോളജി ആയിട്ടുള്ള. ബാക്കിയുള്ള അനുബന്ധ കാര്യങ്ങൾ. പിന്നെ ഇതിന്റെ ലേണിംഗിന്റെ രീതിയാണ് പറഞ്ഞിട്ടോ. പ്രോഗ്രാം ഗൈഡിൽ പറയുന്ന ലേണിംഗ് രീതി പറഞ്ഞാൽ സെൽഫ് ലേണിംഗ് മെറ്റീരിയൽസ് ആണ് ഇതിനെ പ്രൊവൈഡ് ചെയ്യുക. സെൽഫ് ലേണിംഗ് മെറ്റീരിയൽസ് പറഞ്ഞാൽ നിങ്ങൾ ആ സാധനം ഡൗൺലോഡ് ചെയ്യുന്നു. നിങ്ങൾക്കൊരു വെബ്സൈറ്റ്, ഇഗ്നോന്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഈ ലേണിംഗിന്റെ ഒരു ഇതുണ്ട്, ഈഗോഷ് എന്താ പേര്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് അതിന്റെ റൈറ്റ് സൈഡിൽ ഒരു ഫൈൻഡ് എന്ന ടാബ് ഉണ്ട്. അവിടെ നിങ്ങൾ ഉദാഹരണം BA FPC എന്ന് അടിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ കോഴ്സിന്റെ പേര് അടിച്ചു കഴിഞ്ഞാൽ അതിന്റെ അടിച്ച് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ അത് മാത്രം ഇങ്ങോട്ട് വരും. അത് മാത്രം വരുമ്പോൾ അതിന്റെ ലെഫ്റ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാം. ഇപ്പൊ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇയറിലുള്ള അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഓരോ യൂണിറ്റുകളും മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെ വെബ്സൈറ്റിൽ പോയി സാധനങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അതിപ്പോ എല്ലാവരും കൂടി ചെയ്യണമെന്നില്ല. ഏതെങ്കിലും ഒരാൾ കൃത്യമായി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്താലും മതി. പക്ഷെ എന്നാലും വെരിഫൈ ചെയ്യണം നിങ്ങളെ പേപ്പർ തന്നെയാണോ എന്ന്. നിങ്ങളെ എന്താ പറയാ രജിസ്ട്രേഷനിലുള്ള അതേ പേപ്പർ തന്നെയാണോ നിങ്ങൾ പഠിക്കണമെന്ന്. കാരണം പേപ്പർ മാറിയാൽ പണി കിട്ടും കേട്ടോ. അപ്പൊ ആ പേപ്പർ നോക്കിയിട്ട് അത് തന്നെ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ
പഠിക്കണം. കാരണം ഞാൻ പറഞ്ഞു 101, 102, 103, 4, 5, 6, 7 അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. അതിൽ ചിലതൊക്കെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അത് തന്നെ പഠിച്ചിട്ടില്ലെങ്കിൽ ആ പ്രാവശ്യം പരീക്ഷ എഴുതുമ്പോൾ നിങ്ങളിപ്പോ പഠിച്ചിട്ടുണ്ടാവും, അതെ, അത് 3rd സെമസ്റ്ററിലായിരിക്കും. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. പിന്നെ അതില് ഇഗ്നോയിലെ മറ്റൊരു പ്രത്യേകത വെച്ചാല് ഇഗ്നോയുടെ തന്നെ കുറെ ചാനലുകളുണ്ട്. യൂട്യൂബ് എന്താ പറയാ TV കണക്ഷൻ ഉള്ളവർക്ക് ആ ചാനലിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാൻ പറ്റും. അത് മിക്കവാറും ഇംഗ്ലീഷിലും ഹിന്ദിയിലും ആയിരിക്കും. അത് അങ്ങനെ ഫോളോ ചെയ്യുന്ന പറ്റുന്നവർക്ക് ഓക്കെ ആയിരിക്കും, അല്ലാത്തവർക്ക് സ്ട്രഗിൾ ചെയ്യേണ്ടി. ഇതൊക്കെയാണ് ഇതിൽ പറയാനുള്ളത്. പിന്നെ ഇനി ഇവാലുവേഷൻ രീതിയിലേക്കൊക്കെ പോകുമ്പോൾ വെയിറ്റേജ്, പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ നിങ്ങൾ തിയറി പഠിച്ചാൽ അതിന് 70%. ഓക്കെ, ബാക്കി 30% കിടക്കുന്നത് ഒന്നെങ്കിൽ അസൈൻമെന്റ്, അതല്ലെങ്കിൽ പ്രാക്ടിക്കല്, അതല്ലെങ്കിൽ ട്യൂട്ടോറിയൽ എന്നൊക്കെ രീതിയിലാണ് കാണുന്നത്, പ്രോഗ്രാം ഗൈഡിൽ കാണുന്നത്. അപ്പോൾ നിങ്ങൾ 101 എന്ന് പറഞ്ഞ ആ പേപ്പറിൽ 70% നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതും. പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ 50 മാർക്കിനെ ഉണ്ടാവുള്ളൂ. 50 മാർക്കിന് എഴുതിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന മാർക്കിനെ 70%ലേക്ക് കൺവേർട്ട് ചെയ്യും. അതൊക്കെ വേറെ പ്രോസസ്സാണ്, നിങ്ങൾ അത്ര പറയാണ്ട ആവശ്യമില്ല. അത് കിട്ടിയിട്ട് ആ മാർക്ക് കൊടുക്കും. അസൈൻമെന്റ് നിങ്ങൾ 30 മാർക്കിന് ഉണ്ടാക്കുക, പക്ഷെ ക്വസ്റ്റ്യൻ പേപ്പർ 100 100 മാർക്ക് 30ലേക്ക് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് 70 + 30 എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് കിട്ടും. തിയറിയിൽ നിങ്ങൾക്ക് ഔട്ട് ഓഫ് 50 19 20 മാർക്ക് കിട്ടിയാൽ മതി. അസൈൻമെന്റ് ഏകദേശം എല്ലാവരും പാസ്സായി. അസൈൻമെന്റ് അങ്ങനെ തോൽക്കാറില്ല, പക്ഷെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നല്ല രീതിയിൽ എഴുതിയാൽ മാത്രമേ നല്ല മാർക്ക് കിട്ടുള്ളൂ. 90, 95, 92 കിട്ടും, അല്ലെങ്കിൽ 85 കിട്ടും, ഇല്ലെങ്കിൽ കീപ്പോട്ട് കിട്ടും. എന്തായിരുന്നാലും അതിൽ ആ മാർക്കും ഇവിടുന്ന് നിങ്ങൾക്ക് തിയറിയിലെ 19ഉം അസൈൻമെന്റ് കിട്ടിയ മാർക്ക് രണ്ടും കൂടി കമ്പൈൻ ചെയ്തായിരിക്കും നിങ്ങളുടെ റിസൾട്ട് കാണുക. അപ്പൊ നിങ്ങൾ തിയറി പേപ്പറിൽ ഔട്ട് ഓഫ് 50 നിങ്ങൾക്ക് ഒരു 25 കിട്ടിയെന്ന് വിചാരിക്കുക. അസൈൻമെന്റിൽ നിങ്ങൾക്ക് 75 കിട്ടിയെന്ന് വരിക. ആ 75നെ 30% കൺവേർട്ട് ചെയ്ത് ഇതിനങ്ങോട്ട് കൂട്ടിയിട്ട് ചിലപ്പോൾ നിങ്ങളുടെ മാർക്ക് എന്തായിരിക്കും 146, 152, 145 ഒക്കെ ആയിരിക്കും. എന്തായിരുന്നാലും 35ന്റെ മുകളിലേക്ക് പോകണം. ഇതും അത് കൂട്ടിയിട്ട് 35ന്റെ മുകളിൽ പോയാൽ മാത്രമേ നിങ്ങൾ D അഥവാ പാസ്സാകൂ. അതിന്റെ മേലോട്ട് പോയ 40 ഇത്ര നിങ്ങളുടെ അത് നിങ്ങളെ പ്രോഗ്രാം ഗൈഡിൽ പറയുന്നുണ്ട്. അപ്പോ എങ്ങനെയായാലും നമ്മൾ അസൈൻമെന്റ് വേറെ ആളെ കൊണ്ട് എഴുതിപ്പിച്ചാലേ അത് ഞാൻ ഇവാലുവേറ്റ് ചെയ്യുന്ന ആളല്ല, അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ ഫേസ്ബുക്കിലൊക്കെ നോക്കി ഇഷ്ടംപോലെ ടീമുണ്ട്, അങ്ങനെ കേട്ടിട്ടുണ്ട്. ഞാനും അറിയുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും ഞാൻ നമ്മൾ ഓപ്പൺ ആയ ഡിസ്കഷൻ ആണ്. നിങ്ങളെ എനിക്കറിയില്ല. നിങ്ങൾ എന്തെങ്കിലും എഴുതിയാലാണ് നിങ്ങൾ പരീക്ഷയ്ക്ക് ഹെൽപ്പ് ചെയ്യും. ഒന്നാമത്തെ ഇപ്പൊ എന്റെ ഒരു അവസ്ഥ പറയുകയാണത് PG ചെയ്യുന്ന ഇപ്പോൾ കഴിഞ്ഞ 2 വർഷം മുമ്പാണ്. അപ്പൊ നമ്മൾ കുറെ കാലങ്ങൾ കേസ് ചെയ്യുന്നുണ്ട്. എക്സാം എഴുതുന്ന സമയത്ത് ഭയങ്കര ഇടങ്ങാറായിരുന്നു. കാരണം നമ്മൾ കുറെ കാലമായിട്ട് എഴുതാത്തതുകൊണ്ട്. അപ്പൊ അസൈൻമെന്റ് നിങ്ങൾ എഴുതുന്നതാണ് ഏറ്റവും നല്ലത്. ഇൻ കേസ് നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ഒരാളെ കൊണ്ട് ഹാൻഡ് റൈറ്റർ ആണ് നല്ലത്. ഏതെങ്കിലും ആൾക്കാരെ കൊണ്ട് എഴുതിയുള്ള കുഴപ്പം പറയും. ഇയാള് തന്നെ ഇയാളുടെ അസൈൻമെന്റ് 50 രൂപക്കോ 35 രൂപക്കോ പലവർക്കും കൊടുത്തിട്ടുണ്ടാവും. ഇതേ അസൈൻമെന്റ് കാര്യം 3 ആൾക്കോ അല്ല 5 ആൾക്കോ കൊടുത്തിട്ടുണ്ട്. ഇവരൊക്കെ 50 രൂപ വാങ്ങിയിട്ടുണ്ടാവും. ഈ 5 ആളുടെ അസൈൻമെന്റ് ഒരാളെ വാലിറ്റ് ചെയ്യുന്ന സമയത്ത് അയാൾക്ക് എന്തെങ്കിലും തോന്നിയാൽ അറിയില്ല എന്തൊക്കെ സംഭവിക്കുന്നത്. അതിനെ കുറിച്ച് വലിയൊരു ഐഡിയ എനിക്കില്ല. ഐ റെക്കമെൻഡ് യു ഷുഡ് റൈറ്റ് യുവർ സെൽഫ്. ഇനി സമയമില്ലെങ്കിൽ നേരത്തെ പിന്നെ കൂട്ടക്ഷരമായിട്ട് എഴുതുന്നേക്കാൾ നല്ലൊരു വൃത്തിയിലല്ല, ഓരോ അക്ഷരങ്ങളില്ലാത്ത രീതിയിൽ എഴുതുന്നതാണ് മാർക്ക് കിട്ടാമൊക്കെ. അത് നമുക്ക് അസൈൻമെന്റ് ആവുമ്പോൾ അതിന്റെ സമയത്ത് വേണമെങ്കിൽ ചെറിയ ഓറിയന്റേഷൻ ഞാൻ ചെയ്തു തരാം, എങ്ങനെയാ വേണ്ടതെന്നുള്ളൊരു നമ്മുടെ ഐഡിയ പറഞ്ഞല്ല. അസൈൻമെന്റ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾക്ക് അണ്ടർലൈൻ ചെയ്യണം. പിന്നെ ഏകദേശം എത്ര പേപ്പർ വേണം എന്നുള്ളതിലെ കൊടുത്ത് എത്ര പേപ്പർ എന്നല്ല എത്ര വേർഡ്സ് അത് പരമാവധി മീറ്റ് ചെയ്യണം. ഉദാഹരണം 300 വേർഡ്സിൽ എന്ന് പറഞ്ഞാൽ 100 വേർഡ്സിൽ എന്ന് പറഞ്ഞാൽ 100 വേർഡ് ആകുമ്പോൾ മിക്കവാറും ഒരു പേജ് അല്ലെങ്കിൽ 1.5 പേജ് ആ രീതിയിൽ അത്രയും എഴുതിയാൽ മാത്രമേ ആ ഒരു വെയിറ്റേജ് ഉണ്ടാവുള്ളൂ, അതിനനുസരിച്ച് മാർക്കും കിട്ടുള്ളൂ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പോയിന്റുകൾ മാത്രം എഴുതിയാൽ പോലെ എസ് എഴുതുന്ന രൂപത്തിൽ തന്നെ എഴുതേണ്ടി വരും. സമയമില്ലെങ്കിൽ മാത്രമേ, സമയമില്ലായിരിക്കുമല്ലോ, അസൈൻമെന്റ് 4-5 മാസം മുമ്പ് ചെയ്യാനുള്ളത്. അപ്പൊ അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. അതിന്റെ ഗൈഡൻസ് ഒക്കെ വേണമെങ്കിൽ അപ്പോൾ നമുക്ക് പറയാം. ഇപ്പോഴത്തെ കാലത്ത് ChatGPTയും പെർപ്ലക്സിറ്റിയും നോട്ട്ബുക്ക് എല്ലാം ഇങ്ങനെ പലതും ഉള്ളതുകൊണ്ട് വലിയൊരു വിഷയം അല്ല. പക്ഷെ അതിൽ നിന്നും നമ്മൾ എടുത്ത് സ്വന്തം കൈകൊണ്ട് എഴുതുമ്പോഴാണ് അതിനൊരു നമ്മുടേതായ അങ്ങനെ തോന്നുന്നു, എനിക്ക് തോന്നുന്നു. സാർ പറഞ്ഞു സാർ. സാറ് ഞാനൊന്നായിട്ടൊരു കണക്ഷൻ ഇല്ലാത്ത ടച്ച് വിട്ട വ്യക്തിയാണ്. അപ്പോ എനിക്ക് സംശയം അസൈൻമെന്റ് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. എന്താണ് ഈ സംഭവം ഉദ്ദേശിക്കുന്നത്? അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോ ഈ പരീക്ഷ നിങ്ങളൊരു പേപ്പർ നിങ്ങൾ നോക്കി, നിങ്ങൾ ആ 8 പേപ്പറിൽ ഓരോന്നും നോക്കിയിട്ടില്ലേ? ഒന്നേതാണ് ഇൻട്രൊഡക്ഷൻ സൈക്കോളജി അല്ലേ 101. ഓക്കെ, ആ മെറ്റീരിയൽ നിങ്ങൾ വായിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കുറച്ച് ചോദ്യങ്ങൾ തരും.
ഉദാഹരണം ഇൻട്രൊഡക്ഷൻ സൈക്കോളജിയിലപ്പോ വാട്ട് ഈസ് സൈക്കോളജി, എക്സ്പ്ലെയിൻ ദി സൈക്കോളജി, ഒറിജിൻ, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് പറഞ്ഞിട്ട് ചോദ്യം തന്നു കഴിഞ്ഞാൽ റൈറ്റ് ഇൻ 500 വേർഡ്സ് എന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? സൈക്കോളജി എന്താണ്, എന്നാ ഉണ്ടായത്, എവിടെ ഉണ്ടായത്, അതിന്റെ ഗ്രോത്ത് എന്താണ്, അതിന്റെ ഡെവലപ്മെന്റ് എന്താണ്, ഇന്ന് എവിടെ എത്തിയിട്ടുണ്ട് എന്നൊക്കെ നിങ്ങൾ വായിച്ചു മനസ്സിലാക്കും അല്ലേ? അത് ഗൂഗിളിൽ നിന്നാകാം, ചാറ്റ് GPT ആകാം, പുസ്തകമാകാം, ഏതുമാകാം. അത് നിങ്ങൾ ഒരു പേപ്പറിൽ എഴുതും. ഒരു പേപ്പർ എന്ന് പറഞ്ഞാൽ അതിനായിട്ടൊരു രീതിയൊക്കെ ഉണ്ട്. സാധാരണ A4 പേപ്പർ തന്നെ, വരല്ലാത്ത പേപ്പർ, അതിന്റെ മെത്തേഡ് അപ്പൊ പറയാം നമുക്ക്. എന്നിട്ട് അത് എഴുതിയിട്ട് ആ ചോദ്യങ്ങൾ 1, 2 പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി എന്ന് തിരിച്ചിട്ടുണ്ടാവും. ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ പറഞ്ഞ രൂപത്തിൽ എഴുതിയിട്ട് അതെല്ലാം കമ്പൈൻ ചെയ്ത് അതിന്റെ മേലെ 2-3 പേപ്പറുകൾ വെക്കാണ്ട്, അതായത് ഇവാലുവേഷൻ ഷീറ്റ്, പേഴ്സണൽ ഡാറ്റ, പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ, അതിന്റെ മെത്തേഡ് അപ്പം പറയാം. ഇതൊക്കെ വെച്ച് തുന്നിക്കൂട്ടി പ്രത്യേക രീതിയിൽ തുന്നിക്കൂട്ടാണ്ട് അവിടെയൊക്കെ JDTക്ക് പ്രത്യേക കൺട്രോൾ ഉണ്ടായിരിക്കും. അതൊക്കെ പാലിച്ചുകൊണ്ട് നിങ്ങൾ JDTയിൽ സെന്ററിൽ കൊണ്ടേ കൊടുത്ത് ഒരു 4-3 മാസം ആകുമ്പോൾ അതിന്റെ റിസൾട്ട് വെബ്സൈറ്റിൽ വരും. കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ അപ്പം പറയാം. അതിന്റെ അങ്ങനെ അതാണ് അസൈൻമെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ സംശയങ്ങൾ തീർക്കാൻ JDTയിൽ വന്നാൽ, അടുത്താണെങ്കിൽ വന്നാല് നേരിട്ട് സംസാരിക്കുന്ന കുറെ കാര്യങ്ങൾ മനസ്സിലാവാത്തവർക്ക് മനസ്സിലാൻ പറ്റുമോ? എങ്ങനെയാണ്? അല്ല, ഞാൻ ചോദിക്കുന്നത്, ഇത് ടച്ച് വിട്ടൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഞാൻ കോഴിക്കോട് ബേപ്പൂർ തന്നെയാണ്. ബേപ്പൂര് JDTയിൽ പോയാൽ എനിക്കറിയില്ല. അത് നമ്മളിപ്പോ PGക്ക് വേണ്ടി നമ്മൾ പോകുന്ന ആ സമയത്ത് പോകുന്നു. ഇതിനൊരു പ്രോഗ്രാം കോർഡിനേറ്റർ ഉണ്ടായിരിക്കും. നിങ്ങളെ കോർഡിനേറ്റർ പേര് എനിക്കല്ല, ഞങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു. നസീറ മാം എന്നാണ് ഒരു കോർഡിനേറ്റർ ഉണ്ട്. നിങ്ങളെ ഗ്രൂപ്പ് ഉണ്ടാക്കുമ്പോൾ അതിലൊരാളുണ്ടാവും. അയാളോടാണ് ചോദിക്കുന്നത്. നല്ലത് വാട്സപ്പിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യലായിരിക്കും. എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ പോയാൽ അതെ, അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കുറ്റം പറഞ്ഞിട്ട് സാറേ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം കുറെ കേസുകൾ ഇങ്ങനെ ഉണ്ടാവും. അല്ല, ഒരു കമന്റിന് അത് പൊതുവെ അത് നമ്മൾ ഫസ്റ്റ് ഇയറിലൊക്കെ നമ്മൾ അനുഭവിച്ചാണ് മാം. അപ്പൊ പിന്നെ ഞങ്ങൾ എന്താ ചെയ്തിരുന്ന വെച്ചാല് നമുക്ക് ഗ്രൂപ്പ് ഉണ്ടാക്കിയാൽ ഒരു ലീഡർ ഉണ്ടാവും. ലീഡറോട് പറയും, ലീഡർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ആ മറുപടി ലീഡർ ഇങ്ങോട്ട് അയച്ചു. പിന്നെ കോമൺ ആയിട്ട് ഗ്രൂപ്പിൽ അറിയേണ്ട കാര്യങ്ങൾ മാം നേരിട്ട് ഡയറക്റ്റ് വരും. അത് ഞങ്ങൾ എന്ത് ചെയ്യും, ഞങ്ങളുടെ സ്റ്റുഡന്റ് ഗ്രൂപ്പിലേക്ക് ഫോർവേഡ് ചെയ്യും, നമ്മൾ ഡിസ്കസ് ചെയ്യും. അങ്ങനെ പോലാണ്. അത് നിങ്ങൾക്ക് അങ്ങനെ ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കും എന്നായി മനസ്സിലാക്കുന്നു കേട്ടോ. അങ്ങനെ വറിയാകേണ്ട കേസൊന്നുമില്ല. അസൈൻമെന്റ് കാര്യത്തിൽ നിങ്ങൾ അത്ര വറിയടിക്കണ്ട. ഞങ്ങൾക്ക് അതിന് വേണ്ട ഗൈഡൻസ് ഒക്കെ നമുക്ക് വാട്സപ്പിലൂടെ എത്ര പഠിക്കാനൊന്നുമില്ല. പരീക്ഷ എന്നുള്ളത് നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കണം. ഇഗ്നോ അല്ലേ എപ്പോഴും എഴുതിയാൽ പോലെ എന്നുള്ളതല്ല. ടൈമിൽ അപ്ലൈ ചെയ്ത് ടൈമിൽ അറ്റൻഡ് ചെയ്യാൻ ശ്രമിച്ചാൽ ബാക്കിയൊക്കെ ഈസി കിട്ടും. അതിനേക്കാൾ വലുതാണ് പ്രാക്ടിക്കൽസ്. സോറി 4 ബുക്കേ വന്നിട്ടുള്ളൂ. അതാണോ അല്ല, നിങ്ങൾ ആ പേപ്പർ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത പേപ്പറിൽ നിങ്ങളുടെ പേരിന് താഴെ എത്ര പേപ്പറുകൾ കാണും FUC ഫസ്റ്റ് ഇയറിൽ അത്രയും പുസ്തകങ്ങൾ കിട്ടും. വാങ്ങിക്കേണ്ട ആവശ്യമില്ല. കാരണം അതൊക്കെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് വേണമെങ്കിൽ പ്രിന്റ് എടുക്കുക. നിങ്ങൾ പേയ്മെന്റ് ചെയ്ത സ്ഥിതിയിൽ നിങ്ങൾ ഇനി പ്രിന്റ് എടുക്കേണ്ട വേസ്റ്റ് ആണ്. എന്റെ അഭിപ്രായത്തിൽ കിട്ടിയ 4 പഠിച്ചു തുടങ്ങുക എന്നുള്ളതായിരിക്കും കരണീയം. ഇല്ലെങ്കിൽ അതിന്റെ ഏതാണ് വേണ്ടെങ്കിൽ നമുക്ക് PDF എന്ത് ചെയ്യാം, വേണമെങ്കിൽ ആ ഗ്രൂപ്പിൽ അയച്ചു തരാം. അതൊക്കെ പാടെ അയക്കുമ്പോൾ നിങ്ങൾ ഗ്രൂപ്പാണ് നിറഞ്ഞു പോകും. അങ്ങനെ സംഭവിക്കും. ഓരോ അത്യാവശ്യം നമുക്ക് എന്തെങ്കിലും ചെയ്യാം കേട്ടോ. പിന്നെ എക്സാമിന്റെ കാര്യമാണ് പറയുള്ളത്. എക്സാം 2 പ്രാവശ്യമാണ് വർഷത്തിൽ ഉണ്ടാകുക. സെമസ്റ്റർ ആയിട്ട് നടക്കുന്ന പറഞ്ഞല്ലോ. അപ്പൊ നിങ്ങൾ കഴിഞ്ഞ ജൂണിൽ തുടങ്ങിയത് കൊണ്ട് അടുത്ത ജൂലൈയിലാണ് എക്സാം വരിക. അപ്പൊ നിങ്ങൾക്ക് ജൂണിൽ തുടങ്ങിയ ഡിസംബറിൽ എഴുതാവുന്നതായിരുന്നു. പക്ഷെ 6 മാസമായിട്ടുള്ളൂ. പരീക്ഷ അപ്പല്ല, പിറ്റത്തെ ജൂണിൽ. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ഇയർ പൂർത്തീകരിച്ചു. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആദ്യത്തെ 6 മാസവും 26 മാസം കൂടി കൂട്ടിട്ട് ഒരു വർഷത്തെ 8 പേപ്പറും എഴുതാം. ഇൻ കേസ് നിങ്ങൾക്ക് പല കാരണം കൊണ്ടും അതിന് തയ്യാറെടുക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ എക്സാം എഴുതാൻ ബുദ്ധിമുട്ടായി കഴിഞ്ഞാൽ വേണമെങ്കിൽ 3 അല്ലെങ്കിൽ 6-4 ഈ രീതിയിൽ നിങ്ങൾ സൗകര്യം പോലെ സ്പ്ലിറ്റ് ചെയ്തിട്ട് അപ്ലൈ ചെയ്താൽ മാത്രമേ എക്സാം എഴുതാൻ പറ്റുള്ളൂ. അപ്ലൈ ചെയ്യണമെങ്കിലോ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യൽ നിർബന്ധമാണ്. അപ്പൊ പ്ലാൻ ചെയ്യണം. 8ഉം 7ക്ക് എഴുതാൻ കഴിയില്ല, പഠിക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ അതിൽ 4 5 സെലക്ട് ചെയ്യുക. അതിന്റെ അസൈൻമെന്റ് ടൈമിൽ ചെയ്യുക. അത് സബ്മിറ്റ് ചെയ്യേണ്ട സമയത്ത് സബ്മിറ്റ് ചെയ്ത് അതിന്റെ അക്നോളജ്മെന്റ് എന്ന് പറയും. ഒരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ റിസീവ് സാമ്പുണ്ട്, അത് വാങ്ങി കയ്യിൽ വെക്കും. കാരണം ഇൻ കേസ് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കോംപ്ലക്ഷൻ വരുമ്പോൾ സാറേ ഞാൻ സബ്മിറ്റ് ചെയ്ത് തെളിവുതാന്ന് പറയാൻ പറ്റും. ആവശ്യമുണ്ടായിട്ടല്ല, പക്ഷെ ആവശ്യമുണ്ട്. ഓക്കെ, അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പഠിക്കും. ആ പഠിച്ചിട്ട് എക്സാമിന് ടൈമിൽ നേരത്തെ അപ്ലൈ ചെയ്യണം ഏറ്റവും നല്ലത്. കാരണം സ്ലോട്ട് കിട്ടണമെങ്കിൽ, കാരണം പല സ്കൂളും പല സെന്ററിലേക്കും ഉണ്ടാകുക. ചില സ്കൂളിൽ സീറ്റ് കുറവാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ 2 പേപ്പർ കിട്ടും, വേറെ 3ാമത്തെ പേപ്പർ വേറെ സെന്ററിലേക്ക് അപേക്ഷിക്കേണ്ടി വരും. അങ്ങനെ 2 സെന്ററിൽ അപേക്ഷിക്കാൻ പറ്റില്ല. അപ്പൊ പിന്നെ ഒരിക്കലും അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മാറ്റാനും പറ്റില്ല. അപ്പൊ പിന്നെ നിങ്ങൾക്ക് 2 പേപ്പർ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം, നേരത്തെ ഒക്കെ പ്ലാൻ ചെയ്ത് ചെയ്യണം. അതപ്പോ പറയാം.
അപ്പോ ഫസ്റ്റ് ഇയറിൽ ഫസ്റ്റ് സെമസ്റ്റർ സെക്കൻഡ് സെമസ്റ്റർ എന്ന സാധനം ഉണ്ട്. പക്ഷേ അത് ലാസ്റ്റ് എഴുതാൻ പറ്റുള്ളൂ. അങ്ങനെ 8 പേപ്പർ എഴുതാം. സെക്കൻഡ് ഇയർ അതുപോലെ തന്നെയാണ്. ഫസ്റ്റ് സെമസ്റ്റർ സെക്കൻഡ് സെമസ്റ്റർ എന്ന സാധനം ഉണ്ട്. പക്ഷേ ലാസ്റ്റ് എഴുതാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് അതിന്റെ രീതി. 35% മാർക്ക് നിങ്ങൾക്ക് വേണം പാസ്സാകണമെങ്കിൽ. ഓക്കെ, അതാണ് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഓരോ പേപ്പറിലും. പിന്നെ അത് എക്സാം ജൂണിൽ ഉണ്ടാകും, ഡിസംബറിൽ ഉണ്ടാകും. ജൂണിൽ ഉണ്ടാകും, ഡിസംബറിൽ ഉണ്ടാകും. അതാണ് അതിന്റെ എക്സാമിന്റെ രീതി. ഓക്കെ, നിങ്ങൾ പഠിക്കേണ്ടത് പ്രധാനമായിട്ടും നിങ്ങൾ പഠിക്കേണ്ടത് സ്റ്റഡി മെറ്റീരിയൽ ബേസ് ചെയ്തിട്ടാണ്. അപ്പോ +2 കഴിഞ്ഞിട്ടുള്ളൂ, ഇംഗ്ലീഷിൽ വലിയൊരു അവഗാഹമൊന്നും ഇല്ല എങ്കിൽ സ്റ്റഡി മെറ്റീരിയൽ വായിച്ച് മനസ്സിലാക്കൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. അവിടെ ഞങ്ങളെ പോലത്തെ ക്ലാസ് കേട്ടിട്ട് മെറ്റീരിയൽ വായിക്കുക എന്നുള്ളതാണ് നല്ലത്. മെറ്റീരിയൽ വായിച്ചുള്ള ഗുണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ ഒരു ചെറിയ കണക്ഷൻ ഉണ്ടാവും. കാരണം നിങ്ങളുടെ ബ്രെയിനൊക്കെ ചെറിയ കുട്ടികളാണെങ്കിൽ അത്രയും ഷാർപ്പായിരിക്കും, അത്രയും ഇതായിരിക്കും. അപ്പോൾ ആ ഒരു മെറ്റീരിയലായിട്ടും ആ കോൺസെപ്റ്റായിട്ടും വേർഡുകളായിട്ട് കണക്ഷൻ ഉണ്ടാവും. അത് ഏറ്റവും നല്ലതാണ്. എന്നാൽ ഞങ്ങളെ പോലത്തെ ക്ലാസ് കേൾക്കുന്നത് നിങ്ങൾക്ക് കോൺസെപ്റ്റ് ക്ലാരിറ്റി വന്നായിരിക്കും. ഈ ക്ലാസ് കേട്ട് മെറ്റീരിയൽ വായിക്കുക. അല്ലാതെ മെറ്റീരിയൽ വായിച്ചു കഴിഞ്ഞാൽ കുറെ അങ്ങോട്ട് തിരങ്ങട്ട് നമുക്ക് ഭ്രാന്ത് പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ പിന്നെ എന്താ ചെയ്യേണ്ടത് വെച്ചാല് അതിൽ ഏതെങ്കിലും ഒരു ഹെഡിങ് എടുത്തിട്ട് ChatGPT ഗൂഗിളോ ഒക്കെ വെച്ചിട്ട് കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് ക്യാൻ യു പ്ലീസ് എക്സ്പ്ലെയിൻ ദിസ് വൺ ഇൻ സിമ്പിൾ വേർഡ്സ് എന്ന് അവർ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരും. പക്ഷെ അതല്ല എക്സാമിൽ എഴുതുന്നത്. എക്സാമിൽ എഴുതുന്നത് ഇഗ്നോ മെറ്റീരിയലുമായി ബന്ധപ്പെട്ട ആ രീതിയിലാണ് എഴുതുന്നത്. അതപ്പോൾ നമുക്ക് ചർച്ച ചെയ്യാം. ഏതായാലും മെറ്റീരിയലാണ് പഠിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ഒരു ദിവസം you have to devote around 4 hours of study every day for at least 300 days. ഞാൻ ഇതിലെ കാൽക്കുലേഷൻ പറയാം. 365 ദിവസങ്ങളിൽ, അതായത് ഒരു 300 ദിവസങ്ങളിൽ നിങ്ങൾ ഇതിന് മര്യാദക്ക് പഠിക്കാൻ ചെലവഴിച്ചാൽ മാത്രമേ കരുതിയത് ആ രീതിയിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുള്ളൂ. ഒരു ദിവസം 4 മണിക്കൂർ എന്ന രീതിയിൽ 300 ദിവസം. അപ്പൊ പിന്നെ നമുക്ക് കഴിഞ്ഞോളന്നില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യണം? 1 മണിക്കൂർ 4-5 മണിക്കൂർ ഒരു ദിവസം 4-5 മണിക്കൂറിൽ പഠിക്കാൻ അതിനായിട്ട് ഇരിക്കണമെന്നില്ല. ഫോർ എക്സാമ്പിൾ, ഞാൻ ക്ലാസ് കേട്ടപ്പോ കുറെ കാര്യങ്ങൾ മനസ്സിലായി. അതിന്റെ റെക്കോർഡ് ചെയ്യാൻ നാളെ പ്രൊവൈഡ് ചെയ്യും. അത് നിങ്ങൾ യൂട്യൂബിൽ ഇട്ടിട്ട് ഇയർഫോൺ വെച്ച് അടുക്കളപ്പണിയിലെ ഏതെങ്കിലും മറ്റേ കേട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു ഐഡിയ. പിന്നെ സൗകര്യം പോലെ ആ മെറ്റീരിയലും വായിക്കാം. ഞങ്ങൾ തരുന്ന നോട്ടാണെങ്കിൽ കുറച്ചുകൂടി സിംപ്ലിഫൈഡ് നോട്ട് ഉണ്ടാകും. അത് വായിച്ചു കഴിഞ്ഞാൽ ഐഡിയ ആയിട്ടുള്ളൂ. പരീക്ഷയ്ക്കായിട്ടില്ല കേട്ടോ. പരീക്ഷയുടെ സമയം ക്വസ്റ്റ്യൻ വെച്ചിട്ട് വായിക്കണം. ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ വായിക്കുന്നു, അതിനുത്തരം. അപ്പൊ വേറെ ക്വസ്റ്റ്യൻ വായിക്കുന്നു, ഉത്തരം. ഇങ്ങനെ കഴിഞ്ഞൊരു 3-4 വർഷത്തെ ഇതിനെ സംബന്ധിച്ച് ക്വസ്റ്റ്യൻ പേപ്പർ കുറവായിരിക്കും. കറുപ്പ് പുതിയ തുടങ്ങിയ കഴിഞ്ഞൊരു 4-3 വർഷത്തെ ക്വസ്റ്റ്യൻ വെച്ച് അതിന്റെ ആൻസറുകൾ കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ ഷുവർ നിങ്ങൾ പാസ്. അപ്പോ ക്വസ്റ്റ്യൻ മാത്രം പഠിച്ചാൽ പോരാ. പക്ഷെ അത് പഠിക്കേണ്ടത് എപ്പോഴാണ്? മെറ്റീരിയൽ മനസ്സിലാക്കിയിട്ടാണ്. മെറ്റീരിയൽ മനസ്സിലാക്കലോ ഞാൻ നിങ്ങൾ കൊച്ചാക്കല്ല, +2 കഴിഞ്ഞ് തുടങ്ങിയ കുട്ടികളാണെങ്കിൽ മനസ്സിലാക്കാൻ പ്രയാസവും. അതേസമയം നിങ്ങൾ ഏതെങ്കിലും ഡിഗ്രി കഴിഞ്ഞു അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ ഒരു വിവരമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് മെറ്റീരിയൽ വായിച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റും. എങ്കിലും ഒന്ന് ശ്രമിച്ചു, കുറച്ച് പ്രയാസം ഉണ്ടാവും. പക്ഷേ ഭയങ്കര സ്റ്റുഡന്റ് ഫ്രണ്ട്ലി ആണ്. അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറയും. നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് ഇന്നതാണ്, മെമ്മറിയെ കുറിച്ചാണ്. മെമ്മറി എന്ന് പറഞ്ഞാൽ ഇതാണ്. മെമ്മറിക്ക് ഡെഫിനിഷൻ തരും. മെമ്മറി ഇത്ര തരത്തിലുണ്ട്, മെമ്മറി ഇങ്ങനെ ഓർഗനൈസ്, അതുമായി ബന്ധപ്പെട്ട് നമുക്ക് തിയറി പഠിക്കാം എന്ന് പറഞ്ഞിട്ട് ആ തിയറിയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ട് ആ തിയറി ഇങ്ങനെ അവതരിപ്പിച്ച ശേഷം നമ്മൾ തിയറിയിലൂടെ പഠിച്ച കാര്യങ്ങൾ ഇതൊക്കെയാണ്, നമുക്കൊന്ന് ഓർത്തെടുക്കാം എന്ന് പറഞ്ഞിട്ട് 1-2 ചോദ്യങ്ങൾ ഇങ്ങനെ ഭയങ്കര സിസ്റ്റമാറ്റിക് ആണ് മെറ്റീരിയൽ. പക്ഷെ അങ്ങനെ പഠിക്കാൻ മാത്രമുള്ള ഒരു ക്ഷമയും താല്പര്യം ഇല്ലെങ്കിൽ ഫ്ലോപ്പ് ആകും. അവിടെയാണ് ഇതുപോലെ ട്യൂഷൻ സെന്ററുകളൊക്കെ നിങ്ങൾക്ക് സഹായകമാകുന്നത്. എന്തായിരുന്നാലും വേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ട പോലെ ചെയ്യാം. ഇതൊക്കെയാണ് ഇതിൽ എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്. നിങ്ങൾ ഏതായാലും പഠനം തുടങ്ങിയില്ലെങ്കിൽ ആ പ്രോഗ്രാം ഗൈഡ് ഒന്ന് വായിച്ചു നോക്കണം നന്നായിരിക്കും. കോഴ്സ് തുടങ്ങി അവസാനം വരെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അത് നിർബന്ധമാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ രജിസ്റ്റർ ചെയ്തപ്പോൾ ഒരു സ്റ്റുഡന്റ് ID കിട്ടിയിട്ടുണ്ടാവും അല്ലെ? അത് നിങ്ങൾ പ്രിന്റ് എടുത്ത് കയ്യിൽ വെക്കണം. ഒരു ATM കാർഡ് പോലെ അല്ലെങ്കിൽ ഒരു നമ്മുടെ ഐഡന്റിറ്റി പ്രൂഫ് പോലെ കയ്യിൽ ആധാറുമായി കയ്യിൽ ഉണ്ടായാൽ വലിയ ഉപകാരം. കാരണം പലപ്പോഴും അത് നമുക്ക് സഹായകമായിരിക്കും സ്റ്റുഡന്റ് അതൊക്കെ. ഓക്കെ, പിന്നെ ഇതിനൊരു പ്രത്യേക ഫയലൊക്കെ വെച്ച് ഒരു സിസ്റ്റമായിട്ട് പഠിക്കാൻ തുടങ്ങുക. സൈഡായിട്ട് കൊടുക്കരുത്. ഇനി അങ്ങോട്ട് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുക. പിന്നെ നോട്ട്സ് ഒക്കെ എഴുതി ഉഷാറായിട്ട് പഠിക്കുക. അപ്പൊ ഇതൊക്കെയാണ് ഇതിനുമായി ബന്ധപ്പെട്ട ഓറിയന്റേഷൻ എന്ന ഭാഗത്ത് എനിക്ക് പറയാനുള്ളത്. ഇനിയുള്ളത് എനിക്ക് തോന്നുന്നത്, ഇതിലിപ്പോ ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് ഇയറിൽ 2 സൈക്കോളജി പേപ്പർ ഉണ്ട്. ഈ 2 പേപ്പറും എനിക്ക് ക്ലാസ് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. അതുപോലെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ചില പേപ്പറുകൾ ഉണ്ടാവും. ആ പേപ്പർ എന്ത് ചെയ്യാം, എനിക്ക് എടുക്കാൻ പറ്റുന്ന നിയമമാണെങ്കിൽ സംഘടിപ്പിച്ചു തരാം. അതിൽ എനിക്ക് പരിചയമുള്ള ഫാക്കൽറ്റീസ് സംഘടിപ്പിച്ച് നമുക്ക് ക്ലാസ്സിനെ കുറിച്ച് ആലോചിക്കാം. അപ്പൊ ഇതിന് എത്ര ആളുണ്ട്, എങ്ങനെയുണ്ട് ഇതൊക്കെ മനസ്സിലായാലേ ചെയ്യാൻ പറ്റുള്ളൂ. എന്റെ ഭാഗത്ത് കഴിയുന്ന സഹായങ്ങളൊക്കെ നമ്മൾ ചെയ്തുതരാം. എന്റെ 2-3 ഫ്രണ്ട്സ് ഉണ്ട്, അവരോട് ചോദിച്ചിട്ട് അവരുണ്ടെങ്കിൽ അവരെയും കൂട്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ക്ലാസ്സിനെ കുറിച്ച് ആലോചിക്കാം. ഏതായാലും എന്നോട് ബന്ധപ്പെട്ട അവരുടെ റിക്വസ്റ്റ് പ്രകാരമാണ് ഇങ്ങനെ ഒരു ക്ലാസ്, ഒരു ഓറിയന്റേഷൻ വെച്ചത്.
പിന്നെ ക്ലാസ് വെക്കുകയാണെങ്കിൽ തന്നെ ഞാൻ ഇവിടെ ഖത്തറിലാണ് ജോലി ചെയ്യുന്നത്. മിക്കവാറും ഈവനിങ് ടൈമിൽ നമുക്ക് ഫ്രീ ആകും. രാവിലെ ഓഫീസ് പോയാൽ ഇവിടുത്തെ ഒരു 4:30 ഫ്രീ ആകും. ഇവിടുത്തെ 4 മണി എന്ന് പറഞ്ഞാൽ നാട്ടിലത്തെ 6:30 4:30 എന്ന് പറയുമ്പോൾ 7 മണി. പിന്നെ ഒന്നും ഫ്രീ ആണല്ലോ, നമ്മളൊന്ന് വന്ന് ചായ കുടിച്ചപ്പോൾ മിക്കവാറും 5-5:30 ആകുമ്പോൾ ഫ്രീ ആകും. അഥവാ ഇതേമാതിരി 8 മണി, രാത്രി 8 മണി മുതൽ 9 മണി വരെ, അല്ലെങ്കിൽ 8:30 to 9 വരെ, അല്ലെങ്കിൽ 9 to 10 വരെ എനിക്ക് ക്ലാസ് എടുക്കാം. എന്റെ കൂടെ വേറെ ഏതെങ്കിലും ആൾക്കാർ, ഉദാഹരണം ഒരു എക്സാമ്പിൾ പറയാം, എൻവയോൺമെന്റൽ സൈക്കോളജി ആണ്, അതാണ് എന്റെ ഒരു കൺസേൺ, എന്റെ കോർ ടോപ്പിക് അല്ല. അപ്പൊ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരിക്കാം, BSc എൻവയോൺമെന്റൽ സയൻസ് കഴിഞ്ഞ് അയാളുടെ ചോദിച്ചാൽ റെഡി ആണെങ്കിൽ അയാളുടെ സമയത്തിനനുസരിച്ച് നമുക്ക് ക്ലാസ്. എന്തായിരുന്നാലും ക്ലാസ് 1 മണിക്കൂർ കൊണ്ട് ഒരു യൂണിറ്റ് തീർത്തു കഴിഞ്ഞാൽ അതിന്റെ റിക്കാർഡ് പിറ്റേ ദിവസം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അതിന്റെ സിംപ്ലിഫൈഡ് നോട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. നോട്ട്, റിക്കാർഡ്, ക്ലാസ്, ഇത് 3ഉം എനിക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. എല്ലാ ടോപ്പിക്കിലും അല്ല, സൈക്കോളജി എല്ലാം എനിക്ക് ചെയ്യാൻ പറ്റും. സൈക്കോളജിയോട് അനുബന്ധമായ ചില ടോപ്പിക്കുകളൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും. അല്ലാത്തത് എനിക്ക് പറ്റുന്ന ആൾക്കാരായിട്ട് സംസാരിച്ച് എത്ര ആൾക്കാരുണ്ട് അനുസരിച്ച് നമുക്ക് നോക്കാം. അപ്പൊ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ പറയാം. നമ്മളിപ്പോ 8 ടോപ്പിക് ഉണ്ട് പറഞ്ഞല്ലോ, അത് ഒരു കുട്ടിയുടെ കേസാണ്. വേറെ കുട്ടിക്ക് വേറെ 8 ടോപ്പിക് ആയിരിക്കും. അതിലിപ്പോ ആ കുട്ടിയും ഈ കുട്ടിയും യോജിക്കുന്ന 6 ഉണ്ടാവും, വേറെ 2 പുറത്തേക്കാരാം. ഇനി വേറെ കുട്ടി വരുമ്പോൾ അവർ യോജിക്കുന്ന 6 ഉണ്ടാവും, ഈ കുട്ടിക്ക് വേറെ കാരം. എല്ലാം കൂടി കൂടിയിട്ട് 10-12 ടോപ്പിക് ഉണ്ട്. ഈ 12 ടോപ്പിക് ക്ലാസ് എടുക്കുന്നതിലേക്ക് പ്രായോഗികമായി നടന്നോളുന്നില്ല. ഫോർ എക്സാമ്പിൾ ഡാറ്റാ സയൻസ് എന്ന പേപ്പർ ഉണ്ട്, ഞാനൊന്നും അതിന് ജസ്റ്റ് നോക്കി എനിക്കൊരു ഐഡിയ ഇല്ല. അപ്പൊ എനിക്ക് എന്ത് ചെയ്യണം, അതുമായി ബന്ധപ്പെട്ട ഒരു ഫാക്കൽറ്റിയെ കണ്ട് സംസാരിക്കുന്ന ചുരുങ്ങിയ 5-6 കുട്ടികളിൽ ഉണ്ടാവും. ഇല്ലാണ്ടെങ്കിൽ ആ ഫാക്കൽറ്റി സമയം ചെലവഴിക്കുക, അയാളെ കൺസേൺ അല്ലല്ലോ, ഞാൻ ഏതെങ്കിലും സഹായിക്കാൻ കഴിയും. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ കാണേണ്ടി. അതേസമയം സൈക്കോളജി പേപ്പറുകളൊക്കെ എനിക്ക് ഭംഗിയായിട്ട് ചെയ്യാം. അപ്പോ നിങ്ങൾ എത്ര ആൾക്കാർ ഈ ഒരു സംവിധാനവുമായി ഇങ്ങനെ കോഴ്സ് വിട്ട് അല്ലെങ്കിൽ ക്ലാസ്സുമായിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹം ഉണ്ടെന്ന് അറിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗ്രൂപ്പിലൂടെ ഡിസ്കസ് ചെയ്ത് രൂപം ഉണ്ടാക്കിയിട്ട്, ഫോർ എക്സാമ്പിൾ ഇൻട്രൊഡക്ഷൻ സൈക്കോളജിയിൽ ഒരു 10 കുട്ടികൾ താല്പര്യം ഉണ്ടെങ്കിൽ ഓക്കെ, ആ 10 കുട്ടികളുടെ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. എന്നിട്ട് അവരുടെ സൗകര്യം മറ്റു വെച്ചിട്ട് അവർക്ക് എന്റെ ടൈം പറയുന്നു. എക്സാമ്പിൾ ഞായറാഴ്ച 8 മണി മുതൽ 9 മണി വരെ, ചൊവ്വാഴ്ച 8 മണി മുതൽ 9 മണി വരെ, വ്യാഴാഴ്ച 8 to 9. ആഴ്ചയിൽ 3 ദിവസം കൊണ്ട് ഇൻട്രൊഡക്ഷൻ സൈക്കോളജി ഒരു 4 ആഴ്ച കൊണ്ട് തീർക്കാൻ പറ്റും. അതല്ലെങ്കിൽ ആ പേപ്പർ തന്നെ 4-5 ദിവസം തുടർച്ചയായിട്ട് എടുത്തിട്ട് അതും തീർക്കും. പിന്നെ അടുത്ത പേപ്പർ, ഇങ്ങനെ നമുക്ക് സൗകര്യപ്രകാരം ചെയ്യാം. ഇതാണ് എന്റെ മൈൻഡിലുള്ള പ്ലാനുകൾ. എന്തായിരുന്നാലും കൂടെ ഞാൻ ഉണ്ടാകും. നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ ക്ലാസ്സുകൾ എനിക്ക് കഴിയുന്നതും എന്നെ കൊണ്ട് പറ്റുന്ന ആൾക്കാരെ സംഘടിപ്പിച്ച് എടുത്തുതരും. പിന്നെ അസൈൻമെന്റിന്റെ ഗൈഡൻസ്, അസൈൻമെന്റ് എഴുതി തരില്ല, ഞാൻ ഇവിടെ യോജിപ്പില്ല, ടു ബി ഫ്രാങ്ക്. അതേസമയം അത് എങ്ങനെ എഴുതണം, അതിന്റെ ഏതെങ്കിലും പോയിന്റ് എങ്ങനെ ഉണ്ടാക്കാം, അതിന്റെ ഗൈഡ് മറ്റുള്ള മോഡൽ നമ്മൾ തരും. അതിന് നിങ്ങൾ മോഡിഫൈ ചെയ്തിട്ട് നിങ്ങൾ തയ്യാറാക്കും. അതിന്റെ സഹായം ചെയ്തു. മറ്റൊന്ന്, ഏതൊക്കെ കുട്ടികളാണോ കൂരുന്നെങ്കിൽ അവർക്ക് എക്സാം സമയത്ത് കൃത്യമായ ഗൈഡൻസ്, പേപ്പറിന് പുറമെ കഴിഞ്ഞ 2-3 വർഷത്തെ പേപ്പർ വെച്ച് ഗസ്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി അതിന്റെ മോഡൽ ആൻസർ ഉണ്ടാക്കി എക്സാമിന് വേണ്ടി നിങ്ങളെ നമ്മൾ പ്രിപ്പയർ ചെയ്യും. ഇതൊക്കെയാണ് എനിക്ക് ഈ വിഷയത്തിൽ പ്രൊവൈഡ് ചെയ്യാനുള്ളത്. പിന്നെ ഇഗ്നോയിൽ ഈ സാധനം പുതിയതായതുകൊണ്ട് മൊത്തത്തിൽ ക്ലാരിറ്റി അധികം ആൾക്കാർക്ക് ഉണ്ടാവില്ല. ആ ഒരു അൺസർട്ടനിറ്റി എനിക്കുണ്ടായിരിക്കും. എന്തായാലും നമുക്ക് കഴിഞ്ഞ വിധത്തിലായിട്ട് മുന്നോട്ട് പോകാം. ഓക്കെ, ഇതുവരെ എന്റെ വോയിസ്, എന്റെ ക്ലാസ് അല്ലെങ്കിൽ എന്റെ ഈ സംസാരം കേട്ട നിങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഗ്രൂപ്പിലൂടെ അറിയിക്കാം. ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ താങ്ക് യു, ബെസ്റ്റ് ഓഫ് ലക്ക്, ഗുഡ് ലക്ക്, ഗുഡ് നൈറ്റ്. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ, ചോദിക്കാനുണ്ടോ? പറഞ്ഞോളൂ. നമുക്ക് എക്സാം എഴുതാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഈ അസൈൻമെന്റ് പിറ്റത്തെ സെമസ്റ്ററിൽ എക്സാം എഴുതാൻ പറ്റുമോ? നോ, വേണ്ട. നിങ്ങൾ അസൈൻമെന്റ് നിങ്ങൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഈ ജൂലൈ എക്സാമിന് വേണ്ടി 101 അസൈൻമെന്റ് സബ്മിറ്റ്, ഞാൻ പറയട്ടെ, നിങ്ങളിപ്പോ ഈ വർഷം ജൂണിൽ എക്സാം എഴുതാൻ വേണ്ടി 101 അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിച്ചു. എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തോ കാരണം കൊണ്ട് എക്സാം എഴുതാൻ പറ്റിയില്ല. സബ്മിറ്റ് ചെയ്തത് കൊണ്ട് തന്നെ അതിന്റെ മാർക്ക് അവിടെ വരും 2-3 മാസം കഴിഞ്ഞ്. അപ്പൊ പിന്നെ നിങ്ങൾ രണ്ടാമതൊരു അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണ്ട, കാരണം മാർക്ക് അവിടെ വന്നു. ഓക്കെ, അപ്പൊ പിന്നെ നിങ്ങൾ ഈ ജൂണിൽ എക്സാം എഴുതാതെ അടുത്ത ഡിസംബറിൽ എക്സാം എഴുതുമ്പോൾ പിന്നെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം മാർക്ക് അവിടെ വന്നു. മാർക്ക് വന്നിട്ടുണ്ടോ ഇല്ലേ എന്ന് ഉറപ്പുവരുത്തുന്ന നിങ്ങൾ ഉത്തരവാദിത്തമാണ്. അവിടെയാണ് കോർഡിനേറ്ററായിട്ട് ബന്ധപ്പെടേണ്ട ആവശ്യം. അതിനാണ് ഞാൻ പറഞ്ഞത് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ അക്നോളജ്മെന്റ് കാർഡ് വാങ്ങണമെന്നാണ്. അതിന്റെ കാര്യം നമുക്ക് അപ്പം പറയാം. ആ ഇന്ത്യക്ക് പറയാം, സാർ ഞാൻ ഇന്ന ദിവസം ഇതാ കൊണ്ടുവന്നു, JDTയുടെ സിഗ്നേച്ചറും ഇതാണ്, ഞാൻ സബ്മിറ്റ് ചെയ്ത പ്രൂഫ് ഇതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഓട്ടോമാറ്റിക് അവർ മാർക്ക് ഇടും. ചിലപ്പോൾ എന്തെങ്കിലും സംഭവിച്ചായിരിക്കും, ആ മാർക്ക്.
അപ്പോൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്താൽ മാത്രമേ പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തു എന്നതുകൊണ്ട് ആ വർഷം തന്നെ അപ്പൊ തന്നെ എഴുതുന്നില്ല, അത് പിന്നെ സമയത്ത് ഉപയോഗപ്പെടുത്താൻ പറ്റും. പക്ഷേ കോഴ്സിന്റെ 6 വർഷത്തിന്റെ ഉള്ളിൽ ചെയ്ത് തീർക്കണം. അതിന്റെ ഉള്ളിൽ ചെയ്തില്ലെങ്കിൽ ഇതൊക്കെ പോകും. ക്ലിയർ അല്ലേ? സബ്ജക്ട് എടുക്കാൻ പറ്റുള്ളൂ. ഒരു സബ്ജക്ട് ഇൻട്രൊഡക്ഷൻ ഓഫ് സൈക്കോളജി എടുക്കാൻ കഴിയണമല്ലോ. കേട്ടില്ല എന്താ മെറ്റീരിയലിന്റെ അത് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ അതിനിപ്പോ ഇൻട്രൊഡക്ഷൻ സൈക്കോളജി എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 12 യൂണിറ്റ് ഉണ്ട്. ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോ നിങ്ങൾക്ക് ആ പേപ്പർ എനിക്ക് 1 മണിക്കൂർ കൊണ്ട് ഈസി ആയിട്ട് എടുത്തു തരാൻ പറ്റും. ഒരു യൂണിറ്റ് പറഞ്ഞാൽ 9 പേജ് 10 പേജ് ഉണ്ടാവുള്ളൂ. അത് എനിക്കൊരു 3-2 മണിക്കൂർ വായിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നോട്ട്സ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് 1 മണിക്കൂർ കൊണ്ട് ക്ലാസ് എടുത്തു തരാൻ പറ്റും. അങ്ങനെ ആ ഒരു 12 യൂണിറ്റ് തീർക്കാൻ 12 മണിക്കൂർ ഞാൻ എന്ത് ചെയ്യണം? ക്ലാസ് എടുക്കണം. ഞാൻ നോട്ട്സ് തയ്യാറാക്കണം. അത് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യണം. അതിന്റെ കുറെ ഇഫോർട്ടുകളുണ്ട്. ഇതെല്ലാം കൂട്ടിയിട്ട് ഞാൻ ഒരു 1000 രൂപയാണ് ഞാൻ ചാർജ് ചെയ്യുന്നത് വിചാരിക്കുക. അതില് ഇപ്പൊ നിങ്ങൾ ആദ്യത്തെ ഒരു 10 ആൾക്കാരാണ് ജോയിൻ ചെയ്യെങ്കിൽ അവർക്ക് ഒരു 20% ഒരു ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും. അപ്പൊ 1800 രൂപ ഒരു പേപ്പറിന് നിങ്ങൾ 800 രൂപ തരികയാണെങ്കിൽ നിങ്ങൾ 5-10 കുട്ടികൾ 5 അതിലധികം കുട്ടികളുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം. അതേസമയം പുറത്തുള്ള പേപ്പർ ആണെങ്കിൽ ഇപ്പോൾ ഉദാഹരണം ഡാറ്റാ സയൻസ്, അതിന് 10-15 കുട്ടികളുണ്ടെങ്കിൽ ഞാനൊരു ഫാക്കൽറ്റിയെ കണ്ടെത്തും. അങ്ങനെ കണ്ടിട്ട് അയാൾ സംസാരിച്ച അയാൾ ഈ പറഞ്ഞ റേറ്റ് റെഡി ആണെങ്കിൽ എന്ത് ചെയ്യും? ഞാനും അയാളും ഒരു അഗ്രിമെന്റ് ആയിട്ട് നിങ്ങൾക്ക് ക്ലാസ് പ്രൊവൈഡ് ചെയ്യും, എല്ലാ സപ്പോർട്ടും ചെയ്തു. അങ്ങനെ നിങ്ങൾ റെഡി ആണെങ്കിൽ അപ്പോൾ എനിക്ക് കഴിയുന്നതും എനിക്ക് സംഘടിപ്പിക്കാൻ പറ്റുന്ന ഫാക്കൽറ്റി സംഘടിപ്പിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു പേപ്പറിന് 1000 രൂപ, അതിന്റെ ഓഫർ ഇത്ര എന്ന രീതിയിൽ ഒരു 750-800 രൂപക്ക് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതില് 10 to 12 ചിലപ്പോൾ 16 യൂണിറ്റ് ഉണ്ടാവും. അപ്പോൾ 13-14 യൂണിറ്റ് ക്ലാസ് മണിക്കൂർ നമ്മൾ ക്ലാസ് എടുക്കേണ്ടി വരും. അത് ക്ലാസ് എടുത്ത് അതിന്റെ നോട്ട്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യും? അതൊരു ഗൂഗിൾ ഡ്രൈവിൽ അപ്ലോഡ് ചെയ്ത് അതിന്റെ ലിങ്ക് തരും, യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്തതിന്റെ ലിങ്ക് തരും. നിങ്ങളെ സൗകര്യം പോലെ കണ്ട് കേട്ട് പഠിക്കാൻ പറ്റും. ക്ലാസ് ലൈവായിട്ട് ഉണ്ടാവും ചെയ്യും. ഇതാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കേട്ടോ. ഓക്കെ ഇന്നലെ വരെ വന്നിട്ടില്ല. വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത്ര പേടിക്കണ്ട. അസൈൻമെന്റ് വന്നിട്ടേ ഉള്ളൂ. നിങ്ങൾക്കൊരു 1.5-2 മാസത്തിന് ഗ്യാപ്പ് ഉണ്ടാവും. ഉദാഹരണം ജനുവരി അല്ലേ, മിക്കവാറും മാർച്ച് ഏപ്രിൽ മിഡ് വരെ പോകും. പക്ഷെ പേപ്പർ അവിടെ പറഞ്ഞിട്ടുണ്ടാകുക മാർച്ച് 30 സബ്മിറ്റ് ചെയ്യുന്നതായിരിക്കും. അത് JDT എന്ത് ചെയ്യും? JDT സൗകര്യപ്രകാരം മാർച്ച് 15 എന്നുള്ളത് 30 വരെ പിന്നെ ഇഗ്നോ നീട്ടും. ആ ഇഗ്നോ നീട്ടിയതിനെ JDT ഏപ്രിൽ 10 വരെ പറയും, പിന്നെ 20 വരെ പോകും. അങ്ങനെ ആ ഒരു ഡെഡ് ലൈൻ വരെ പോകും. എന്തായാലും JDT പറയുന്ന ഡെഡ് ലൈനിന്റെ അപ്പുറത്തേക്ക് പോകരുത്. അതിന്റെ മുമ്പ് തന്നെ സബ്മിറ്റ് ചെയ്യണം. സമയമുണ്ട്. ഒരു അസൈൻമെന്റ് ചെയ്താണ് ഞാൻ ഗൈഡൻസ് തരികയാണെങ്കിൽ ഒരു 3 ദിവസം മതി ഒരു അസൈൻമെന്റ് ചെയ്താൽ. നിങ്ങൾ സ്വന്തം സെർച്ച് ചെയ്യണമെങ്കിൽ 3 ദിവസം മതി. പക്ഷേ എന്താണ് എങ്ങനെ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. എഴുതുക എന്നതിനേക്കാൾ ഉപരി അതിന്റെ ഓർഗനൈസിംഗ്, അതിന് ശേഷം 2-3 പേപ്പറുകൾ വെക്കാണ്ടാവും. ഫസ്റ്റ് പ്രാവശ്യം അസൈൻമെന്റ് ചെയ്യുന്നവരെ ഈ കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ തന്നെ റൂട്ടീൻ ആവും. പിന്നെ ഈ സാധനം പുറത്തുനിന്ന് വാങ്ങാൻ കിട്ടും. ഞാൻ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. സാർ ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് കയറിയത്. ഇതില്ലേ വരുന്നത് ഈ അസൈൻമെന്റിന്റെ ടോപ്പിക് വരിക നമുക്ക് പഠിക്കാനുള്ള ഈ ഇതിന് വെച്ചിട്ടാണ് വരിക. തീർച്ചയായിട്ടും നിങ്ങൾ അസൈൻമെന്റിന്റെ ചോദ്യങ്ങളിലെ മിക്കവാറും 12 ചോദ്യം ഉണ്ടെങ്കിൽ 15 ചോദ്യങ്ങൾ അതിൽ 3-4 ചോദ്യം മിക്കവാറും എക്സാമിന് ഉണ്ടാവും. ആ മെറ്റീരിയൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ ഒരു സബ്ജക്റ്റിന്റെ ബുക്കിനെ ബേസ് ചെയ്തിട്ടാണോ അസൈൻമെന്റ്? ആ ബുക്കത്തെ ഫുള്ളാണോ അസൈൻമെന്റിൽ വരിക? അങ്ങനെയല്ല, അസൈൻമെന്റ് അതിലൊരു ചോദ്യം ആ ബുക്ക് അല്ലാത്തതും കൂടി എഴുതുന്ന ആളാണ് അടിപൊളിയായിട്ട് റിസർച്ച് ചെയ്ത് എഴുതി എന്ന് പറയുന്നത്. ബുക്ക് ആസ് ഇറ്റ് ഈസ് കോപ്പി അടിക്കാൻ പാടില്ല, പ്രത്യേകം പറയുന്നുണ്ടോ. പുസ്തകത്തിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കുന്നതും ഗൂഗിളിൽ നിന്ന് മറ്റുള്ളതും അല്ലെങ്കിൽ അഡീഷണൽ പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ള കണ്ടന്റ് ആണ് നമ്മൾ എഴുതേണ്ടത്. അതൊന്നും ഇപ്പോൾ അങ്ങനെ ചെയ്യാറില്ല. വേറെ വിഷയം. ഏതായിരുന്നാലും ChatGPT, Perplexity മറ്റുള്ളതൊക്കെ വെച്ചിട്ട് നമുക്ക് കോപ്പി ചെയ്യാവുന്നേ ഉള്ളൂ. അങ്ങനെ നിങ്ങൾ എഴുതണം. ആ എഴുതുന്നത് പുസ്തകത്തെ ആധികാരികമായിരിക്കണം. ആ റഫറൻസ് ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. ഏത് പുസ്തകം, ഏത് പേജ്, ഏത് വെബ്സൈറ്റിൽ അതൊന്നും എഴുതേണ്ട ആവശ്യമില്ല. അത് അസൈൻമെന്റിൽ വേണ്ട. അതേസമയം നിങ്ങൾ പ്രൊജക്റ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഇപ്പല്ല, പ്രൊജക്റ്റിൽ മൂവ് ചെയ്യുമ്പോൾ അതിന്റെ സ്റ്റെപ്സ് ഉണ്ട്. സിനോപ്സിസ് ഉണ്ടാക്കണം, സ്റ്റെപ്സ് ഉണ്ടായിരിക്കണം, അതിന്റെ റെഫറൻസ് എഴുതേണ്ടി വരും. ഏത് പുസ്തകമാണ് അതൊക്കെ എഴുതേണ്ടി വരും. ഒരു ഡൗട്ട് ചോദിക്കട്ടെ? ഓക്കെ. ഇൻ കേസ് ഇപ്പൊ ഒരു സ്റ്റുഡന്റ് നാട്ടിലില്ല, അല്ലെങ്കിൽ ഇൻ കേസ് ഇപ്പൊ ഈ കോഴ്സ് ഉള്ളത് ഒരു 3 to 4 years ആണല്ലോ. അപ്പോ അതിൽ ലെറ്റ്സ് സേ ഒരു 2 years നാട്ടിൽ ഇല്ലാത്തൊരു സ്റ്റുഡന്റ് ആണെങ്കിൽ എക്സാംസ്, അസൈൻമെന്റ്സ് അതിന്റെ ഒക്കെ കേസിൽ എന്താ ചെയ്യേണ്ടി വരാം?
നല്ല ചോദ്യം. ഞാൻ ഖത്തറിലാണുള്ളത്. ഞാൻ രജിസ്റ്റർ ചെയ്ത് ഖത്തറിനായിരുന്നു. ഞാൻ കംപ്ലീറ്റ് ചെയ്ത് ഖത്തർ MA സൈക്കോളജിന്റെ കാര്യമാണ്. 2022-23 രജിസ്റ്റർ ചെയ്തു. ആ സമയത്ത് അസൈൻമെന്റുകൾ റെഡിയാക്കും. ഫാമിലി അഥവാ അവിടെ വരുന്ന സമയത്ത് അവർ പോകുമ്പോൾ ലഗേജിന്റെ കൂട്ടത്തിൽ അസൈൻമെന്റ് കൊടുക്കും. അവിടെ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറെ ഏൽപ്പിച്ച് അസൈൻമെന്റ് അവിടെ സബ്മിറ്റ് ചെയ്ത ടൈമിൽ എക്സാമിന് നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ലീവ് കിട്ടുകയാണെങ്കിൽ ആ സമയത്ത് അപ്ലൈ ചെയ്ത് എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ പോകും. ഇല്ല എങ്കിൽ അപ്ലൈ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അതായത് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു പേപ്പറിന് അന്ന് 200 ആയിരുന്നു, നിങ്ങൾക്ക് 300 അല്ലെങ്കിൽ 200. അപ്പൊ ഒരു 6 പേപ്പർ ആണെങ്കിൽ 1200 രൂപ ചെലവാകും. അപ്ലൈ ചെയ്തില്ലെങ്കിൽ എന്താ പ്രശ്നം? ഇൻ കേസ് ലീവ് കിട്ടി നമുക്ക് പോകാൻ പറ്റിയിട്ടില്ലെങ്കിൽ എക്സാം എഴുതാം. പോകാൻ പറ്റി പക്ഷെ അപ്ലൈ ചെയ്തില്ലെങ്കിൽ നമുക്ക് എക്സാം എഴുതാൻ പറ്റില്ല. ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ട സമയത്ത് തന്നെ സബ്മിറ്റ് ചെയ്തു. എക്സാമിന് അപ്ലൈ ചെയ്യേണ്ട സമയത്ത് എക്സാമിന് അപ്ലൈ ചെയ്തു. ഞാൻ പോയോ ഇല്ലെന്ന് നോക്കിയിട്ടില്ല. പിന്നെ എനിക്ക് ലീവ് കിട്ടുകയാണെങ്കിൽ ആ സമയത്ത് പോകുന്നു, എഴുതുന്നു. ഇതൊക്കെ നമ്മൾ സൗകര്യപ്രകാരം ചെയ്യാം. പക്ഷെ അതേസമയം പ്രാക്ടിക്കൽസ് എന്നതാണ് അത് ആ പറഞ്ഞ സമയത്ത് പറഞ്ഞ സെന്ററിൽ തന്നെ നമ്മൾ പോകേണ്ടി വരും. നിങ്ങൾ വിദേശത്താണെങ്കിൽ അത് നല്ലോണം ശ്രദ്ധിക്കണം. മറ്റത് നിങ്ങൾക്ക് അങ്ങോട്ട് അഡ്ജസ്റ്റ്. കാരണം ജൂണിൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റില്ലെങ്കിൽ അസൈൻമെന്റ് ആരെയോ മുഖേന അവിടെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഡിസംബറിൽ എഴുതാം. ഇപ്പൊ ചോദിച്ചാൽ നിങ്ങൾ ഇപ്പൊ സ്കൂളിൽ ടീച്ചർ ആണെങ്കിൽ ഡിസംബറിൽ ഫ്രീ ഉണ്ടാവും. ഗൾഫിലൊക്കെ ആണെങ്കിൽ എനിക്കറിയില്ല ബാക്ക്ഗ്രൗണ്ട്. അപ്പൊ ആ രീതിയിലേക്ക് പ്ലാൻ ചെയ്ത് ചെയ്യാവുന്നു. ഒരാൾ 2 ഇയേഴ്സിന് എന്തായാലും ഞാൻ നാട്ടിലോട്ട് വരാൻ പറ്റില്ല. എക്സാംസ് ഞാൻ വന്നതിന് ശേഷം ഈ 2 ഇയേഴ്സിന്റെ എക്സാംസ് കംപ്ലീറ്റ് ആക്കി ചെയ്യാൻ പറ്റുമോ? വന്നതിന് ശേഷം പറ്റും. നിങ്ങൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തു. അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുക സമയത്ത് അത് ആരെങ്കിലും എത്തിക്കുക. എക്സാമിന് രജിസ്റ്റർ ചെയ്താലും ഇല്ലെങ്കിലും നിങ്ങൾ പിറ്റത്തെ വർഷം രണ്ടാമത്തെ വർഷം രജിസ്റ്റർ ചെയ്യും. റീ രജിസ്ട്രേഷൻ നടത്തും. ഇപ്പൊ നിങ്ങൾ ഫസ്റ്റ് ഇയറിന് ജൂലൈയിൽ രജിസ്റ്റർ ചെയ്തു. 2026 ജൂലൈ ആകുമ്പോൾ രണ്ടാമത് രജിസ്ട്രേഷൻ വിളിക്കും. അതായത് സെക്കൻഡ് ഇയറിന് അതിന് റീ രജിസ്ട്രേഷൻ അത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ സെക്കൻഡ് ഇയറിലേക്ക് കടന്നിട്ടില്ല. അത് നിങ്ങൾ ചെയ്യുക. എന്നിട്ട് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ സബ്മിറ്റ് ചെയ്യുക. കാരണം ആ മാർക്ക് അവിടെ കിടക്കും. എക്സാമിന്റെ അവിടെ മാത്രമേ 0 ഉണ്ടാവും. എപ്പോഴാണോ നിങ്ങൾക്ക് എക്സാമിന് പറ്റുമെങ്കിൽ അപ്പൊ വന്നിട്ട് ഇതെല്ലാം പറ്റുമെങ്കിൽ എഴുതുക. ഏകദേശം ഒരേ സമയത്ത് ഒരു എക്സാം വരും. അതായത് ഫസ്റ്റ് ഇയറിന്റെ എക്സാം ഇപ്പോൾ ജൂൺ 5, 6, 7 അല്ലെങ്കിൽ 5, 8, 9, 10 ഒക്കെ ആണെങ്കിൽ അത് കഴിഞ്ഞ അന്ന് രാവിലെ ഫസ്റ്റ് ഇയർ ഇതാണെങ്കിൽ സെക്കൻഡ് ഇയർ ഉച്ചക്ക് ഉണ്ടാവും. ഇങ്ങനെ അങ്ങോട്ട് കൊണ്ട് ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും. അത് ആ സമയത്ത് അഡ്ജസ്റ്റ് ചെയ്യാവും. PGക്ക് ഒക്കെ അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. പ്രാക്ടിക്കലിന്റെ കേസ് എന്താ ചെയ്യാം? I'm sorry, I cannot answer for that. പ്രാക്ടിക്കലി പറഞ്ഞാൽ JDT തീരുമാനിക്കുന്നത്. അവിടുത്തെ ഒരു കോർഡിനേറ്റർ ഉണ്ടാവും. അവിടെ പല കോഴ്സുകൾ ഉള്ളതുകൊണ്ട് അവിടുത്തെ അവരുടെ റെസ്ട്രിക്ഷൻസും മറ്റൊക്കെ ഉണ്ടാവും. അതൊക്കെ വെച്ചിട്ടാണ് അവർ ചെയ്യുക. ആ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഗ്രൂപ്പിൽ ഒരു ലീഡർ ഉണ്ടെങ്കിൽ ആ ലീഡർ പറയും നിങ്ങളുടെ ഡേറ്റ് ഇതാണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ദിവസം നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ ഇന്ന ദിവസത്തേക്ക് മാറ്റം തന്നെ ഒരു ഇപ്പോൾ ജനുവരിയിലാണ് തുടങ്ങിയ ജനുവരി ടു മാർച്ച് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്വാപ്പ് ചെയ്യാനൊക്കെ പറ്റും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ആ സമയത്ത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതവിടെ ബ്ലാങ്ക് ആയി കിടക്കും. പിന്നെ പിറ്റത്തെ വർഷത്തെ ടീമിന്റെ കൂടെ നിങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പോഴും ആ ഒരു ഗ്രൂപ്പിൽ ലീഡർ ഉണ്ടാവും. ആ ലീഡർ കോർഡിനേറ്റ് ചെയ്യണം. ടൈമിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരു വർഷം ലാപ്സ് ആയി പോകും. പക്ഷേ കോഴ്സ് പൂർത്തീകരിക്കുന്നതൊക്കെ കഴിഞ്ഞിരിക്കും. അത് കുറച്ച് ശ്രദ്ധിക്കേണ്ട കേസാണ്. ചെയ്യാവുന്നതേ ഉള്ളൂ. മസ്റ്റാണ്. 4+2 എന്ന് പറഞ്ഞ സാധനം തിയറി 4ഉം 2 പ്രാക്ടിക്കലും. ആ പ്രാക്ടിക്കൽ അറ്റൻഡ് ചെയ്താൽ മാത്രമേ അതിന്റെ മാർക്ക് കിട്ടുള്ളൂ. 2 കൂടി കൂടിയിട്ടാണ് 6 ക്രെഡിറ്റ് എന്ന് പറയുന്നത്. പിന്നെ അത് അവിടെയുള്ള കോർഡിനേറ്ററും കേട്ടില്ല. ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് 4+2 എന്ന് കാണുന്നുണ്ട്. ആ 2 ട്യൂട്ടോറിയൽ ആയിരിക്കാം, പ്രാക്ടിക്കൽ ആയിരിക്കാം. അത് നിങ്ങൾ കോർഡിനേറ്ററോട് നിങ്ങൾ ചോദിക്കണം. രണ്ടായാലും അറ്റൻഡൻസ് നിർബന്ധമാണ്. അത് എങ്ങനെയാണെന്നുള്ളത് അവരോട് ചോദിക്കണം. ട്യൂട്ടോറിയൽ എന്നുള്ള ഒരു പക്ഷേ ഒരു സ്വയം എന്നുള്ള വെബ്സൈറ്റ് ഉണ്ട്. അതിലേക്ക് അപ്ലോഡ് ചെയ്ത ഇഗ്നോയുടെ മെറ്റീരിയൽസ് വായിച്ചാൽ മനസ്സിലാവും. അത് എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അത് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം, അല്ലെങ്കിൽ കോർഡിനേറ്റർ ചോദിച്ചാൽ മതി. കേട്ടോ, സമയമാകുന്നല്ലോ. പ്രാക്ടിക്കൽ ഇപ്പോൾ നിങ്ങളിപ്പോൾ അടുത്ത ജൂണിൽ എക്സാം എഴുതി അതിന് ശേഷം ഒരു 3 മാസം കഴിഞ്ഞൊക്കെ പ്രാക്ടിക്കലിനെ കുറിച്ച് ചിന്തിക്കേണ്ടുള്ളൂ. അപ്ലൈ വരുള്ളൂ. ആ സമയത്ത് നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കണം. അത് വളരെ പ്രധാനമാണ്. ഈ പറഞ്ഞ ചെറിയ പ്രയാസങ്ങളൊക്കെ ഉള്ളവർ പ്ലാൻ ചെയ്യും. കേട്ടോ? അതെ, അങ്ങനെ ഉണ്ടാവും. അതെ, എക്സാമിന് അപ്ലൈ ചെയ്യുമ്പോഴല്ലേ? അങ്ങനെ ആകുമ്പോ 2 സെന്ററിൽ എക്സാം എഴുതാൻ പറ്റുമോ? ഇല്ല, 2 സെന്ററിൽ പറ്റില്ല. അതിനാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ പ്ലാൻ ചെയ്യണം.
അത് ആ സമയത്ത് അതിന് മനസ്സിലാവുള്ളൂ. അതായത് ഞങ്ങൾ PG ഒക്കെ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ചെറിയ പ്രയാസമൊക്കെ ഉണ്ടായിട്ട്, പക്ഷേ സ്ലോട്ട് പിന്നെ കുറച്ച് ഓപ്പൺ ചെയ്യും. അപ്പൊ നിങ്ങൾ അപ്പം ചെയ്ത് ബുക്ക് ചെയ്ത് രണ്ടാമത് നിങ്ങൾ വെയിറ്റ് ചെയ്യണം. നമ്മൾ ഗൾഫിലൊക്കെ പോകുമ്പോൾ ടിക്കറ്റ് എടുക്കുന്ന മാതിരിയാണ്. ചില സമയത്ത് റേറ്റ് കൂടും, ചിലപ്പോൾ കുറയും. അപ്പൊ റേറ്റ് നോക്കിയിട്ട് നമ്മൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും എക്സാമിന് വിളിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ചെയ്യലാ നല്ലത്. അപ്പൊ നിങ്ങൾ 6 പേപ്പറും അപ്ലൈ ചെയ്ത് പരീക്ഷയ്ക്ക് റെഡി ആണെങ്കിൽ 6 പേപ്പറും സെലക്ട് ചെയ്യുക. ഇല്ല നിങ്ങൾ 3 പേപ്പറിന് റെഡി ആണെങ്കിൽ ആ 3 പേപ്പർ എവിടെ കിട്ടണം നോക്കുക. എക്സാം സെന്റർ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ കോഴിക്കോടുള്ള ആളാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് കോഴിക്കോട് ചേവായൂരോ അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ തന്നെ അപ്ലൈ ചെയ്യാം. മറ്റു അസൗകര്യം നോക്കണ്ട. എവിടെയാണോ നിങ്ങൾ എഴുതാൻ കഴിയുന്ന പേപ്പർ കിട്ടുന്നെങ്കിൽ, കോഴിക്കോടുള്ള കണ്ണൂരാണെങ്കിൽ അവിടെ ചെയ്യും. കാരണം വെച്ചാൽ നിങ്ങൾ കോഴിക്കോട് 2 പേപ്പറും പിന്നെ കണ്ണൂർ വേറെ 2 പേപ്പറും നടക്കില്ല. അപ്പൊ നിങ്ങൾ കോഴിക്കോട് സെലക്ട് ചെയ്ത അവിടുത്തെ, അപ്പൊ എവിടെയാണോ നിങ്ങൾക്ക് മെജോറിറ്റി പേപ്പർ കിട്ടുന്നെങ്കിൽ അവിടെ. അപ്പൊ നിങ്ങൾ വീടിന്റെ അടുത്ത് തന്നെ കിട്ടണമെങ്കിൽ നേരത്തെ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് എന്റെ അടുത്തുള്ള സൊല്യൂഷൻ. നമ്മുടെ എക്സ്പീരിയൻസ് എനിക്ക് അങ്ങനെ ഇങ്ങനെ ചെയ്യാവും ഇങ്ങനെ ചെയ്യേണ്ടതെന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പൊ നമുക്ക് ദൂരം കൂടുതലാവുമ്പോ നമ്മൾ ചെയ്യാതെ പിറ്റത്തെ വർഷം അടുത്തായി കിട്ടുമോ? അത് പറയാൻ പറ്റില്ല. അത് പറയാൻ പറ്റില്ല. അത് ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് എല്ലാം കിട്ടും. ചിലപ്പോൾ നിങ്ങൾ ആദ്യത്തെ ഒരു ദിവസം നോക്കിയപ്പോൾ 4 സ്ലോട്ട് ഉണ്ടായിരുന്നു. എന്താ സംഭവിച്ചാൽ ഈ പറഞ്ഞ ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോ PSMO കോളേജാണ് നിങ്ങൾ പ്രിഫർ ചെയ്തിരുന്നത്, അവിടെ ഒരു പക്ഷേ വേറൊരു എക്സാം നടക്കണമെങ്കിൽ അവിടെ സീറ്റ് ഒഴിവ് ഉണ്ടാവില്ല, ക്ലാസ് ഒഴിവ് ഉണ്ടാവില്ല. അപ്പൊ എക്സാം ചിലപ്പോൾ ഇന്ന് കഴിയുകയാണെങ്കിൽ പിന്നെ നാളെ മുതൽ ആ സീറ്റ് ഒഴിവായിരിക്കും. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്, പല പല മാനദണ്ഡങ്ങൾ വെച്ചിട്ടായിരിക്കും. ചിലപ്പോൾ അവിടെ വേറെ എന്തെങ്കിലും വിഷയങ്ങൾ, ഉദാഹരണം ഇപ്പൊ 13-ാം തീയതി ഇന്നലെ എന്താണ് ഇപ്പൊ ഇലക്ഷൻ കാരണമായപ്പോ ചില ആൾക്കാർക്ക് സെന്റർ ഒക്കെ മാറ്റം വന്നിട്ടുണ്ട്. ഇഗ്നോ ഇവിടെ കേരളത്തിൽ ഇലക്ഷൻ ഉണ്ടായിട്ട് എക്സാമിനും മാറ്റിയിട്ടില്ല. ഇഗ്നോ സെൻട്രൽ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒന്നിരിക്കും. അപ്പൊ അവിടെ പഞ്ചായത്ത് ഇലക്ഷൻ ഉണ്ട്, ലോക്കൽ ബോഡി ഇലക്ഷൻ തൊട്ട് മാറ്റിയിട്ടില്ല. അപ്പൊ എക്സാമിന് കാരണം ചിലവർക്ക് സെൻട്രലൊക്കെ മാറ്റം വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ടൈംലി നമ്മൾ അപ്ഡേറ്റഡ് അല്ലെങ്കിൽ ഒരു പക്ഷേ ഞാൻ അപ്ലൈ ചെയ്ത് വടകരയായിരുന്നു, അവിടെ പോകുമ്പോഴേക്കാരോ ഇതല്ല ഈ സെന്റർ മാറ്റിയിട്ടെന്ന് അറിയാം. അപ്പൊ എന്ത് ചെയ്യണം, ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യണം, ഇടക്കിടക്ക് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ അല്ലേ? ഒരു സെന്ററിൽ തന്നെ എല്ലാം കൂടി കിട്ടൂലല്ലേ? ഇപ്പൊ JDT-ലാണെന്നുണ്ടെങ്കിൽ എല്ലാ വിഷയവും കിട്ടുമോ? അല്ലെങ്കിൽ കിട്ടും കിട്ടൂല അങ്ങനെ പറയാൻ പറ്റില്ല. കിട്ടുന്നവരുണ്ട്, ചിലപ്പോ കിട്ടും ചിലപ്പോ കിട്ടൂല. നിങ്ങൾ അതിനെ കുറിച്ച് ഇപ്പൊ വല്ലാതെ പറയാണ്ട് ആവശ്യമില്ല. അത് ആ സമയത്ത് നോക്കേണ്ട കേസാണ്. ചിലപ്പോൾ ആ സമയത്ത് വേറെ എക്സാമുകളൊന്നും ഇല്ലാന്ന് വിചാരിക്കുക. JDT കുറെ ഫ്രീ ആണെങ്കിൽ എല്ലാം അവിടെ കിട്ടും. അത് ഡിപ്പെൻസ് ആണ്. ഈ ചെയ്യാത്ത പ്രാക്ടിക്കലിന്റെ വന്നതിന് ശേഷം പിന്നെ അറ്റൻഡ് ചെയ്ത് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. പ്രാക്ടിക്കലി അത് കോർഡിനേറ്റർ ഉണ്ടായിരിക്കുമല്ലോ നിങ്ങൾ JDT-ല്, അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ലീഡറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് നിങ്ങൾ അതിന്റെ പെർമിഷൻ ഒക്കെ വാങ്ങിയിട്ട് അങ്ങനെ ചെയ്യാം. അതിപ്പോ എനിക്ക് പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല. നമ്മളൊരു നിങ്ങളെപ്പോ ഒരു എക്സ്പീരിയൻസ് പറയാൻ പറ്റില്ല. സ്റ്റുഡന്റ് എന്ന രീതിയിൽ ഇങ്ങനെ ചെയ്യാന്ന് പറയാൻ പറ്റും. അത് JDT-ആണ് തീരുമാനിക്കേണ്ടത്. നിങ്ങൾ JDT ആണ് റീസൺ സെന്റർ അല്ലെങ്കിൽ സ്റ്റഡി സെന്റർ എങ്കിൽ, അതല്ല കൊച്ചുമറ്റൊക്കെ ആണെങ്കിൽ അവിടുത്തെ സ്ഥാപനം ഉണ്ടാകും. അവരെ സെന്റ് മേരീസ് ഇതൊക്കെ സ്ഥാപനങ്ങൾ. പ്രാക്ടിക്കൽ എക്സാം എന്ന് പറഞ്ഞാൽ PGയുടെ ഞാൻ പറയാം. പ്രാക്ടിക്കൽ ഉദാഹരണം മെമ്മറി എന്നൊരു തിയറി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ സ്പാൻ ഓഫ് അറ്റൻഷൻ നമ്മൾ കോൺസെപ്റ്റ് ഉണ്ട്, അതൊരു പ്രാക്ടിക്കലാണ്. സ്പാൻ ഓഫ് അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം 1, 2, 3, 4 ഇങ്ങനെ കുറച്ച് വേർഡുകൾ ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ പറഞ്ഞ് രണ്ടാമത് റിപ്പീറ്റ് ഇങ്ങനെ കുറെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഒരാളെ ശ്രദ്ധ എത്രമാത്രം ഇത് കാര്യം. ഇപ്പൊ ഉദാഹരണം ഞാൻ 5 വേർഡുകൾ ഇവിടെ എഴുതി മാറ്റി പിന്നെ വെച്ച് ഇങ്ങനെ അങ്ങനെ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യും. ഇത് അതിന്റെ പ്രാക്ടിക്കൽ ക്ലാസ് അവർ പറഞ്ഞുതരും, അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. നമ്മൾ അവിടെ പോയിരിക്കും. എന്നിട്ട് ആ പറഞ്ഞു തന്ന സാധനങ്ങൾ നമ്മൾ ഒരു 4 ദിവസം 5 ദിവസം കഴിഞ്ഞതിന്റെ സാധനങ്ങൾ എഴുതിയിട്ട് പ്രാക്ടിക്കൽ ബുക്ക് റഫ് ചെയ്തിട്ട് സാറിന് കൊണ്ടുപോയി കൊടുക്കണം, അല്ലെങ്കിൽ സാറിന് കാണിച്ചു കൊടുക്കണം. അങ്ങനെ സാർ അത് കറക്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, നമുക്ക് ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയും. എന്നിട്ട് നമ്മളത് എന്താ ഒറിജിനൽ ചെയ്തു. അങ്ങനെ ആ പറഞ്ഞ സമയത്ത് ഒരു വൈബ് ഉണ്ടാവും. ആ വൈബ് ഇപ്പൊ ക്ലാസ് ഉണ്ടാകും, അതിന്റെ പ്രാക്ടിക്കൽ എഴുതേണ്ടി വരും. ആ റഫ് സബ്മിറ്റ് ചെയ്തിട്ട് ഒപ്പ് വാങ്ങിയിട്ട് പിന്നെ ഒറിജിനൽ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. ഒറിജിനൽ സബ്മിറ്റ് ചെയ്തിട്ട് പിന്നെ ഒരു വൈബൊക്കെ വിളിക്കുന്ന സമയത്ത് ആ വൈബൊക്കെ കൊണ്ടുവരും. ഇതൊക്കെ പറയുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, സിമ്പിൾ കാര്യങ്ങളാണ്, പക്ഷെ ടൈംലി ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. അതിലൊന്നും അത്രങ്ങൾ പറയേണ്ട. ആ സമയത്ത് അതിന്റെ ഗൈഡൻസും അതിന്റെ കാര്യങ്ങളൊക്കെ ആ ഫാക്കൽറ്റീസ് പറഞ്ഞുതരും. നിങ്ങൾ തന്നെ ഒരു ഗ്രൂപ്പായിട്ട് വരുമ്പോൾ നിങ്ങൾ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഹെൽപ്പ് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അതായത് ഒരു ടീമായിട്ട് ഒരു ഗ്രൂപ്പായി വരിക എന്നുള്ളത് പ്രധാനമാണ്. ഉണ്ടാവും, ഓട്ടോമാറ്റിക് ഉണ്ടാവും. നമ്മളൊക്കെ അങ്ങനെ തന്നെ ചെയ്തിരുന്നു. ഞങ്ങൾ ഗ്രൂപ്പ് സ്റ്റഡി ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊന്നും അത്ര പറയണ്ട. പക്ഷെ ഇതിലിങ്ങനെ ഫോക്കസ്ഡ് ആയിരിക്കണം, ഇതൊരു കൺസേൺ ആയിട്ട് ഉണ്ടായിരിക്കണം. ഇതവിടെ ഇട്ടിട്ട് ആളുകളെ കൂടുതലായി വിട്ടു കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് പോകും. ശ്രദ്ധ ഉണ്ടായിരിക്കണം. ഇനി ഒരു 6 മാസമെങ്കിലും നല്ല ശ്രദ്ധിച്ചിരിക്കുക എന്നത് പ്രധാനമാണ്. പിൻവലിയാൻ പറ്റൂലല്ലോ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ എന്താ ഒറിജിനൽ ആയിട്ട് കൊടുത്ത ഒന്നുമില്ലല്ലോ, ഒക്കെ കോപ്പിയില് കൊടുത്തിട്ടുള്ളൂ. നിങ്ങളെ കാശ് പോകുന്നല്ല, വേറെ പ്രശ്നം.
നിങ്ങളങ്ങനെ പേടിക്കാനൊന്നുമില്ല. പിൻവലിയിൽ എപ്പോഴാ വെച്ചാൽ അവസാന നിമിഷമാണ്. ഞാനതിന്റെ മാക്സിമം ആണ് പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ പിന്നീട് ഇടങ്ങാറാണ്ട് നിങ്ങൾ പേടിക്കേണ്ട കേസൊന്നുമില്ല, സിമ്പിൾ ആയിട്ട് ചെയ്യാം. നിങ്ങൾക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. നിങ്ങളെ സർട്ടിഫിക്കറ്റ് അവിടെ ഒറിജിനൽ കൊടുക്കുന്നില്ല ഉണ്ടോ? ഒക്കെ നിങ്ങൾ കോപ്പി വെച്ചിട്ടല്ലേ ഉള്ളൂ അല്ലേ? എന്തെങ്കിലും നിങ്ങൾ ഒറിജിനൽ കൊടുത്തോ, കുറച്ച് കാശ് കൊടുക്കുന്നല്ലേ ഉള്ളൂ, അത് നിങ്ങൾക്ക് തിരിച്ചിട്ടില്ല. ശരിക്കും ഫസ്റ്റ് ഇയറിൽ എത്ര എക്സാം ഉണ്ട്? 8 എക്സാം ആണോ? നിങ്ങൾ രജിസ്റ്റർ ചെയ്ത പേപ്പറിൽ എത്ര കാണാൻ നോക്കില്ല? നിങ്ങൾക്ക് രജിസ്റ്റർ ഇല്ലേ? ഇലക്ടീവ് കമ്പൽസറി കാണാണ്ട്. അപ്പൊ കമ്പൽസറി ആയിട്ടുള്ള മാത്രം എഴുതിയാൽ മതിയോ? അല്ലല്ല, ഇലക്ടീവിൽ നിന്നും നിങ്ങൾ സെലക്ട് ചെയ്ത സാധനമാണ് കമ്പൽസറി. നേരത്തെ പറഞ്ഞു കോർ സബ്ജക്ട് ഇത്, മൈനർ ഇത്, ഇലക്ടീവ് ഇത്, പിന്നെ വാല്യൂ, ഇങ്ങനെ ഓരോന്നിൽ നിന്നും ഇത്ര ക്രെഡിറ്റുകൾ തീർത്ത് ഒരു വർഷം അല്ലെങ്കിൽ ഈ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ 120 ക്രെഡിറ്റ് തീർക്കണം. ആ ക്രെഡിറ്റ് തീർക്കണം, ഇതൊക്കെ ചെയ്യേണ്ടി വരും. നമുക്കിപ്പോ 8 സബ്ജക്റ്റുകളല്ലേ 1 ഇയറിലുള്ളത്. അപ്പൊ 8 സബ്ജക്റ്റ് നമുക്കിപ്പോ ജൂൺ ജൂലൈ ആ സമയത്ത് ഒരു 4 എഴുതിയിട്ട് പിന്നെ ഡിസംബറിൽ ഒരു 4 എഴുതി, അങ്ങനെ പറ്റൂലേ? യെസ് പറ്റും. നിങ്ങൾ ചെയ്യേണ്ടത് ഏതാണോ നിങ്ങൾ എഴുതാൻ പഠിക്കാൻ അതിന്റെ അസൈൻമെന്റിലേക്ക് ഫോക്കസ് ചെയ്യുക. അതിന്റെ പേപ്പർ പഠിക്കുക. അതിന് മാത്രം പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നേരത്തെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ ഇന്ന് അപ്ലൈ ചെയ്യുമ്പോൾ 2 പേപ്പറെ കിട്ടുന്നുണ്ടെങ്കിൽ നാളത്തേക്ക് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് 4 കൂടി കിട്ടുന്ന സെന്ററെങ്കിൽ അവിടെ അപ്ലൈ ചെയ്തിട്ട് ഖലാസ് പിന്നെ പഠിച്ചു. അസൈൻമെന്റ് ഇപ്പൊ ശരിക്കും നമ്മൾ 1 ഇയറിൽ ഇപ്പൊ 6 മന്ത് കഴിഞ്ഞല്ലോ, കഴിഞ്ഞതുപോലെയാണ്. അതെ, ഇഗ്നോ മെറ്റീരിയൽ പ്രോഗ്രാം ഗൈഡ് പറയുന്നുണ്ട് ഇത് ഒരു സെമസ്റ്റർ കോഴ്സ് ആണെങ്കിലും ഇയർലി എക്സാം ഉണ്ടാകുള്ളൂ. അപ്പൊ ജൂലൈയിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ജൂലൈ ടു ഡിസംബർ ഫസ്റ്റ് സെമസ്റ്റർ ആയിട്ട് കൺസിഡർ ചെയ്യണം. ബാക്കി നിങ്ങൾ ചെയ്യേണ്ടതാണ്. പിന്നെ നിങ്ങൾ ഡിസംബർ, അത് ജനുവരി മുതൽ പിന്നെ ജൂൺ ആണ് നിങ്ങളുടെ സെക്കൻഡ് സെമസ്റ്റർ. ഈ 2 സെമസ്റ്റർ കൂടി നിങ്ങൾ വിത്തിൻ 6 മന്ത് കൊണ്ട് പഠിച്ചെടുക്കേണ്ടതാണ്. പഠിച്ചെടുക്കാൻ കഴിയുന്നതാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നീട്ടിക്കൊണ്ടുപോകാം. അതിനാണ് 6 വർഷം വരെ തരാതെ. പരമാവധി നീട്ടായിരിക്കലാണ്. ഫസ്റ്റ് സെമസ്റ്ററിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നീട്ടാൻ, കാരണം വലിയൊരു ഐഡിയ ഒന്നും ഇല്ലാന്നില്ല. 3rd സെമസ്റ്ററും 4th സെമസ്റ്ററും പോയാൽ നീട്ടായിരിക്കൽ ഏറ്റവും നല്ലത്. കാരണം പിന്നെ ലാസ്റ്റ് അവിടെ കിടക്കണം. ഇതൊക്കെ പറയുമ്പോൾ കുറെ ഉള്ളൂ. പഠിക്കുമ്പോൾ വലിയൊരു വിഷയമുള്ള കേസല്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ സൈക്കോളജി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാൻ പറ്റും. മാത്രമല്ല പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ഇത്രയും നല്ല സാധനമാണോ, നമ്മൾ എന്നോ പഠിക്കേണ്ടത് എന്നൊക്കെ തോന്നും. ആ രീതിയിൽ നിങ്ങൾ പഠിക്കാൻ എടുക്കണം. ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ ടൈമിൽ ചെയ്യണം. ജൂലൈ നമുക്ക് വേണമെങ്കിൽ 8 എഴുതാം. കേട്ടില്ല? ജൂലൈയിൽ വേണമെങ്കിൽ നമുക്ക് 8 എഴുതാം. അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എഴുതാം. അസൈൻമെന്റ് സബ്മിറ്റ്. ഓക്കെ, അപ്പൊ ഡിസംബർക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ 4 എഴുതുമ്പോ പിന്നെ സെക്കൻഡ് ഇയർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുമല്ലോ അല്ലെ? സെക്കൻഡറി സ്റ്റാർട്ട് ആണെങ്കിൽ പിറ്റേ 2026 ജൂലൈ മുതൽ നിങ്ങൾ തുടങ്ങുക. അപ്പോൾ ഇതേമാതിരി 6 മാസം വേസ്റ്റ് ആവും. കാരണം നിങ്ങളുടെ പേപ്പർ നിങ്ങൾ ആദ്യം രജിസ്റ്റർ ചെയ്യുന്നു, അതിന്റെ കാലാവധി നീട്ടുന്നു, പിന്നെ അതിന്റെ മെറ്റീരിയൽ വരുന്നു, എന്നിട്ട് പഠനം തുടങ്ങുന്നു. നിങ്ങൾ ഇതുപോലെ നമ്മളൊരു ടീമാണെന്ന് വിചാരിക്കുക. ഇതുപോലെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിലാണെങ്കിൽ കാര്യങ്ങളൊക്കെ അതല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ ഇതുപോലെ വരും. നമ്മൾ കഴിഞ്ഞ ജൂലൈയിൽ രജിസ്റ്റർ ചെയ്തു. ഈ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ അതിന്റെ ഇങ്ങനെ പോയിട്ട് നവംബർ ഡിസംബറിലൊക്കെയാണ് അതിന്റെ ഇമെയിലുകളും മറ്റൊക്കെ വന്ന്. ഇപ്പോഴാണ് നിങ്ങൾക്ക് മെറ്റീരിയൽ വന്നത്, ഇപ്പോഴാണ് നിങ്ങൾക്ക് അസൈൻമെന്റ് കാര്യങ്ങൾ വന്നത്. 7 മാസം 8 മാസം കഴിഞ്ഞു. ഇതേമാതിരി അടുത്തും വരും. അങ്ങനെയാണ് നമ്മള് 3 വർഷം കൊണ്ട് തീരൂലല്ലോ അല്ലെ? അത് പൊതുവെ ഇഗ്നോയുടേത് പ്രാക്ടിക്കലൊക്കെ ഉള്ളതുകൊണ്ടാണ്. ഇപ്പൊ ഞാൻ PG സെക്കൻഡ് 2 വർഷം കൊണ്ട് തീരേണ്ടാണ്. 2.5-3 വർഷം എങ്ങനെയും പ്രാക്ടിക്കൽ പൂർത്തീകരിച്ചു. നമ്മൾ അതിനകത്ത് പറയെടുക്കണ്ട. ഓക്കെ. അസൈൻമെന്റ് പോസ്റ്റിലായിട്ട് സെൻഡ് ചെയ്യാൻ പറ്റുമോ? അത് നമ്മൾ ഫിസിക്കലായിട്ട് തന്നെ സബ്മിറ്റ് ചെയ്യണം? സെൻഡ് ചെയ്യാം. പക്ഷെ അതിന്റെ ഒരു കോംപ്ലിക്കേഷൻ എന്താ വെച്ചാൽ നമ്മൾ അവിടെ എത്തി എന്നുള്ള അവിടെ ഇപ്പോൾ രജിസ്റ്റേർഡ് പോസ്റ്റ് ഒക്കെ ആകുമ്പോൾ അവിടെ എത്തിയിട്ട് സാധനം നിങ്ങൾക്ക് തിരിച്ചയക്കാണ്ടിട്ടുണ്ടാവില്ല. അതും അവിടെ അയച്ചു കൊടുക്കണം. അത് ആ സമയത്ത് കിട്ടിയില്ലെങ്കിൽ നമുക്കൊരു ടെൻഷനാണ്. എന്റെ പേപ്പർ അവിടെ എത്തിയിട്ടുണ്ടോ ഇല്ലേ, നമ്മൾ വെള്ളത്തിൽ തോണി വിടില്ല, കടലാസ് തോണി, അത് മതി കരുതിയോട്ട് എത്തിയില്ല ടെൻഷൻ. അതിൽ നിങ്ങൾ അത്ര അറിയാണ്ട് നിങ്ങളെ ഗ്രൂപ്പിൽ വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും പോകുന്നൊരു കുട്ടി ഉണ്ടാവും. ആ കുട്ടിക്ക് സാധനം വീട്ടിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അതിന്റെ വണ്ടി ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ നടക്കും. ആരെങ്കിലും കൊണ്ടുകൊടുത്താൽ. ഞാൻ എന്റെ നാട്ടിലൊരു ഓട്ടോറിക്ഷ ഡ്രൈവർ കുട്ടിക്ക് അവനൊരു ദിവസത്തെ വണ്ടി കാശായി എനിക്ക് ആ സാധനം അവിടെ ചെയ്തു. ഓക്കെ, അത് അങ്ങനെയൊക്കെ ചെയ്യാം. നിങ്ങൾ എന്നെ കൊണ്ടുകൊടുക്കണമെന്നില്ല. അതിലെ പോകുന്ന ഒരാളുണ്ടെങ്കിൽ ഇനി ബസ്സിൽ കൊടുത്താൽ അത് നടക്കും. പോസ്റ്റും നടക്കും. പക്ഷെ അതിന് അങ്ങനെ നിങ്ങൾ എവിടെ നാട് എവിടെയാണ്? ഇത്ര ദൂരം ഉണ്ടോ? ഓക്കെ, അപ്പൊ ആരെങ്കിലും ഒരാളെ ഏൽപ്പിച്ചാൽ മതി. നിങ്ങൾ എഴുതി വെച്ചിട്ട് ബ്രദേഴ്സോ സിസ്റ്റേഴ്സോ അല്ലെങ്കിൽ നിങ്ങളെ കൂട്ടില് നമ്മളെ ഈ ഗ്രൂപ്പിൽ ഏതെങ്കിലും കുട്ടി പോകുന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ വീട്ടിലേക്ക് എത്തിക്കുക. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. എന്റെ വീട്ടിൽ നിന്നും ഞാൻ പഠിപ്പിച്ചൊരു കുട്ടീന്റെ അടുത്ത് കൊടുത്തു. അവന് ഫറോക്കുള്ള ഒരാൾക്ക് കൊടുത്തു. ആ ലേഡി പിന്നെ കൊണ്ടുപോയി കൊടുത്തു. കുട്ടിക്ക് ഞാൻ എന്ത് ചെയ്തു, കാശ് ബസ്സിൽ പൈസ കൊടുത്തു. അങ്ങനെയൊക്കെ ചെയ്യാം. അതൊന്നും ഒരു വിഷയമല്ല, നിങ്ങൾക്ക് ചെയ്യാവുന്നു.
കുറച്ച് ഞങ്ങൾ ഗ്രൂപ്പ് ആകുമ്പോൾ എല്ലാം അതൊക്കെ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിരിക്കും. ഓക്കെ ഓക്കെ അല്ലേ? ഞാൻ കരുതിയേക്കാൾ കുറെ നീണ്ടുപോയി. റിയലി സോറി. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാണെങ്കിൽ ക്ഷമിക്കുക. നമുക്ക് പിന്നെയും കാണാം. ഓക്കെ, ഞാൻ ആ ഗ്രൂപ്പിൽ പോൾ ചെയ്യാം. നിങ്ങൾ എത്ര ആൾക്കാർ താല്പര്യം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം. ഓക്കെ അല്ലേ? താങ്ക് യു. ഗുഡ് നൈറ്റ്. ബൈ. കുറെ കാര്യങ്ങൾ അറിയാൻ പറ്റി. താങ്ക് യു.